സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, വിറ്റ്നസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതാനുഭവം കൂടെ നാം കേൾക്കാൻ പോവുകയാണ്. നോർത്ത് ഇന്ത്യയിൽ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു ദേവദാസൻ്റെ മിഷണറി അനുഭവങ്ങളാണ് നാം കേൾക്കാൻ പോകുന്നത്. വളരെ പ്രാർത്ഥനയോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല ഈ ദിവസത്തിനായി സ്തോത്രം. നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് പിന്നെയും കർത്താവെ ഒരു എപ്പിസോഡുമായിട്ട് കടന്നു വരുവാൻ കൊണ്ടോട് നിരക്കിയ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ ദാസനായ സ്തോത്രം. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് വിടുതലിനൊക്കെ കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. സന്നിധിയിലേക്ക് ഞങ്ങളെ മറ്റുമായി സമർപ്പിക്കുന്നപ്പോൾ നിൻ്റെ മഹത്വം ഞങ്ങൾക്കായി വെളിപ്പെടണം. ഞങ്ങളുടെ സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാ കരങ്ങളെ കേൾപ്പിക്കുന്നു. കർത്താവെ, പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക അനുഗ്രഹങ്ങൾ ഉണ്ടാകണം. അങ്ങനെ അവിടുന്ന് ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. സകല മാനവും സകല മഹത്വവും ഞങ്ങൾ അവിടുത്തെ കർപ്പിക്കുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, 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 ആമേൻ. പ്രിയമുള്ളവരെ, എപ്പോഴും ഞാൻ പറയാറുണ്ട്, വിറ്റ്നസ് നോർത്ത് ഇന്ത്യയിലും ഇന്ത്യയുടെ വിവിധ ഭാഗത്തും ഒക്കെ കർത്താവിൻ്റെ വേല ചെയ്യുന്ന ദേവദാസന്മാരാണ് കൂടുതലും വിറ്റ്നസിൽ കടന്നു വരുന്നത്. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു സാക്ഷ്യമാണ് കേൾക്കുന്നത്. എന്നാൽ ഒരു നോർത്ത് ഇന്ത്യൻ ജീവിതാനുഭവം എന്നതിനേക്കാൾ അപ്പുറമായിട്ട് എൻ്റെ കഥയിൽ നാം കേൾക്കുന്നത് പോലെ വളരെ സംഭവബഹുലമാകുന്ന സങ്കീർണമാകുന്ന ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയ ഒരു കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ SD യേശുദാസ് വളരെ സ്നേഹത്തോടുകൂടെ ആദരവോടുകൂടെ പ്രിയ ദേവദാസനെ നമ്മുടെ ഈ ലൈവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം പാസ്റ്റർ. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഒത്തിരി സന്തോഷമുണ്ട് പാസ്റ്ററെ. പാസ്റ്റർ ഞങ്ങളുടെ ഇൻവിറ്റേഷൻ സ്വീകരിച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വളരെ നാളുകളായിട്ട് പാസ്റ്ററുടെ ഒരു ടെസ്റ്റ് മണി കൊണ്ടുവരണമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു നല്ല ജീവിതാനുഭവം ഉണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. പ്രത്യേകിച്ചും പാസ്റ്റർ വൈഫ് നമുക്ക് വന്ന് സാക്ഷ്യങ്ങൾ പറഞ്ഞിരുന്നു. ജീന സിസ്റ്റർ, വൈഫിൻ്റെ ആങ്ങള, സിസ്റ്ററൊക്കെ നമുക്ക് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുടുംബമായിട്ട് തന്നെ ഒത്തിരി സാക്ഷ്യങ്ങൾ ഉള്ള ദൈവം അങ്ങനെ കൂട്ടിയിണക്കിയ ദൈവമക്കളാണ്. അതൊക്കെ ഓർത്ത് സ്തോത്രം. സന്തോഷമായിട്ടിരിക്കുന്നേ പാസ്റ്ററെ? അതെ അതെ പാസ്റ്റർ. അതെ, ഈ അടുത്ത ദിവസങ്ങളിൽ ബോംബെയിലുണ്ടായിരുന്നു. നമ്മുടെ ചർച്ചിലൊക്കെ വരുവാനൊക്കെ ഇടയായി തീർന്നു. കർത്താവിന് സ്തോത്രം. മധ്യപ്രദേശിലല്ലേ പാസ്റ്ററെ? അതെ അതെ, മധ്യപ്രദേശ്. അനുപൂർ എന്ന് പറയും. കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ മധ്യപ്രദേശിനും ഛത്തീസ്ഗഡിനും ഒക്കെ ബോർഡർ ചെയ്യുന്നു. എങ്ങനെയാണ് അതിന്റെ ആ ലൊക്കേഷൻ? നമുക്കിങ്ങനെ പറയാം, മധ്യപ്രദേശിലെ കട്നി, അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിനും രണ്ടിനും ഇടയിൽ കിടക്കുന്ന MP ഛത്തീസ്ഗഡ് ബോർഡറായിട്ട് വരും. MP ഛത്തീസ്ഗഡ് ബോർഡറായിട്ട് വരും. ദൈവത്തിന് സ്തോത്രം. ജനിച്ചു വളർന്നതൊക്കെ എവിടെയാ? ഞാൻ ജനിച്ചതും വളർന്നതും വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു കട്ടേട് എന്ന് പറയുന്ന ഒരു 1.5 കിലോമീറ്റർ മാത്രം ടൗണിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സ്ഥലമാണ് കട്ടയാട്. അവിടെയാണ് ജനിച്ചതും വളർന്നത്. ശരി. അപ്പോൾ നമുക്ക് കുടുംബത്തെക്കുറിച്ചൊക്കെ ഒന്ന് കേൾക്കാം, ജീവിതാനുഭവങ്ങൾ കേൾക്കാം. പാസ്റ്ററുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഇൻഫർമേഷനൊക്കെ ഒന്ന് പറഞ്ഞിട്ട്, ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവങ്ങൾ, കടന്നുപോയ വലിയ വെല്ലുവിളികൾ. എനിക്കറിയാം, നമ്മുടെ ചർച്ചിൽ വന്നപ്പോൾ പാസ്റ്റർ കുറച്ച് സാക്ഷ്യം ഷെയർ ചെയ്തിരുന്നു. വലിയ ജീവിതത്തിൽ വെല്ലുവിളികളെ നേരിട്ട അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കേൾക്കാൻ നമ്മൾ റെഡിയാണ്, നമ്മുടെ പ്രേക്ഷകർ റെഡിയാണ്. പാസ്റ്റർക്ക് കണ്ടിന്യൂ ചെയ്യാൻ കേട്ടോ. അത്യാവശ്യം ഉണ്ടെങ്കിലേ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. ശരി ശരി. താങ്ക് യു പാസ്റ്റർ. ഫിന്നി പാസ്റ്ററിനും അതുപോലെ ഈ ടീം, നമ്മുടെ ആസാദി TV-യുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ഓരോ സാക്ഷ്യങ്ങളെ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ അവസരം നൽകി തന്ന കർത്താവിൻ്റെ ദാസനായിട്ട് ഞാൻ ഒന്നാമതായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ കർത്താവിനും ഞാൻ ഹൃദയംഗമായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതൊരു എൻ്റെ ഒരു അനുഭവം, ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകി തന്ന ഈ ഒരു അനുഭവം ഷെയർ ചെയ്യാനുള്ള ഒരു അനുഗ്രഹമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ജീവിതത്തിലുള്ള അനുഭവങ്ങളെല്ലാം അത് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ നമ്മോട് കൂടെ അവസാനിച്ചു പോകുമല്ലോ. ഇനിയിപ്പം നമ്മുടെ ജീവിതത്തിലുള്ള പല വിലയേറിയ അനുഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് ദൈവം ചെയ്ത നന്മകൾ അത് നമ്മളോട് ഒരുമിച്ച് അത് അവസാനിച്ചു പോകുമല്ലോ എന്നുള്ള ഒരു കാര്യം. പക്ഷെ ഇത് നല്ലൊരു
അവസരമായിട്ട് ഞാൻ കരുതുന്നത്, നമ്മളെ കുറിച്ചുള്ള ഒരു ശ്രേഷ്ഠത പറയാനല്ല, എന്നാൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം, നമ്മെ കരുതുന്ന ദൈവത്തെ ഉയർത്താനുള്ള ഒരു നല്ലൊരു സ്റ്റേജ് ആയിട്ട്, നല്ലൊരു അവസരമായിട്ട് ഞാൻ ഈ അവസരത്തെ കാണുകയാണ്. എൻ്റെ പേര് പാസ്റ്റർ പറഞ്ഞ പോലെ യേശുദാസ് എന്നാണ്, SD യേശുദാസ്. എൻ്റെ പിതാവും മാതാവ് രണ്ടുപേരും തമിഴ്നാട്ടിലെ തൂത്തുക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത്, തൂത്തുക്കുടി ഡിസ്ട്രിക്റ്റ് ആണ്. അതിൻ്റെ അമ്മ ജനിച്ചതും വളർന്നും ഒക്കെ സേവിയർപുരം, ഞങ്ങൾ തമിഴില് സ്വായർപുരം എന്ന് പറയും, വാസ്തവത്തിൽ സേവിയർപുരമാണ്. അതുപോലെ തന്നെ പിതാവ് നടുവക്കുറിച്ചി എന്ന് പറയുന്ന, അവിടെയൊക്കെ ക്രിസ്ത്യൻസ് മാത്രമുള്ള സ്ഥലമാണ്. അവിടെയാണ് മാതാവും പിതാവും ഒക്കെ ജനിച്ചു വളർത്തപ്പെട്ടത്. എൻ്റെ പിതാവ് ഒരു സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്നതാണ്. എന്നാൽ എൻ്റെ അമ്മ ഒരു നല്ലൊരു അവിടുത്തെ നല്ലൊരു അറിയപ്പെടുന്ന ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് അപ്പനും അമ്മയും മരിച്ചു. ഒരു കുഞ്ഞു മാത്രം, ഒരു സഹോദരനും സഹോദരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്നാണ് എൻ്റെ മാതാവും പിതാവും വന്നത്. അതുപോലെ തന്നെ എൻ്റെ പിതാവ് പിന്നീട് മിലിറ്ററിയിൽ, നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പുള്ള സമയത്താണ്, ഇംഗ്ലീഷുകാർ ഭരിക്കുന്ന സമയത്ത് അവരുടെ മിലിറ്ററിയിലായിരുന്നു. എന്നാൽ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് അദ്ദേഹം പലയിടങ്ങളിലായിട്ട് വിദേശത്ത് പലയിടങ്ങളിൽ കടന്നുപോയി. അതെല്ലാം നമുക്കറിയാം, ഇംഗ്ലീഷിന്റെ സ്ഥലം തന്നെയാണ് ലിബിയ, അതുപോലെ ഈജിപ്റ്റ്, അതുപോലെ തന്നെ മറ്റ് പലയിടങ്ങളിലായിട്ട് താൻ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം അവർക്ക് കോളനിയായിട്ട് മലബാറിൽ സ്ഥലം ലഭിക്കുകയും ഒരു കോളനി ഏരിയ ആയിട്ട് അവർക്ക് പ്രതിഫലമായിട്ട് അതൊക്കെയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ലഭിച്ചു. അത് മലബാറിലെ വയനാട് എന്ന് പറയുന്ന സ്ഥലം, അന്ന് മലബാറും മദ്രാസിന്റെ കീഴിലായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ്. ആ സമയത്ത് സ്വാതന്ത്ര്യം ലഭിച്ച ഉടനെ, എനിക്ക് 1948 അവര് വയനാട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ മൂത്ത സഹോദരി ഒരു കൈക്കുഞ്ഞായിട്ട് അവർ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ മൂത്ത സഹോദരിയും ഞാനും തമ്മിൽ 20 വർഷത്തിന്റെ വ്യത്യാസമുണ്ട്. അപ്പൊ ഞാൻ ജനിച്ചതും വളർന്നും ഒക്കെ കേരളത്തിൽ തന്നെയാണ്. എനിക്ക് തമിഴൊന്നും അറിയത്തില്ല. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബം എല്ലാം അവിടെ വന്ന് സെറ്റിലായി തീരുകയാണ് ചെയ്തത്. ഞാൻ എൻ്റെ കുടുംബത്തിലെ 7 കുഞ്ഞുങ്ങളില് 6ാമത്തെ കുഞ്ഞായിട്ടാണ് ഞാൻ ജനിച്ചത്. എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ അമ്മ നഷ്ടപ്പെടാനിടയായി. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഭാരത്തിന് ഞങ്ങളുടെ കുടുംബത്തിലൊരു വിളക്ക് കെട്ടുപോകുന്ന പോലുള്ള ഒരു അനുഭവമായിരുന്നു. ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ചത്. CSI ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ പിതാവ്, നമുക്കൊക്കെ അറിയാം, മിലിറ്ററി നിന്നൊക്കെ വരുന്ന സമയത്ത് അവരൊക്കെ നല്ല മദ്യപാനം അതുപോലുള്ള കാര്യങ്ങളിലെല്ലാം വ്യാപൃതര്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് പരിചിതമായിരുന്നു. അത് അവരുടെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമായിരുന്നു. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ അവിടെ കൃഷിയുമായിട്ടുള്ള ബന്ധത്തിലുള്ള അങ്ങനെയുള്ള ഒരു ജീവിതമാണ് അവിടെ നയിക്കപ്പെട്ടിരുന്നത്. അപ്പം നമ്മുടെ ചെറുപ്പത്തില് അമ്മ നഷ്ടപ്പെടുകയും അതുപോലെ വളരെ പ്രതികൂലത്തിൻ്റെതായിരിക്കുന്ന ഒരു അവസ്ഥ ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നു വന്നു. ഞങ്ങൾ കുഞ്ഞുങ്ങളൊന്നും വേണ്ടുവണ്ണം സ്നേഹവും ഉള്ള ഒരു കുടുംബത്തിന്റെ നല്ലൊരു കുടുംബാന്തരീക്ഷത്തിലല്ല ഞങ്ങൾ ജീവിച്ച് വളരുന്നത്. ഞങ്ങളുടെ ഓർമ്മ വെച്ച സമയം മുതൽ ഞങ്ങൾക്ക് പലതരത്തിലുള്ള സ്നേഹമില്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ കഴിയില്ല. അതുപോലെയായിരുന്നു. വലിയ കുടുംബമാണ്, ആർക്കും ആരെയും ശ്രദ്ധിക്കാൻ നേരമില്ല, അമ്മയില്ല, മറ്റാരും ശ്രദ്ധിക്കപ്പെടത്തക്കൊണ്ടോ യാതൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പഠന കാര്യത്തിലെല്ലാം വളരെ ഒരു വിധത്തിൽ വീക്കായിരുന്നു. ഞാൻ ആ പഠനത്തിൽ ശ്രദ്ധയില്ലാതെയായിട്ട്, ബുദ്ധി ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല, ചെറുപ്പത്തില് ഒരുവിധമൊക്കെ ഞാൻ പഠിക്കാനൊക്കെ മോശമില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് അതിൽ ശ്രദ്ധ കൊടുക്കാനോ എന്നെ വേണ്ടുവണ്ണം നയിക്കാനൊന്നും ഉള്ള ആരും ഇല്ലായിരുന്നു. നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് കഴിവുണ്ടായിരുന്നു, നമ്മൾ അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷെ അങ്ങനെ ഇല്ലാത്ത ഒരവസ്ഥയിലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ വളർന്നു വരുന്ന സമയത്ത് ഞാൻ ചെറു പ്രായത്തില് യേശുവിനെ പറ്റി അറിഞ്ഞിരുന്നു. ദൈവസ്നേഹം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ വളർന്ന് വന്ന സമയത്ത് പശ്ചാത്തലം അനുസരിച്ച് ഞാൻ ലോക സ്നേഹിയായി തീരാനിടയായി. ഞാൻ പറഞ്ഞു വരികയാണെങ്കിൽ ഏകദേശം
ഞാൻ 1967 ഞാൻ ജനിച്ചത്. അപ്പൊ അതിനുശേഷം 75 എൻ്റെ അമ്മ മരിച്ചുപോയി. അതിനുശേഷം ആ സമയത്ത് ഞാൻ 3-ാം ക്ലാസ്സിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ തുടർന്നുള്ള സമയത്ത് എൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം കടന്നു വരാനിടയായി. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ കുടുംബത്തിൽ ആർക്കും പഠനത്തിൽ മുന്നേറാൻ കഴിയാതെ, ഒരു സഹോദരി ഒഴിച്ച് ബാക്കി ആരും പഠനത്തിലൊന്നും മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. എല്ലാവരും 10-ാം ക്ലാസ് പാസ്സായി, അല്ലെങ്കിൽ 10-ാം ക്ലാസ് വരെ പഠിച്ചു, അങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റും. അതുപോലെ ഞാനും പഠനത്തിൽ വളരെ മോശമായിരുന്നുകൊണ്ട് 10-ാം ക്ലാസ് വരെ എനിക്ക് പഠിക്കാൻ ഒത്തുള്ളൂ. ഞാൻ 10-ാം ക്ലാസ്സിൽ തോറ്റ സമയത്ത് വീണ്ടും ട്രൈ ചെയ്തെങ്കിലും വീണ്ടും തോറ്റു. ആ സമയത്ത് എൻ്റെ പിതാവ് വളരെ സന്തോഷവാനായിട്ട് എന്നെ പറയാനിടയായത്, ഇനിയിപ്പം നമുക്ക് കോളേജിലൊന്നും അയക്കണ്ടല്ലോ. അന്ന് പ്രീ ഡിഗ്രി എന്ന് പറയുമ്പോൾ കോളേജിലായിരുന്നു. അപ്പം ഇനി പ്രീ ഡിഗ്രിക്കൊന്നും അയക്കണ്ടല്ലോ, ഇനിയിപ്പം പറമ്പിൽ വല്ല ജോലി എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഞാൻ ആ സമയത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. എൻ്റെ ചെറുപ്പം മുതൽ എൻ്റെ പിതാവ് എന്നെ വളരെ കഠിനമായിട്ട് അധ്വാനിപ്പാനായിട്ട് എന്നെ പഠിപ്പിക്കാൻ ഇടയായി. ആ ചെറു സമയത്ത് എനിക്കത് മനസ്സിലായില്ലായിരുന്നു. ഒരു ഭയങ്കരമായിട്ട് അധ്വാനിക്കും, മറ്റുള്ളവർ നോക്കി നിൽക്കുകയോ ഇത്രയൊക്കെ കൊച്ചിന് കഷ്ടപ്പെടുത്തുന്നു എന്ന് പറയത്തക്കവണ്ണമുള്ള വളരെ കഠിനമായിരിക്കുന്ന വേലകളെല്ലാം ചെയ്യാനായിട്ട് നിർബന്ധിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഈ സമയത്ത് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ തുടർന്നുള്ള സമയത്ത് എനിക്ക് മനസ്സിലായി, അന്ന് ഞാൻ ഒരു കഠിനാധ്വാനിയായി തീർന്നത് എൻ്റെ തുടർന്നുള്ള ജീവിതത്തിലെല്ലാം എനിക്ക് വളരെ പ്രയോജനപ്പെട്ടു. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് എനിക്ക് നല്ലൊരു ട്രെയിനറായിട്ട് എൻ്റെ പിതാവ് എന്നെ സഹായിച്ചിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ തുടർന്നുള്ള ജീവിതത്തിൽ വളരെ പ്രശ്നങ്ങളുടെയും പ്രയാസത്തിന്റെ മധ്യത്തിലെല്ലാം ഒന്നും തളർന്നു പോകാൻ നിൽക്കാൻ തക്കവണ്ണം എനിക്കിടയായത് എൻ്റെ പിതാവിൻ്റെ ആ ഒരു കാര്യം. ഏത് വിധത്തിലാണെങ്കിലും അതെനിക്ക് വളരെ സഹായത്തിന് കാരണം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമുക്ക് വരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മളെ തളർത്ത് കളയുകയില്ല, അത് നമ്മെ പണിയുന്നതായിരിക്കും. നമുക്കിപ്പം മനസ്സിലായില്ലെങ്കിലും വരുന്ന ദിവസങ്ങളിൽ നമുക്കത് മനസ്സിലാക്കാം. അത് നമുക്കൊരു വലിയൊരു ഒരു ധനമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. എനിക്ക് അത് തുടർന്നുള്ള സമയത്താണ് എനിക്ക് ഈ കാര്യം എല്ലാം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു, ഞാൻ എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ പഠിക്കാൻ വലിയ മിടുക്കനൊന്നും അല്ലായിരുന്നു. എന്നാൽ ഏകദേശം 84-88 വർഷങ്ങളിൽ എന്ന് പറഞ്ഞാൽ 1984 മുതൽ ഉള്ള വർഷങ്ങളിൽ ഞാൻ കൃഷിപ്പണിയുമായിട്ട് വളരെ കൃഷിയുമായിട്ട് ചേർന്നിരുന്നു 88 വരെയുള്ള സമയത്ത്. അപ്പോൾ ഞാൻ അവിടെ വയനാട്ടിൽ തന്നെ, എനിക്ക് ആ വയനാട്ടിൽ നിന്ന് താഴേക്ക് യാതൊരു സ്ഥലവും ഒന്നും എനിക്കറിയില്ല, ലോകത്തെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ന്യൂസ് പേപ്പറൊക്കെ വല്ലപ്പോഴൊക്കെ വായിക്കും, പക്ഷെ അതുകൊണ്ടുള്ള ഒരു അറിവ് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ട് ഞാൻ പോയിട്ടോ വെളിയിലേക്കൊന്നും ഇറങ്ങാനുള്ള യാതൊരു ചാൻസും ഇല്ലായിരുന്നു. എന്നാൽ ഈ 88 കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നി എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി. എനിക്കിങ്ങനെ തോന്നി, അദ്ദേഹം ദുരുപയോഗപ്പെടുത്തുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ഒരുപാട് ജോലി ചെയ്യുക, അപ്പൊ എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് എന്നെ മാക്സിമം എന്നെ ഉപയോഗിക്കാനുള്ള ഇതാണ്. അതല്ലാതെ എനിക്ക് രോഗം വരുമ്പോഴേ എന്നെ കുറിച്ച് ശ്രദ്ധയില്ല എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ദൂരെ വിട്ടുപോവുക, ഏകദേശം 1.5 മാസത്തോളം കൂലി വേല ചെയ്ത് ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു അവസരം എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്ത് എൻ്റെ വീട്ടിൽ ജോലി ചെയ്യാൻ ആരും ഇല്ലാതിരുന്ന സമയത്ത് എൻ്റെ പിതാവ് 2 പേരെ, എൻ്റെ സ്ഥാനത്ത് 2 പേരെ കൂലിക്കാരെ വെച്ചിട്ട് എൻ്റെ വീട്ടിൽ പണിയെടുപ്പിക്കും, പറമ്പിൽ പണിയെടുപ്പിക്കുന്ന സമയത്ത് ഞാൻ 15 രൂപയ്ക്ക് ഞാൻ കൂലി വേലയ്ക്ക് വേണ്ടി വെളിയിൽ പോയിട്ട് ഒരുപാട്, വീട്ടിൽ നിന്നൊക്കെ ഒരുപാട് ദൂരെ വയനാട്ടിൽ തന്നെ ഞാൻ കൂലിവേല ചെയ്യുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ കൂലിവേലക്കാരായിരിക്കും, അവർക്ക് കൊടുക്കുന്ന 20 രൂപയാണ്, ഒരാൾക്ക് 20 രൂപ. അപ്പൊ ഞാൻ 15 രൂപയ്ക്കാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. എന്താന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം പുറകെ ഞാൻ വിചാരിക്കുന്നത് എനിക്ക് സ്നേഹം ഇല്ലെന്നുള്ള ആ ചിന്തയിലായിരുന്നു. അതിനുശേഷം ഞാൻ വിചാരിച്ചു, ഇനി ഇതൊന്നും നോക്കത്തില്ല, ഈ കൂലിവേലയും മറ്റ് അധ്വാനവും ഈ കൃഷിപ്പണിയുമായിട്ടുള്ള ബന്ധത്തിൽ. അപ്പൊ എനിക്ക് എന്തെങ്കിലും വേണം എന്നുള്ള ചിന്തയിൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് എനിക്ക് പോകാനും അതുപോലെ തന്നെ അവിടെ ചെന്ന് ഡ്രൈവിംഗ് അതുപോലെ
ആ സമയത്ത് റേഡിയോയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ റേഡിയോ എല്ലായിടത്തും റേഡിയോ ഉണ്ട്. അപ്പൊ റേഡിയോ മെക്കാനിസം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഞാൻ മനസ്സ് കൊടുത്ത് എങ്ങനെങ്കിലും റേഡിയോ മെക്കാനിസം പഠിക്കണം, അതുപോലെ തന്നെ ഡ്രൈവിംഗ് പഠിച്ച് ഡ്രൈവറായി തീരണം, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നല്ല രീതിയിൽ ജീവിക്കണം, നല്ല പണം സമ്പാദിക്കണം, ഒരു വിധത്തിലും മറ്റുള്ളവരുടെ മുമ്പിൽ മാന്യമായിട്ട് ജീവിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വഴി കണ്ടെത്തണം എന്നുള്ള ചിന്തയിലാവും അങ്ങനെ ചെയ്തു. ഈ സമയത്ത് എൻ്റെ അനിയത്തി, എൻ്റെ സഹോദരി, എൻ്റെ ചെറിയ സഹോദരി ഏകദേശം 3 വർഷത്തോളം ഈ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ ഒരു സ്ഥലത്ത് ഒരു ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്നു. അത് 10ാം ക്ലാസ്സിന് ശേഷം ഒരു ഈ എംബ്രോയിഡറി, സ്റ്റിച്ചിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ 3 വർഷത്തോളം ട്രെയിനിങ് ചെയ്ത് അതിനുശേഷം സർട്ടിഫിക്കറ്റുമായിട്ട് ഒരു മടങ്ങി വരുന്ന സമയത്താണ് ഞാൻ വീട് വിട്ട് പോകുന്നത്. അപ്പൊ ഈ മടങ്ങി വന്ന സഹോദരിക്ക് എൻ്റെ മറ്റൊരു സഹോദരി നല്ലൊരു ജോലിയൊക്കെ തരപ്പെടുത്തി കൊടുത്തിരുന്നു. പക്ഷെ ആ ജോലി തരപ്പെടുത്തി കൊടുക്കുന്നതിന് മുമ്പായിട്ട് ചില സംഭവങ്ങൾ നടന്നു. അതിലൊന്നായിരുന്നു എൻ്റെ സഹോദരിക്ക് വളരെ പ്രശ്നങ്ങൾ സ്വന്തം വീട്ടിൽ വെച്ചിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഞാൻ ആ പ്രശ്നങ്ങളൊന്നും ഞാൻ വിവരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞാൽ എൻ്റെ ചെറുപ്പം മുതൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിച്ചിരുന്നു. എൻ്റെ സഹോദരിമാരെല്ലാവരും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. എനിക്കും അതുപോലെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സഹോദരിക്ക് ഇതുപോലെ അനുഭവിക്കേണ്ടി വന്നപ്പോൾ അവിടെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയാനിടയായി. അന്ന് ലെറ്റർ മുഖാന്തരമാണ് നമ്മള് കോൺവെർസേഷനൊക്കെ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് അതിന് പറഞ്ഞു, എനിക്ക് നീ രക്ഷപ്പെട്ടു, പക്ഷെ ഞാനിവിടെ ഇങ്ങനെയായി, ഞാൻ വളരെ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഒക്കെ ശരിയായിക്കോളും, ദൈവം സഹായിക്കും എന്നെല്ലാം പറഞ്ഞ് ഞാൻ ഇങ്ങനെ എഴുതുമായിരുന്നു. പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഒരു ദിവസം എനിക്ക് ഒരു കമ്പി സന്ദേശം ലഭിക്കാനിടയായി. എൻ്റെ സഹോദരി സീരിയസ് ആണ്, പെട്ടെന്ന് വരണം. എൻ്റെ മൂത്ത സഹോദരി തിരുവനന്തപുരത്തായിരുന്നു, ഇപ്പോഴും അവിടെയാണുള്ളത്. അവരുടെ കുടുംബത്തോട് ഒരുമിച്ചായിരുന്നു ഞാൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ കുടുംബമായിട്ട്, ഈ സഹോദരിയും കുടുംബമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിന്ന് ബസ്സിൽ യാത്ര ചെയ്ത് ഈ വയനാട്ടിലെത്തുന്ന സമയത്ത്, സുൽത്താൻ ബത്തേരി എത്തുന്ന സമയത്ത് എൻ്റെ സഹോദരി, ആ സമയത്താണ് ഞങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാകുന്നത് സഹോദരി മരണപ്പെട്ടു. അവര് സൂയിസൈഡ് ചെയ്യായിരുന്നു ചെയ്ത്. അവരെ അടക്കി കഴിഞ്ഞിട്ട് തിരിച്ച് വരുമായിരിക്കും, അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഒരല്പസമയം വെയിറ്റ് ചെയ്ത സമയത്ത് അവർ പോയി അടക്കം കഴിഞ്ഞ് തിരിച്ചു വരുന്നതായിട്ടാണ് കണ്ടത്. ഇതുപോലെ വളരെ ദുഃഖകരമായിരിക്കുന്ന ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ നടക്കാൻ, ആ ഡെഡ് ബോഡി പോലും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതിനുശേഷം എൻ്റെ ഒരു കുഞ്ഞനിയൻ എന്ന് പറഞ്ഞാൽ എൻ്റെ സെക്കൻഡ് മദർ ഉണ്ടായിരുന്നു, അവരുടെ ഒരു മോൻ, അവനും ഇതുപോലെ സൂയിസൈഡ് ചെയ്യാനിടയായി. അവന്റെ ഡെഡ് ബോഡി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുപോലെ എൻ്റെ ഫാദർ അതിനുശേഷം മരണപ്പെട്ടു. 95 എൻ്റെ പിതാവ് മരിക്കുന്നു. ആ സമയത്ത് എൻ്റെ പിതാവിൻ്റെയും ഡെഡ് ബോഡി എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ എങ്കിലും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന, അവർ ജീവനുള്ളവരെ ആയിട്ട് കാണാനിടയായി. അതുകൊണ്ട് ജീവനുള്ളവരുടെ ഒരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. ആ മരിച്ച് കിടക്കുന്ന ആ ഒരു ഓർമ്മ എനിക്കില്ല. പക്ഷെ എങ്കിലും ഈ സൗരിയുടെ സമയത്ത് എനിക്ക് ഇപ്രകാരം ഒരു അനുഭവം ഉണ്ടായപ്പോൾ എൻ്റെ മനസാക്ഷി എന്നെ കുറ്റപ്പെടുത്തി, നിന്റെ സ്വാർത്ഥതയാണ് സൗരിയുടെ മരണത്തിനാണ്. വാസ്തവമായിട്ട് അങ്ങനെ തന്നെയായിരുന്നു. കാരണം അന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ തിരിച്ചു പോയിരുന്നെങ്കിൽ, എൻ്റെ സൗരിയെ ഒന്ന് സംരക്ഷിക്കാനായിട്ട് ഞാൻ തിരിച്ച് വയനാട്ടിലേക്ക് പോയിരുന്നെങ്കിൽ എനിക്ക് ആ സൗരിക്ക് ഇതുപോലെ വരത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ തിരിച്ചു പോയിരുന്നെങ്കിൽ അന്ന് ഞാൻ ഉദ്ദേശിച്ച ഭാവിയും അന്ന് ഞാൻ ഭാവന കണ്ടിരുന്ന ആ ഒരു ജീവിതമൊന്നും എനിക്ക് കിട്ടത്തില്ലായിരുന്നു. കിട്ടിയിട്ടുമില്ല, അത് വേറെ കാര്യം. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ വരാതിരുന്നതും. അതുപോലെ എൻ്റെ സൗരി ഇപ്രകാരം സംഭവിച്ചു. അത് എനിക്ക് വളരെ ഒരു കുറ്റബോധത്തിന് കാരണമായി തീർന്നു. ഞാൻ കാരണമാണ് സൗരി മരിച്ചത്. ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ, അവളൊന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു തുരുമ്പ് അന്വേഷിച്ച സമയത്ത് ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവൾ രക്ഷപ്പെട്ടേനെയായിരുന്നു എന്നുള്ള ഒരു കുറ്റബോധം ഇന്നും എനിക്കത് ചില സമയത്തൊക്കെ എനിക്കത് എൻ്റെ മനസ്സിൽ അതൊരു വേദനയായിട്ട് ഇന്നും തീർന്നിട്ടുണ്ട്. പക്ഷെ അതെനിക്ക് എനിക്ക് സഹിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വേദനയായിരുന്നു. ഈ സമയത്ത് വയനാട്ടിലേക്ക് തിരിച്ചു വന്ന സമയത്ത് എനിക്കിങ്ങനെ വളരെ
ഭാരത്തിൽ എനിക്ക് തിരുവനന്തപുരം എനിക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞില്ല. ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുത്ത് ഞാൻ തിരിച്ച് ഇവിടെ കടന്നു വരാനിടയായി. എനിക്ക് പിന്നെ അതിനുശേഷം ഞങ്ങളുടെ ലാൻഡും ഞങ്ങളുടെ പ്രോപ്പർട്ടിയൊക്കെ അതൊരു ഡിവിഷനൊക്കെ നടന്നു. എൻ്റെ പിതാവ് മറ്റൊരു സ്ഥലത്തേക്ക് ചീരാൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവരവിടെ വീട് കെട്ടി അങ്ങോട്ട് മാറാനിടയായി. ഞാനും എൻ്റെ ജ്യേഷ്ഠനും ഞങ്ങൾ കുടുംബത്തിലെ തനിച്ചായി. ഈ സമയത്ത് ഞാൻ അവിടെ വളരെ ഭാരത്തിലും ദുഃഖത്തിലുമായി. ഈ സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു കാര്യം, അതുവരെ എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നടിഞ്ഞ് ഇനി എനിക്ക് എന്തിന് ജീവിക്കണം എന്നുള്ള ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ലായിരുന്നു. അത് ഞാൻ ഒത്തിരി അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പൊ എനിക്ക് ഇച്ചിരി ഒരു സമാധാനത്തിന് വേണ്ടി ബത്തേരിക്കടുത്ത്, വയനാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം, ബത്തേരിക്കടുത്ത് പുത്തൻകുന്ന് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ഒരു CSI സെമിട്രി ഉണ്ട്. ഞാൻ അവിടെ സൈക്കിളുമായിട്ട് ഞാൻ അവിടെ പോയിട്ട് അവിടെ സൈക്കിൾ വെച്ചിട്ട് ഞാൻ അവിടെ പോയി ആ കല്ലറയ്ക്ക് അവിടെ പോയിരുന്നു ഒരു 2-3 മണിക്കൂറോളം ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ അവിടെ അമ്മയെ കുറിച്ച് ഓർക്കും, സൗകര്യയെ കുറിച്ച് ഓർക്കും. അതുപോലെ തന്നെ ഒത്തിരി ശവക്കല്ലറുകളുണ്ട്, അവരോടൊക്കെ ചോദിക്കുകയല്ല, പക്ഷെ അവരെ കുറിച്ചൊക്കെ മനസ്സിലാക്കും. ഇവർ എത്ര വർഷം ജീവിച്ചു, എത്ര കാലം, എത്ര വയസ്സിലാണ് മരിച്ചത്, എത്ര വർഷം അവരുടെ ആയുസ്സുണ്ടായിരുന്നു. ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളെല്ലാം എന്നെ വളരെ വ്യാകുലപ്പെടുത്തുന്നതായ ചില കാര്യങ്ങളെല്ലാം കടന്നു. ഒരു പ്രത്യേക ചോദ്യം എനിക്കുണ്ടായത്, ഇങ്ങനെ എന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാം മരിക്കും, പിന്നെ എന്തിനാ ജീവിക്കുന്നത്? വൈ വി നീഡ് ടു ലിവ്? നമ്മൾ എന്തിനാ ജീവിക്കുക? എന്തിനു വേണ്ടി ജീവിക്കണം? ഇന്നലെ നാളെ നമ്മൾ മരിക്കണം. എന്റെ സൗകര്യം മരിച്ചു, അവരെ കല്ലറയെ പുറത്ത് ആത്മഹത്യ ചെയ്യുന്നവരെയൊക്കെ പുറത്താണ് അവരെ കൊണ്ട് അടക്കുന്നത്. എൻ്റെ അമ്മ അവരുടെ പഴയ കല്ലറയുണ്ട്. അപ്പം ഇതെല്ലാം കണ്ടിട്ട് മനുഷ്യൻ എന്തിനാ പിന്നെ ജീവിക്കുന്നത്? നമ്മൾക്ക് നാളെ മരിക്കണം. ഈ ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ലായിരുന്നു. പക്ഷേ ദൈവവചനത്തിൽ ഒരു കാര്യമുണ്ട്, ഒരു ജ്ഞാനമുണ്ട്. ആ ജ്ഞാനം നമുക്ക് ഈ ഇയ്യോബിന്റെ പുസ്തകത്തില് ഇങ്ങനെ ഒരു ചോദ്യമുണ്ട്, ജ്ഞാനം എവിടെ നിന്ന് കിട്ടും? നമുക്ക് സ്വർണത്തിന് ഒരു ഉത്ഭവസ്ഥാനമുണ്ട്, പല വിലയേറിയ കല്ലുകൾക്കും ഇതിനെല്ലാം ഉത്ഭവസ്ഥാനമുണ്ട്. അപ്പം പക്ഷെ ജ്ഞാനം എവിടെ നിന്ന് കിട്ടുന്നു? പക്ഷെ ഈ ജ്ഞാനത്തെ കുറിച്ച് പറയുന്ന ലോകപരമായിരിക്കുന്ന ജ്ഞാനമല്ല, ദൈവിക ജ്ഞാനമാണ്. അപ്പൊ എനിക്ക് ഈ ദൈവിക ജ്ഞാനം ലഭിച്ചത് വാസ്തവത്തിൽ ആ കല്ലറയിൽ വെച്ചിട്ടാണ്. ഞാൻ അവിടെ മിക്കവാറും ദിവസങ്ങൾ അവിടെ പോയി കിടക്കും. എനിക്ക് ഇച്ചിരി ഒരു സമാധാനം കിട്ടി കഴിയുമ്പോൾ ചില കല്ലറയുടെ പുറത്തായിരിക്കും കിടക്കുക. ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് വെളിവില്ല, അതിന് എന്തോ ആയിപ്പോയി എന്നൊക്കെ പറയും. അങ്ങനെ പോയി കിടന്ന് ഇച്ചിരി ഒരു സമാധാനം കിട്ടി തിരിച്ചു വരും. അന്ന് എനിക്ക് മനസ്സിലായി, എനിക്ക് ഈ ലോകത്തിൽ ജീവിക്കണ്ട, മരിക്കാനായിട്ട് ആഗ്രഹിച്ചു, പക്ഷെ മരിക്കാനുള്ള ഒരു തൻ്റെ ഇടമാണില്ലായിരുന്നു എൻ്റെ സൗകര്യം പോലെ. അപ്പം ഇങ്ങനെ ഞാൻ ജീവിച്ചു വരുന്ന സമയത്ത്, ഇങ്ങനെ ആയിരുന്ന സമയത്ത് ഒരിക്കൽ ഞാൻ CSIയിൽ അന്ന് ഒരു ഉപദേശി ഉണ്ടായിരുന്നു. ആ ഉപദേശിയോട് ഒരുമിച്ച് ഞാൻ ഒരു ചിന്നമ്മ തോമസ് എന്ന് പറയുന്ന ഒരു സൗകര്യം, അവരൊരു ബൈബിൾ സ്കൂളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. അവരെ കാണാനായിട്ട് പോകും. അപ്പൊ ഇതൊരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇവര് മരിക്കാനായി കിടന്ന് അവർ ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു ഇവര് ജീവിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെ കാണാനായിട്ട് പോയ സമയത്ത് ഈ ഉപദേശിയുമായിട്ട്, CSIയിൽ ഉപദേശിയ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബൈക്കിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവര് മരിക്കാനായി കിടക്കുന്നു പോകുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നമ്മൾ ഇച്ചിരി ഇവര് നാളെ എന്ത് സംഭവിക്കും, വളരെ ദുഃഖത്തിലും പ്രയാസത്തിലും പോകുമ്പോൾ അവര് ചിരിച്ചോണ്ട് ഞങ്ങളുടെ സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം പറഞ്ഞു, അവന് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ വെച്ചോട്ടെ, അല്ലെങ്കിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ എടുത്തോട്ടെ എന്ന്, ഞാൻ ഇതുവരെ അവന്റെ വേല ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിച്ചു കഴിഞ്ഞ സമയത്ത് എനിക്കത് ദഹിക്കാൻ കഴിയാത്ത ഒരു ഇതായിപ്പോ. അങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു? ഒരു ദർശനത്തെ കുറിച്ച് പറഞ്ഞു, ഒരു കൊഫിൻ ബോക്സ് തന്റെ മുമ്പിൽ കടന്നു വരുന്നതും അത് മാറിപ്പോകുന്നതായിട്ടുള്ള ഒരു സ്വപ്നം കഴിഞ്ഞ ദിവസം കണ്ടതും, തന്റെ കൂടെ തന്നെ സൂക്ഷിക്കാൻ ഇരുന്ന ആ ബൈബിൾ സ്കൂളിൽ തന്നെ ഒരു സൗകര്യം, അമ്മച്ചി മരിച്ചുപോയെന്ന് പറഞ്ഞിട്ട് രാത്രി കരഞ്ഞതും, നീ എന്തിനാടി കരയുന്ന കൊച്ചെ, അത് അങ്ങ് മാറിപ്പോലെ, നീ ഇനിയിപ്പോ എന്തിനാ കരയുന്നത് എന്ന് പറഞ്ഞിട്ട് അവര് ഇതിനെക്കുറിച്ചൊക്കെ അങ്ങ് വിവരിച്ച്, തലേദിവസം പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അവരിങ്ങനെ വിവരിച്ച് വളരെ പ്രത്യാശയോടെയും സന്തോഷത്തോടെയും അവർ പറഞ്ഞ്, ചാവുകയാണെങ്കിൽ ദൈവസ്ഥനെ പോലെ നമുക്കെന്താ ചെയ്യുന്നു, ദൈവത്തിന് ഇഷ്ടമുണ്ട് എന്നെ വെച്ചോട്ടെ. അവരുടെ ആ ഒരു കോൺഫിഡൻസ് അതെന്നെ വളരെ എൻ്റെ ഹൃദയത്തെ ഒന്ന് പിടിച്ചു കുലുക്കിയ ഒരു സംഭവമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇതുപോലെ ഒരു കോൺഫിഡൻസ് എനിക്കില്ലല്ലോ. അപ്പം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു. അതിനുശേഷം ഞാൻ എൻ്റെ മൂത്ത സഹോദരി, ഞാൻ പറഞ്ഞില്ല 20 വയസ്സിന്റെ എൻ്റെ മൂത്തതാണ്. ഇന്ന് എനിക്ക് ഒന്ന് 77 വയസ്സുണ്ട്. അവര് പൂമല എന്ന് പറയുന്ന സ്ഥലത്താണ് താമസം. അപ്പൊ അവരുടെ പേര് ലൂയിസ മംഗളം എന്നാണ്.
അപ്പൊ നമ്മൾക്ക് ഈ പേര് നിങ്ങൾക്ക് ഒരുപക്ഷെ വളരെ വിചിത്രമായിട്ട് തോന്നാം. ഇത് തമിഴിലെ പേരാ. അവര് ജനിച്ചും വളർന്നെല്ലാം തമിഴ്നാട്ടിലാണ്. അപ്പൊ അതുകൊണ്ട് എന്റെയും പേര് യേശുദാസ് എന്നാണ്. എന്റെ ഇവിടെ കോമൺ ആയിട്ടുള്ള ഒരു പേരല്ല, ഒരു ചെറിയൊരു വ്യത്യാസമുള്ള ഒരു പേരാണ്. പക്ഷെ എനിവേ, ലൂയിസ് ആ മംഗളം എന്ന് പറയുന്ന അവര് തമിഴ്നാട്ടിൽ നിന്ന് എനിക്കൊന്ന് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്തെങ്ങാണ്ടാണ് അവരുടെ ആ ജനനം നടന്നതും അതിനുശേഷം പിന്നെ അങ്ങോട്ട് കടന്നു വന്നതൊക്കെ. അപ്പൊ ഇവരുമായിട്ട് ഞാൻ ഒരിക്കലും ഒരു കോൺവെർസേഷൻ നടത്തി. അപ്പൊ ഞാൻ അവിടെ വരെ പോയി സംസാരിച്ച സമയത്ത് ഞാൻ ഇവരോട് പറഞ്ഞു, നമ്മുടെ സഭയിൽ ഒത്തിരി പേരൊക്കെ സഭയൊക്കെ വിട്ടുപോയല്ലോ. അപ്പം പറഞ്ഞു, അപ്പൊ ഇവരുമായിട്ട് സംസാരിച്ച സമയത്ത് എന്റെ സൗകര്യം ഇങ്ങനെ പറയാൻ ഇടയായി, ഇവരെയൊക്കെ എന്തിനാ നമ്മൾ ഈ സഭയൊക്കെ എന്തിനാ മുടക്കുന്നത്, സ്നാനപ്പെടുന്ന എന്താ തെറ്റാണ്? ഇവരൊരു ചോദ്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു, അത് തീർച്ചയായിട്ടും തെറ്റാണ്. നമുക്ക് സഭയിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ സഭയുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം മനസ്സിലാക്കിയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അനുസരിച്ച് നിയമം അനുസരിച്ചൊക്കെ ജീവിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഇവർ ഒരു ചോദ്യം ചോദിച്ചു. അതെന്റെ ഉള്ളിൽ വളരെ തറയ്ക്കാനിടയായി. സ്നാനപ്പെടുന്നത് തെറ്റാണോ, പാപമാണോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു. സ്നാനപ്പെടുന്നത് പാപമാണ്. ഞാൻ പറഞ്ഞു, പാപമൊന്നുമല്ല, പക്ഷെ തെറ്റൊക്കെയാണ് അത്. പിന്നെ എൻ്റെ ഉള്ളിൽ അതൊരു യുദ്ധമായിട്ട് തീർന്നു. അന്ന് ഞാൻ സുൽത്താൻ ബത്തേരി എൻ്റെ അതുവരെ എനിക്ക് നടന്നു വരും. ഒരു ഇച്ചിരി ദൂരെ, ഒരു 5 കിലോമീറ്ററോളം ഏകദേശം ദൂരമാണ്, 5-6 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ ഇത്രയും ദൂരം നടന്നു വരുന്ന സമയത്ത് ആ വഴിയിൽ വെച്ച് എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് ഹേമിക്കാൻ തുടങ്ങി. ഈ സ്നാനപ്പെടുന്ന പാപമാണ്? അല്ല, പാപമൊന്നുമല്ല, തെറ്റാണ്. തെറ്റുമാവാൻ സാധ്യത. പാപം അല്ലെങ്കിൽ പിന്നെ എങ്ങനെ തെറ്റാന്ന്? അപ്പൊ പാപം അല്ല, തെറ്റല്ല, എന്നാ ശരിയാണ്. ഈ ചോദ്യം എൻ്റെ ഉള്ളിൽ വളരെ ഭാരപ്പെടുത്തുന്നതായിട്ട് ഒരു ചോദ്യമായിട്ട് തീരാനിടയായി. അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ വളരെ സ്നാനപ്പെടുന്നത് ശരിയാണോ തെറ്റാണോ, ഇല്ല, അത് സ്നാനപ്പെടുന്നത് ശരിയാണ് എന്നുള്ള ധാരണ എൻ്റെ ഉള്ളിൽ കടന്നു വരാനിടയായി. ഈ സമയത്ത് എനിക്കൊരു അനുഭവം കൂടെ കടന്നു വരാനിടയായി. ഈ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വീട്ടിൽ 2 പേരേ ഉള്ളൂ, ഞാനും എൻ്റെ ജ്യേഷ്ഠനും. എൻ്റെ ജ്യേഷ്ഠന് എന്നെക്കാട്ടിലും ഒരു 3 വയസ്സ് പ്രായം കൂടുതലുണ്ട്. ഈ സമയത്ത് എൻ്റെ ഈ മൂത്ത സഹോദരിയുടെ ഭർത്താവ് അവരൊരു CSIയിൽ ഉപദേശിയാണ്. അപ്പൊ ഈ CSIയിൽ ഉപദേശി ഇദ്ദേഹം പറഞ്ഞു, എടാ മോനെ, നിങ്ങളൊക്കെ ഈ 2 ചെറുക്കന്മാരായിട്ട് നിൽക്കുന്ന, അപ്പൊ നിനക്ക് ഞാനൊരു പെണ്ണ് അന്വേഷിച്ച് നിന്നെ കല്യാണം കഴിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഒരു പ്രൊപ്പോസലുമായിട്ട് വന്നു. എന്നിട്ട് അവിടെ വാക്കും കൊടുത്തു, ഇങ്ങനെ ചെറുക്കനുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. പക്ഷെ എൻ്റെ ജ്യേഷ്ഠൻ പറഞ്ഞു, എനിക്കൊന്നും പറ്റത്തില്ല, ഞാൻ വരത്തില്ല. പുള്ളി അന്ന് ഇച്ചിരി ഒരു ലേശം ഒരു കാടൻ സ്വഭാവമുള്ള, ഒരു മയമില്ലാതെ സംസാരിക്കുന്ന ഒരു സ്വഭാവത്തില് എൻ്റെ ജ്യേഷ്ഠൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒക്കത്തില്ല, ഞാൻ പോകത്തില്ല, എനിക്ക് വരാനൊക്കത്തില്ല. പുള്ളി എന്നെ ഉത്സാഹിപ്പിച്ചു. എനിക്ക് അന്ന് 23 വയസ്സേ ഉള്ളൂ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എടാ നിനക്ക് 27, കല്യാണം കഴിഞ്ഞ് 21 വയസ്സ് പോരെ, നിനക്ക് 23 വയസ്സുണ്ടല്ലോ, മതി, നിന്റെ ചേട്ടൻ കല്യാണം കഴിഞ്ഞ് നീ കല്യാണം കഴിക്കും, വീട്ടിലൊരു പെണ്ണു വേണ്ട, വീട്ടിൽ ആരും ഇല്ലല്ലോ, വീട്ടിലെ ജ്യേഷ്ഠനും അനിയനും 2 പേരും, ഒരാൾ കഞ്ഞി വെക്കുന്നു, ഒരാൾ ചമ്മന്തി അരിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് അന്ന്. അപ്പം പറഞ്ഞു, ആരെങ്കിലും ഒക്കെ വേണ്ടേ, ഒരു കാര്യം ചെയ്യും, നീ കല്യാണം കഴിക്കുക. ആ സമയത്ത് എനിക്കൊരു സംഭവം നടന്നു. രാവിലെ സമയത്ത് നമ്മളെ KP ഓനാന്റെ ആ ഒരു ആത്മീയാത്ര എന്ന് പറയുന്ന ആ ഒരു പ്രസംഗം കേൾക്കായിരുന്നു. അന്ന് പെണ്ണ് കാണാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് രാവിലെ സമയത്ത് ഞാൻ പ്രസംഗം കേൾക്കുകയാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്ന ഇസഹാക്കിന് വേണ്ടി പെണ്ണ് അന്വേഷിക്കാനായിട്ട് എലയാസറിനെ അയക്കുന്നതായിരിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് പുള്ളി പറയുന്നത്. വിവാഹന് പ്രിയ സഹോദരൻ, നിങ്ങളൊരു പെണ്ണ് അന്വേഷിക്കുന്നത് ഏത് തരത്തിലാണ്? സൗന്ദര്യമാണോ നോക്കുന്നത്, വിദ്യാഭ്യാസമാണോ നോക്കുന്നത്, പണമാണോ അന്വേഷിക്കുന്നത്? എന്നാൽ അവര് ദൈവമക്കളായിരിക്കണം, അവള് രക്ഷിക്കപ്പെട്ട ഒരു കുഞ്ഞായിരിക്കണം, ഒരു പൈതല് ചെറുക്കനായ ഒരു പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും രക്ഷിക്കപ്പെട്ട പൈതലായിരിക്കും എന്ന് പറഞ്ഞു. രക്ഷിക്കപ്പെടുക, ഞാൻ രക്ഷിക്കപ്പെട്ടൊന്നും അല്ലായിരുന്നു ആ സമയത്ത്. പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിൽ അങ്ങനെയാണെങ്കിൽ ഞാനും രക്ഷിക്കപ്പെട്ട ഒരു പൈതലിനെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ. പക്ഷെ എനിക്കറിയത്തില്ല ഈ കൊച്ചു രക്ഷിക്കപ്പെട്ടവൻ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് മാനന്തവാടി എന്ന് പറയുന്ന സ്ഥലത്ത് എവിടെയോ ഒരു പെങ്കൊച്ചിനെ, ഒരു പെണ്ണ് കാണാനായിട്ട് പോയി. അത് ഞാൻ രക്ഷിക്കപ്പെടുന്നതിനൊക്കെ വളരെ മുമ്പാണ്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ എൻ്റെ അടുത്ത് ചോദിച്ചു, എടാ പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞു, പെണ്ണിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു നോക്കട്ടെ, ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ നടക്കട്ടെ. ഞാൻ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് നിനക്ക് ഹിതമാണോ? എനിക്കറിയത്തില്ല. പെണ്ണ് രക്ഷിക്കപ്പെട്ടാണ്, ഞാൻ ചോദിച്ചിട്ടുമില്ല, ഞാനും രക്ഷിക്കപ്പെട്ടിട്ടില്ല, അത് വേറൊരു കാര്യം. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചു, പ്രാർത്ഥിച്ചു. 3-ാം ദിവസം എൻ്റെ അടുത്ത് ഒരു വ്യക്തി വന്ന് ചോദിച്ചു, ഇങ്ങനെ പെണ്ണ് കാണാൻ പോയല്ലോ, ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞു, അറിയത്തില്ല, ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ നന്നായി, ഏതായാലും വേണ്ടെന്ന് പറഞ്ഞു. അതൊന്നും ശരിയാവില്ലെന്ന് എന്തോ ഒന്ന് അങ്ങനെ ഒരു നെഗറ്റീവായിരിക്കുന്ന ഒരു വാക്ക് പറഞ്ഞിട്ട് ഇന്ന ആളും കൂടെ പറഞ്ഞു അയാളുടെ സ്വഭാവം എന്തോ ആ വീട്ടുകാർ ശരിയല്ലെന്നോ വ്യക്തി ശരിയല്ലെന്നോ എന്തോ ഒരു കാര്യത്തെ കുറിച്ച് പറഞ്ഞു. ഞാനിതൊരു പോസിറ്റീവായിട്ട് കേട്ടോ, ഏതായാലും ദൈവകൃപയാലാണ് രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു ഇനിയിത് ദൈവഹിതം, ഞാൻ 3 ദിവസം പ്രാർത്ഥിച്ചു, എനിക്കത് ദൈവം ഹിതമല്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ഞാനത് മാറ്റി. എന്നാൽ അതിനുശേഷം ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു. ഞാൻ എന്നെ കുറിച്ച് തന്നെ, എനിക്ക് രക്ഷയെക്കുറിച്ച് ഞാൻ ചിന്തിച്ച സമയത്ത് ഞാൻ പല പ്രാവശ്യം പാസ്റ്റ് ഞാൻ മാനസാന്തരപ്പെട്ടിരുന്നു. ഒരുപക്ഷെ ചില സമയത്ത് ഇതുപോലെ കൂട്ടായ്മയ്ക്കൊക്കെ ഞാൻ ചില സമയത്ത് ചില സ്ഥലങ്ങളിൽ കൺവെൻഷന്, ഞങ്ങൾ CSIക്കാരാണ്, പക്ഷെ ചില സമയത്തൊക്കെ ഞങ്ങളുടെ മാതാപിതാക്കളൊക്കെ അയക്കുമായിരുന്നു, പോയിട്ട് ഇന്നോടത്ത് മീറ്റിംഗ് ഉണ്ട്. അപ്പൊ ഞങ്ങൾ ഉത്സാഹത്തോടെ വചനം കേൾക്കാനായിട്ട് പോകും. ആ സമയത്ത് ആരെങ്കിലും ഉപദേശിമാര് പറയും കൈപൊക്കെന്ന് പറയും, ഞങ്ങൾ കൈപൊക്കും. നിന്നിട്ട് ഏറ്റു പറയുമ്പോൾ ഏറ്റൊക്കെ പറയും. പക്ഷെ തിരിച്ചു പോകുമ്പോൾ അതേപോലെ ഞങ്ങളുടെ സ്വഭാവത്തിനൊന്നും ഒരു വ്യത്യാസം, എൻ്റെ സ്വഭാവത്തിനൊരു വ്യത്യാസം. ഇത് എൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം നടന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് രക്ഷയില്ല? മറ്റുള്ളവരെല്ലാം വിശുദ്ധന്മാര്, ഞാൻ പാപി ആയതുകൊണ്ടായിരിക്കും. ഞാൻ ഒരുപാട് പ്രാവശ്യം എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ മുട്ടുകുത്തി കാപ്പിത്തോട്ടത്തില് മുട്ടുകുത്തിയിരുന്നു, കർത്താവെ എന്നെ രക്ഷിക്കാൻ. പിന്നെ നോക്കും എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തോ ഒരു സമാധാനം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമായിട്ട് എന്താ ഈ രക്ഷയില്ലാത്തത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ പഠിച്ച സമയത്ത് ഞാൻ ദൈവസേന പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്ക് സ്നാനപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ രക്ഷിക്കപ്പെടണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ സഭയിൽ നോക്കുമ്പോൾ ആ രക്ഷിക്കപ്പെട്ടവരായിട്ട് ആരുമില്ല, മദ്യപാനികളും അതും ശരി ഇത് ശരി എന്ന് പറയുന്ന ജീവിക്കുന്ന ആളുകളൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്തായിരിക്കും ശരി. ഈ സമയത്ത് ഞാൻ എൻ്റെ ഉള്ളിൽ വളരെ ഒരു പ്രേരണ ഉണ്ടായി. അവിടെ ഒരു ചെറിയൊരു കൂട്ടായ്മയുണ്ട്. പലപ്പോഴും അവിടുത്തെ പാസ്റ്റർ, എനിക്ക് പരിചയമുള്ള ഒരു പാസ്റ്ററാണ്. വല്ലപ്പോഴൊക്കെ സിനിമയ്ക്കൊക്കെ പോകുന്ന സമയത്ത്, അന്നൊക്കെ സിനിമ ഭ്രാന്ത് കയറിയിരിക്കുന്ന സമയമൊക്കെ ആയിരുന്നു. ഓരോ ദിവസം 2-3 പിക്ചറൊക്കെ കാണുന്ന സമയമൊക്കെ ആയിരുന്നു അതിന് മുമ്പുള്ള സമയം. ഈ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുമ്പുള്ള സമയം ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ആ സമയത്തൊക്കെ ഈ ഉപദേശിയെ പാസ്റ്ററെ ഞാൻ വഴിയിൽ വെച്ച് കാണും. അതുപോലെ ആ സഹോദരാന്നും പറഞ്ഞ് കൈ പിടിക്കാൻ വരുന്ന സമയത്ത് ഞാൻ ഇദ്ദേഹത്തെ കാണുമ്പോൾ ഒരു പേടിയ, എന്തെന്നറിയില്ല, ഉള്ളിൽ ഒരു ഭയങ്കര ഭയമായിരുന്നു. അപ്പം ഞാൻ ഒളിച്ചു മാറാൻ പോകുമ്പോ ഇയാൾ എങ്ങനെയെങ്കിലും കണ്ടു. അപ്പൊ ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിച്ചു. ഞാൻ സിനിമ കാണാൻ പോകുന്നൊക്കെ ആയിരിക്കും. അപ്പൊ ഞാൻ വിചാരിക്കും അയ്യോ ഇയാൾ കണ്ടുപിടിച്ചല്ലോ എന്ന് വിചാരിച്ച് എന്നെ വളരെ ഭാരപ്പെടുകയും ചെയ്യും. അപ്പൊ ഞാൻ ഇദ്ദേഹം പലപ്പോഴും വിളിച്ചിട്ട് ഞാൻ പോകാറില്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ സമയത്ത് വിചാരിച്ചു എനിക്ക് ഈ സഭയിലൊന്ന് പോയാൽ കൊള്ളാം. പക്ഷെ പോകാനുള്ള ഒരു ധൈര്യമില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം, അതുവരെ ഈ ചിന്ത എനിക്ക് വന്നിട്ടില്ല, ഈ ചിന്തിക്കുന്ന സമയം 2 സഹോദരിമാര് വീട്ടിലേക്ക് കടന്നു വരികയും അവർ ഈ സഭയിൽ നിന്നുള്ളവരാണ്, എന്നെ ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ആ സഭയിലേക്ക് കടന്നു പോകുന്നത്. അതിനുശേഷം ഞാൻ ഈ യേശുവിനെ സ്വീകരിക്കാനായിട്ട് വളരെ സന്തോഷത്തോടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ച എല്ലാം ക്ലിയർ ആണ്. ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, ഞാൻ സ്നാനപ്പെടാൻ തയ്യാറാണ്, കർത്താവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരു അവസ്ഥയിലെ ഞാൻ അവിടെ നിൽക്കുന്നത്. അപ്പൊ ആ സമയത്ത് ചില സഹോദരന്മാര് എൻ്റെ അടുത്ത് കടന്നു വരിക, എൻ്റെ ചില പഴയ സഹപാഠികളായിട്ടുള്ള ചില വ്യക്തികളും പുതിയ ആളുകളും അവർ പരിചയപ്പെട്ട ഞങ്ങളൊരു സുവിശേഷ ടീം രൂപീകരിക്കുന്നു. സഹോദരന് വരാൻ നിങ്ങൾക്ക് ഒരു സൈക്കിളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ സൈക്കിളായിട്ടാണ് പോകുന്നത്. ഈ വയനാട്ടിലും അതുപോലെ തന്നെ നീലഗിരി ഡിസ്ട്രിക്ട് അതിനോട് ചേർന്നുള്ള സ്ഥലമാണ് തമിഴ്നാട്ടിലെ. ഇവിടെയൊക്കെ ഞങ്ങൾ പോകുന്നുണ്ട്, നിനക്ക് വരാമെങ്കിൽ ഞങ്ങളുടെ കൂടെ കൂടാമോ എന്ന് ചോദിച്ചാൽ ഈ വളരെ സന്തോഷമായിരുന്നു. അപ്പം ഈ സമയത്ത് ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. എനിക്കൊന്നും ഒരു പ്രാവശ്യമൊക്കെ ഇവരുടെ കൂടെ പോയി കാണും, ട്രാക്ട് കൊടുക്കാനും സുവിശേഷം വിളിച്ചു പറയാനും ഒക്കെ ആയിട്ട് അവർ മൈക്കൊക്കെ കെട്ടി പോകുന്ന സമയത്ത് വളരെ ദൂരെയൊക്കെ സൈക്കിളൊക്കെ ഓടിച്ചൊക്കെ പോകും. അപ്പൊ ഈ സമയത്ത് എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് ദൈവാത്മാവിനെ ഏൽപ്പിച്ചു, നീ ചിലരോടൊക്കെ നിരപ്പ് പ്രാപിക്കാണ്ട് ചെന്ന് ക്ഷമ ചോദിക്കണം. അങ്ങനെ ഞാൻ എൻ്റെ കുടുംബത്തിലെ പ്രത്യേക വ്യക്തികളോട് എനിക്ക് വളരെ കയ്പും വിദ്വേഷവും തമ്മിൽ നല്ലതല്ലാത്ത ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സമയത്ത് എൻ്റെ അടുത്ത് ക്ഷമ ചോദിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഈ സമയത്ത് ഞാൻ ഏകദേശം രാവിലെ വെളുപ്പിന് ഞാൻ തീരുമാനമെടുത്തു പോവും, ഞാൻ ക്ഷമ വയ്ക്കും. കാരണം എനിക്ക് രക്ഷ വേണം. എനിക്ക് ഇതുവരെയും രക്ഷ കിട്ടിയ ഒരു സന്തോഷം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. സന്തോഷമുണ്ട് യേശുവിനെ സ്നേഹിപ്പാനും യേശുവിന്റെ വേല ചെയ്യാനും എല്ലാത്തിനും സന്തോഷമുണ്ട്. ജീവിതത്തിൽ ഒരു സന്തോഷം എന്നിട്ടും കിട്ടുന്നില്ല. രക്ഷിക്കപ്പെട്ടതാണോ, ആയിരിക്കും ഇല്ലായിരിക്കും എന്നുള്ള ഒരു ചിന്തയിലൊക്കെയാണ്. അപ്പം
ഈ സമയത്താണ് ചെന്ന് ക്ഷമ ചോദിക്കാനുള്ള ആ ഒരു ദൈവികമായിരിക്കുന്ന ഒരു എനിക്കൊരു പറയാം, ദൈവം എന്നോട് ആലോചന പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ ഇത് പൂർണ്ണ ഹൃദയത്തോട് ഞാൻ അത് ഏറ്റെടുത്തു. രാവിലെ സമയത്ത് ഒരു 5 മണിക്ക് ഞാൻ സൈക്കിൾ എടുത്തിട്ട് ചീരാലിന്റെ കട്ടയാടുന്ന ചീരാൽ വരെ ഏകദേശം 8-10 കിലോമീറ്റർ ഉണ്ടാവും. ഇത്രയും ദൂരം ഞാൻ അവിടെ യാത്ര ചെയ്ത് അവിടെ ചെന്ന സമയത്ത് ഒരു വീട്ടിലേക്ക് പോകുന്നതിന്റെ ഏകദേശം ഒരു 2 ഫർലോങ് മുമ്പ് എൻ്റെ ഉള്ളിലൊരു ചിന്ത, നീ ചെന്നിട്ട് എങ്ങനെ ക്ഷമ ചോദിക്കും? ചില സമയം കയ്പിന്റെ ചില അനുഭവങ്ങളൊക്കെ ഓർമ്മ, നിനക്ക് ക്ഷമിക്കാനൊക്കെ പോകും. എനിക്ക് ഒക്കത്തില്ല, എന്നാ പിന്നെ തിരിച്ചു പോകും എന്ന് പറഞ്ഞൊരു ചോദ്യം. ഞാൻ വിചാരിച്ചു തിരിച്ചു പോകണോ? ശരി. അപ്പൊ എൻ്റെ ഉള്ളില് നിനക്ക് ചോദിക്കാനുള്ളത്, നിനക്ക് ഗഡ്സ് ഉണ്ടോ? പറഞ്ഞു എനിക്ക് അതിനുള്ള ഗഡ്സ് ഒന്നുമില്ല, എന്നാൽ പിന്നെ തിരിച്ചു പോവാം. അങ്ങനെ ഞാൻ തിരിച്ച് ഏകദേശം ഒരു 100 മീറ്റർ പോയി കാണില്ല, അതിനു മുമ്പ് ഉള്ളിൽ ഒരു ശാന്തമായ ഒരു ശബ്ദം, നിനക്ക് ഇങ്ങനെ ഒരു ജീവിതം മതിയോ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരു ജീവിതം വേണം? ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് രക്ഷിക്കപ്പെട്ട ജീവിതം മതി. പിന്നെ നിനക്ക് ഇതുപോലെ ഒരു ജീവിതം മതിയോ, നിനക്ക് സമാധാനമുള്ള ഒരു ജീവിതം വേണം? കർത്താവ് എനിക്ക് സമാധാനമുള്ള ജീവിതം, ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് വേണ്ട എന്നാൽ തിരിച്ചു പോകും. ഞാൻ അന്ന് ദൈവാത്മാവിന്റെ ആ ശബ്ദത്തിന് ഞാൻ വില കൊടുത്തുകൊണ്ട് ഞാൻ ഇന്ന് ഈ സാക്ഷ്യം പറയാനായിട്ട് ദൈവം എന്നെ ഇതുവരെയും നിലനിർത്തി. അന്ന് ഞാൻ തിരിച്ചു പോയില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം ഇന്ന് ആ പാപത്തിലും ലോകത്തിൻ്റെതായിരിക്കുന്ന വഴിയിലായിരിക്കും എന്ന് ഞാൻ ഇന്നും ഭയപ്പെടുന്നു. ഞാൻ തിരിച്ചുപോയി അവരോട് ക്ഷമ ചോദിക്കാനിടയായി. അതിനുശേഷം ദൈവം വലിയ സന്തോഷത്തെ, നീ ഇന്നാണ് ദൈവത്തിന്റെ മകനായത്, നീ കർത്താവിന്റെ യേശുവിന്റെ ശിഷ്യനാണ് എന്നുള്ള. അതിനു മുമ്പ് ഞാൻ യേശുവിനെ ഞാൻ അറിയുമെങ്കിലും, ഞാൻ ആരാധിക്കാനായി കടന്നു പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിലും യേശുവിന്റെ രക്ഷിതമായിട്ട് സ്വീകരിക്കുന്ന രക്ഷിക്കപ്പെട്ട ഒരു അനുഭവം എനിക്കില്ലായിരുന്നു. മരിച്ചുപോയാൽ സ്വർഗത്തിൽ പോകുമോ അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. അതിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എങ്ങനെയെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആ സമയത്ത് ദൈവവചനത്തിലൂടെ എനിക്ക് മനസ്സിലായി, യേശുവിനെ രക്ഷിതമായിട്ട് സ്വീകരിക്കണം, അതുപോലെ തന്നെ യേശുവിന്റെ ശിഷ്യനായി തീരണം, അല്ലാതെ നമുക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുകയില്ല. പ്രിയമുള്ളവർ, ആരെങ്കിലും ഈ സാക്ഷ്യം കേൾക്കുന്നവരായിട്ട് ആരെങ്കിലും നിങ്ങൾ യേശുവിന്റെ ശിഷ്യരായിട്ടില്ലെങ്കിൽ, ഞാൻ നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന നിലയിൽ ഞാൻ അപേക്ഷിക്കുകയാണ്, നിങ്ങൾ യേശുവിന്റെ ശിഷ്യൻ. യേശു ഒരു മതം സ്ഥാപിക്കാനായിട്ടില്ല വന്നത്, എന്നാൽ ഈ സകലരെയും ശിഷ്യരാക്കി തീർക്കണം എന്നുള്ള ആഗ്രഹത്തോടെ കടന്നു. നാം ശിഷ്യരായി തീരുമ്പോഴും മാത്രം നമ്മൾ രക്ഷിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെയാണ് എനിക്ക് രക്ഷയുടെ അനുഭവം കടന്നു വന്നത്. ആ സമയത്ത് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എനിക്ക് രക്ഷ തരുമെങ്കിൽ ജീവിതം മുഴുവൻ ഞാൻ നിനക്കായിട്ട് ജീവിച്ചോളാം. എനിക്ക് സമ്പത്ത് വേണ്ട, എനിക്ക് ലോകം വേണ്ട. ഞാൻ വിചാരിച്ചു എനിക്ക് ലോകം വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് ലോകത്തിലെ സമ്പത്തും ഒന്നും വേണ്ട, എനിക്ക് ജീവിതമേ വെറുത്ത ഒരു അവസ്ഥയിൽ നിന്ന് എനിക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ എനിക്ക് ജീവിതം മുഴുവൻ ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കാം. ലോകത്തിന് വേണ്ടി ജീവിക്കാൻ ഞാൻ വെറുത്തിരുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ എനിക്ക് ലോകത്തിന് വേണ്ടി ജീവിക്കുന്നത്? ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ ഞാൻ അങ്ങനെയുള്ള ഒരു യോഗ്യതയൊന്നും എനിക്കില്ല കർത്താവിന്റെ വേല ചെയ്യാനുള്ള. കാരണം ഞാൻ പല പ്രാവശ്യം 10ാം ക്ലാസ് എഴുതി തോറ്റതും ഇനി എനിക്ക് മുമ്പോട്ടൊന്നും എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യും എന്നുള്ളത്, അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു. ഈ സമയത്ത് ഞാൻ ടീമായിട്ട് ഞങ്ങൾ പോയി വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു എന്ന് പറയുന്ന ഒരു സഹോദരനുണ്ട്. ഞങ്ങളെ വയനാട് സുൽത്താൻ ബത്തേരിക്ക് അടുത്തൊരു മലങ്കര എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു ഏരിയ ഉണ്ട്, അവിടെയാണ് താൻ താമസിച്ചിരുന്നത്. അപ്പൊ അദ്ദേഹം എൻ്റെ നല്ലൊരു സ്നേഹിതനായിരുന്നു. പുള്ളി കൽപ്പണിക്കാരനായിരുന്നു. പുള്ളി കൽപ്പണിയൊക്കെ ചെയ്ത് ഇച്ചിരി പൈസയൊക്കെ ആയിട്ട് പോയി സുവിശേഷം പരസ്യമൊക്കെ നടത്തും. ഞാനും അദ്ദേഹത്തോട് ചേർന്നു, ഒരു കൈപ്പണിക്കാരനായിട്ട് പുള്ളിയോട് ചേർന്നിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പണി ചെയ്യാതിന് ശേഷം പിന്നെ കർത്താവിന്റെ വേല ചെയ്യും, പലയിടങ്ങളിലൊക്കെ പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ കർത്താവിന്റെ വേലയുമായിട്ടുള്ള ബന്ധത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് അവിടെ ഒരു ബൈബിൾ സ്കൂൾ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു ബൈബിൾ സ്കൂളുണ്ട്. ചിന്നായി ചേച്ചി ഞങ്ങൾ പറയും, ചിന്നമ്മ തോമസ് എന്ന് പറയുന്ന വയനാട്ടിൽ അവിടെ ആ ബൈബിൾ സ്കൂളിൽ, എനിക്ക് അറിയത്തില്ല ഇപ്പോഴെനിക്ക് നടക്കുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ആ ബൈബിൾ സ്കൂൾ അവിടെ നടന്നുകൊണ്ടിരുന്നു. പല സഹോദരിമാരും അവിടെ ചെന്ന് പഠിക്കുമായിരുന്നു, ചില സഹോദരന്മാരും അവിടെ ചെന്ന് പഠിക്കുമായിരുന്നു. ആ സമയത്ത് ഞാനവിടെ ഒരിക്കൽ ആ ഹോളിന്റെ തേപ്പ് പണിക്ക് വേണ്ടി അവിടെ നിൽക്കുന്ന സമയത്ത് അടുത്ത റൂമിൽ ഇങ്ങനെ ശബ്ദം കേൾക്കാം, ആൾക്കാരിങ്ങനെ ബൈബിൾ പഠിപ്പിക്കുന്നു. ഏതൊരു പാസ്റ്ററാണ് ഇദ്ദേഹം, എനിക്കൊന്ന് ഫിലദൽഫിയ
ചർച്ചില് ഈ IPC ചർച്ച്, കോഴിക്കോട്ടുള്ള IPC ചർച്ച് എന്നുള്ള ഒരു ദിവാസനാണ്. അദ്ദേഹം വന്ന് ബൈബിൾ ക്ലാസ് ഒക്കെ എടുക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടിമുഴക്കം പോലത്തെ ആ ശബ്ദമൊക്കെ കേൾക്കാം. എൻ്റെ ഉള്ളിൽ ഭയങ്കര കാര്യത്തിൽ, കർത്താവ്, എനിക്ക് മാത്രം ബൈബിൾ സ്കൂളിൽ ഒന്നും പഠിക്കാൻ പറ്റത്തില്ല, എനിക്ക് അതിനുള്ള യോഗ്യതയില്ല, ഞാൻ എങ്ങനെ പോയി പഠിക്കും? അപ്പൊ എന്ന് പറഞ്ഞിട്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് കയ്യില് സിമെന്റിന്റെ ചട്ടിയും ചുവന്നുകൊണ്ട് പോകുന്നതൊക്കെ എനിക്ക് ഇന്ന് ഓർക്കുന്നുണ്ട്. ആരും കാണാൻ ഞാൻ കണ്ണുനീരൊക്കെ തുടച്ച സമയം. എന്നാൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കും, ഞങ്ങൾ ഇവിടെ ചെറിയൊരു ബൈബിൾ സ്കൂളൊക്കെ നടത്തുന്ന സമയത്ത് അനേകർ വന്ന് ഇവിടെ വചനം പഠിച്ച് കടന്നു പോകുന്ന സമയത്ത് ഒക്കെ ഞാൻ അവരോട് സാക്ഷ്യം പറയുന്നത്, നമുക്ക് പഠിക്കാനുള്ള യോഗ്യത ഇല്ലാതിരുന്ന ഞാനാണ്, എന്നാൽ ദൈവ കൃപയാലാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ യോഗ്യത ഉണ്ടായിട്ടൊന്നുമല്ല, ദൈവമാണ് നമ്മളെ നിലനിർത്തുന്നത്. എന്നാൽ നമുക്ക് അതിനുള്ള യോഗ്യത ഇല്ലെങ്കിലും കർത്താവ് അതിന് യോഗ്യത നൽകി നമ്മളെ ബലപ്പെടുത്തുന്നല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള ഒരു അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ടീമായിട്ട് ഞങ്ങൾ കോഴിക്കോട് വരെ സൈക്കിളുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് അന്ന് ഈ 92-ലാണെന്ന് എനിക്ക് തോന്നുന്നു, 92-ല് ഈ 92-ല് DGS ദിനകരൻ അവിടെ കോഴിക്കോട് വന്ന് പ്രസംഗിക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ കടന്നു പോകാനായിട്ട് ഇടയായി. ഞങ്ങൾ അവിടെ കടന്നുപോയി 2-ാം ദിവസം ഞങ്ങളുടെ ടീം പറയുന്നു, ഞാൻ തിരിച്ചു പോവാണ്. ഞാൻ ഇത്രയും ദൂരത്ത് നിന്ന് കടന്നു വന്നിട്ട്, അപ്പൊ മെയിനായിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരൻ അന്ന് അദ്ദേഹത്തിന്റെ വിവാഹ നിശ്ചയമാണ്. പുള്ളിക്ക് കല്യാണമൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അവസാനം പുള്ളി കല്യാണത്തിന് വേണ്ടി തയ്യാറായി. ഒരു പെണ്ണെ കണ്ട് ഇഷ്ടപ്പെട്ടു, വിവാഹം നടത്താനായിട്ട് കുടുംബമായിട്ട് എല്ലാവരും തയ്യാറായി. എൻ്റെ കുടുംബത്തിൽ 2 പേര് മാത്രമേ ഉള്ളൂ, ഞാനും എൻ്റെ ജ്യേഷ്ഠനും മാത്രമേ ഉള്ളൂ. ഇത് ഓർക്കണം, വീട്ടിലും മറ്റാരും ഇല്ല. ഒരാൾ കഞ്ഞി വെക്കുന്നു, ഒരാൾ ചമ്മന്തി വെക്കുന്നു. ഇങ്ങനെയുള്ള രീതിയിലാണ് ഞങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ഈ സമയത്ത് ഇവിടെ മീറ്റിംഗ് നടക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ മീറ്റിങ്ങിന് പോകുന്നു. എൻ്റെ കുടുംബത്തിലെ ചിലരൊക്കെ പറഞ്ഞു, നിനക്ക് എന്താ വെളിവില്ലേ, നിന്റെ സഹോദരന്റെ കല്യാണ നിശ്ചയത്തിന് നീ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശരി, അതൊന്നും ഒക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അത് എനിക്ക് ഒക്കത്തില്ല, ഞാനില്ലെങ്കിലും കല്യാണ നിശ്ചയവും കല്യാണമൊക്കെ നടക്കുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പോയി. ഇത്രയും വില കെട്ടി വെച്ചിട്ട് ഞാൻ അവിടെ പോയി കഴിഞ്ഞപ്പോ എൻ്റെ സഹോദരങ്ങൾ പറയുകയാണ്, ഞങ്ങൾ തിരിച്ചു പോവാണ്. 2-ാം ദിവസം അവർ പറയുന്നത്, ഞങ്ങൾ തിരിച്ചു പോവാൻ, ഞങ്ങൾ ജസ്റ്റ് തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഞാൻ വരുന്നില്ല, ഞാൻ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോകുന്നു. ഞാൻ മൊത്തമായിട്ട് ആ മീറ്റിംഗ് കഴിയാനായിട്ട് ഞാൻ അവിടെ നിന്നു. ആ മീറ്റിങ്ങിന്റെ ഇടയിൽ ഒരു സംഭവം ഇങ്ങനെ നടന്നു. ഞാൻ ആ സമയത്ത് ഈ ട്രാക്ട് അവിടുന്ന് ക്യാമ്പസ് ക്രൂസൈഡ് എന്ന് പറയുന്ന അവരിൽ നിന്ന് ഞാൻ കണ്ടെത്തി എന്നുള്ള ആ ട്രാക്റ്റും ഈ ട്രാക്റ്റൊക്കെ വാങ്ങിച്ചിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ തനിച്ച് കടപ്പുറത്ത് കൂടിയൊക്കെ സൈക്കിളിന് മുമ്പിൽ കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും എന്നുള്ള ബോർഡൊക്കെ കെട്ടിയിട്ട് ആ സൈക്കിളും തള്ളിക്കൊണ്ട് പോയി കടപ്പുറത്ത് കൂടെയൊക്കെ പോയിട്ട് ഇങ്ങനെ ട്രാക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. വരുന്നവരും പോകുന്നവരും ചിലരൊക്കെ തിരസ്കരിക്കും, പക്ഷെ എന്നാലും ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടൊക്കെ ഇരുന്നു. വെള്ളയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ആരോ എന്നെ കഴുത്തിന് പിടിച്ചു, എന്നെ തള്ളുകയും ഉപദ്രവിക്കുകയും അടിക്കാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്തു. നീ ആരാ, എന്താ ഇവിടെ മതപരിവർത്തനം നടത്തുകയാണോ, ഒത്തിരി കുറിയൊക്കെ തൊട്ട് ആരൊക്കെയോ അറിയില്ല. ഏതായാലും ക്രിസ്തീയ വിരോധികളായിരിക്കുന്ന വ്യക്തികൾ അവര് 4 വശം ചുറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്താ ചെയ്യുന്നത്, ഏതുവരെ പഠിച്ചു? ഞാൻ പറഞ്ഞു 10-ാം ക്ലാസ്. അടുത്ത 2-ാമത് ചോദിച്ചു, ജയിച്ചതാണോ? ഞാൻ തോറ്റാന്ന് പറഞ്ഞിട്ട് നീ മോശമല്ലേ, ഞാൻ ജയിച്ചതാന്ന് പറഞ്ഞിട്ട് അതിനുശേഷം എനിക്ക് ഈ പറഞ്ഞതൊന്നുമല്ല എന്നെ വേദനപ്പെടുത്തി. ഞാൻ അവരോട് കള്ളം പറഞ്ഞ ആ സമയത്ത് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ജയിച്ചതാണെന്ന് കള്ളം പറഞ്ഞ് എനിക്ക് വളരെ ഭാരമായിട്ട് തോന്നി. ഞാൻ തിരിച്ച് ഫിലദൽഫിയ ഹോളിൽ ഞാൻ അവിടെ വന്നിരുന്നു, മുട്ടുമേൽ എന്നിട്ട് ഞാൻ കരഞ്ഞു കർത്താവ്, ഇനി എനിക്ക് നിന്റെ വേലയൊന്നും ചെയ്യണ്ട, മടുത്തു, ഇനിയിപ്പോ ഞാൻ ചെയ്യത്തില്ല. കാരണം ഞാൻ 10-ാം ക്ലാസ് തോറ്റ ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച എൻ്റെ 2-ാം ദിവസം പിന്നെയും സൈക്കിളും തള്ളി ഇങ്ങനെ പോവാണ് ട്രാക്റ്റ് കൊടുക്കാനായിട്ട്. അപ്പൊ ഉള്ളില്, നീ ദൈവവേല ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെയും ട്രാക്റ്റ് കൊടുക്കാനാണ് പോകുന്നത്. അന്ന് ഞാനൊന്നും ചെയ്യത്തില്ല, മേലാൽ ദൈവവേല ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇത് തന്നെയാണ്. പക്ഷെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അല്ലാതെ എന്ത് ചെയ്യാൻ കഴിയും? എൻ്റെ ഉള്ളില് ദൈവവേല ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. എനിവേ, അന്ന് ഞാൻ 2 പ്രാർത്ഥന റിക്വസ്റ്റ് ഞാൻ കൊടുത്തിരുന്നു. ഒന്ന്, എനിക്ക് 10-ാം ക്ലാസ് പാസ്സാവണം. 2, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുക. അന്നും എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ അതിനുശേഷം ഇങ്ങനെ 2-ാമതൊരു അനുഭവം കൂടി ഉണ്ടായത്, ഞാൻ സുൽത്താൻ ബത്തേരി വെച്ച് ഞാൻ ഈ ട്രാക്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള ഒരു സഹോദരനെ കാണാനിടയായി. അദ്ദേഹം എൻ്റെ കൂടെ 10-ാം ക്ലാസ്
രണ്ടാമത് ഞാൻ പരീക്ഷ എഴുതിയ സമയത്ത് ഇദ്ദേഹത്തോട് ചേർന്ന് ഞാൻ പരീക്ഷ എഴുതി. ഇദ്ദേഹം ജയിച്ചു, എന്ന് ഞാൻ തോറ്റുപോയി. ഇദ്ദേഹം ജയിച്ചതിന് ശേഷം ഇദ്ദേഹം ടീച്ചറായിരിക്കുക. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു, നീ എന്ത് ചെയ്യുന്നു? ഞാൻ ടീച്ചറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു അത്ഭുതങ്ങളുടെ താക്കോൽ എന്ന് പറയുന്ന ഒരു പുസ്തകം എടുത്ത് പുള്ളിന്റെ കയ്യിൽ കൊടുത്തു. ഇതൊക്കെ ചെയ്ത് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കിട്ടുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ദൈവം നോക്കും എന്നുള്ള രീതിയിലൊക്കെ ഞാൻ സംസാരിച്ച് അവിടുന്ന് തട്ടിമുട്ടിപ്പോയി. പക്ഷെ എൻ്റെ ഉള്ളിൽ വളരെ ഭാരപ്പെടുന്നത്, പഠിച്ച വ്യക്തിക്ക് പോയിട്ട് ടീച്ചറാകാം. നീ പഠിക്കാത്തവർക്ക് പറ്റിയ 2 പണിയാണ്. ഒന്ന് സുവിശേഷ വേലയും, 2 നമ്മൾ പൊളിറ്റിക്കലായിട്ടുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം. ഈ 2 ഒക്കെ പറ്റത്തുള്ളൂ. പഠിക്കാത്ത ആൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഇത് എന്നെ വളരെ ഭാരപ്പെടുത്താനുണ്ട്. ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ 1992 നമ്മൾ സമാധാനം എന്ന് പറയുന്ന മാഗസിനില് ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. ആ ആർട്ടിക്കിളില് നമ്മളെ PG വർഗീസ് അങ്കിൾ ഒരു മുഖപത്രമായിട്ട് ഇങ്ങനെ എഴുതിയത്, അതില് അവസരങ്ങൾ, ദൈവം തരുന്ന അവസരത്തെ നമ്മൾ അവഗണിക്കാതെ വരുന്ന അവസരം പാഴാക്കി പോകാതെ ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു പ്രത്യേക, അതിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നുന്നത് വീണ്ടും ഒരുപക്ഷെ ദൈവം നിങ്ങൾക്ക് തരാൻ മാത്രം നിങ്ങൾ ചാടി പിടിച്ചോളണം എന്നുള്ള രീതിയിൽ ഉള്ള ഒരു മുഖപത്രം എനിക്കത് ലഭിക്കാനിടയായി. എൻ്റെ ഉള്ളിൽ വിശ്വാസം വർദ്ധിപ്പാനിടയായി. ഞാൻ വിചാരിച്ചു, ഇല്ല, എനിക്ക് ഒരു ചാൻസും കൂടെ വേണം. കർത്താവ്, എനിക്ക് 10ാം ക്ലാസ് പാസ്സാവണം. അങ്ങനെ ഞാൻ വീണ്ടും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാണ്. അന്ന് ഞാൻ 25 വയസ്സുണ്ട് പ്രായം. അന്ന് ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുകയും പിന്നീട് പരീക്ഷ എഴുതാനായിട്ട് കർത്താവ് ഇടയാക്കുകയും ചെയ്തു. അതിന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നടന്നു. എൻ്റെ കുടുംബത്തിൽ ആരും വിശ്വാസത്തിലും, എൻ്റെ ജ്യേഷ്ഠനൊക്കെ വളരെ കലിപ്പായിരുന്നു. ഞാൻ രക്ഷിക്കപ്പെട്ട് ഞാൻ സ്നാനപ്പെട്ടെന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടാ പോയത്, സ്നാനപ്പെടാൻ പോവാ. അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാരൊക്കെ എന്നെ വിളിച്ച് ഉപദേശിച്ചു, എടാ നിങ്ങൾ ഈ CSI പള്ളിയില്ല പോകുന്നത്, നീ എന്തിനാ ഇങ്ങനെ പോയിട്ട് ഈ സ്നാനപ്പെടാനൊക്കെ പോകുന്നത്? ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യം കേട്ടോ, അന്ന് ചെയ്യരുത്. എൻ്റെ അടുത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരന്മാർ എന്നെ ഉപദേശിക്കാനായിട്ട് വരുന്നത്, നിന്റെ സഹോദരന് ഭയങ്കര വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, അങ്ങനെ വിട്ടു. അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് എൻ്റെ സഹോദരിക്ക് ഞാൻ ഒരു ലെറ്റർ എഴുതാനുണ്ടായി. തിരുവനന്തപുരത്തുള്ള സഹോദരി. ഞാൻ അവരോട് ഇപ്രകാരം ലെറ്റർ എഴുതി, സഹോദരി, നമ്മളിങ്ങനെ പല പ്രാവശ്യം കയ്യൊക്കെ പൊക്കുകയും യേശുവിന് വേണ്ടി ജീവിക്കാന്നൊക്കെ പറയുകയും തീരുമാനം എടുക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. യേശുവിന്റെ ശിഷ്യനായി തീരുന്നില്ലെങ്കിൽ നീ രക്ഷ പ്രാപിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്താലൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ കൈ പൊക്കുന്നതുകൊണ്ടൊന്നും രക്ഷപ്പെടുകയൊന്നുമില്ല. നമ്മൾ തീർച്ചയായിട്ടും യേശുവിന്റെ ശിഷ്യനായിട്ട് തീരണം, അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാനും പറ്റത്തില്ല എന്നുകൊണ്ട് ഒരു ലെറ്റർ എഴുതി. പുള്ളിക്കാരത്തി അത് ലെറ്റർ അവിടെ എത്തുന്നതിന് മുമ്പ് എന്റെ മറുപടി ഇവിടെ എത്തി. എന്ന് പറഞ്ഞാൽ, നിന്റെ ഉപദേശം നീയാണല്ലോ ഇന്ന് ഉപദേശിക്കേണ്ട, ഭയങ്കര എന്നെ ഹർട്ട് ചെയ്യുന്ന, വളരെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നതായിരിക്കുന്ന ചില വേർഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവര് ആ എഴുത്തെഴുതിയത്. എനിക്ക് വളരെ ദുഃഖം തോന്നിയിട്ട് ഞാൻ വലിച്ചു പറിച്ചാൽ കളഞ്ഞു. ഞാൻ ഇന്ന് ഓർക്കുകയാണ്, അത് വലിച്ചു പറിച്ച് കളഞ്ഞിരുന്നെങ്കിൽ, അത് സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ വളരെ ഞാനിപ്പം അത് മറ്റുള്ളവർക്കൊരു സാക്ഷ്യത്തിന് ഒരു കാരണമായി തീർന്നു തന്നെയായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ അത് വലിച്ചു പറിച്ച് കളഞ്ഞു. എനിക്ക് വളരെ ദുഃഖം തോന്നി. അതിനുശേഷം ഒരു 3 മാസത്തിന് ശേഷം ഈ സൗരി എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, നീ എൻ്റെ അടുത്ത് വരണം. ഇവരെന്നെക്കാട്ടിലും എനിക്കൊന്ന് ഒത്തിരി പ്രായം കൂടുതലുള്ള 10-15 വയസ്സോളം പ്രായമുണ്ട് എൻ്റെ സൗരി. അപ്പൊ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, നീ ഇങ്ങോട്ട് വരണം, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എനിക്ക് വളരെ കഷ്ടമുണ്ട്, ദുഃഖമുണ്ട്. നിന്റെ അളിയനാണെങ്കിൽ ഭയങ്കര മദ്യപാനിയാ, 12 മണിക്കൊക്കെ വരുന്ന, ഇവിടെ ഭയങ്കര മർഡറൊക്കെ നടക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരത്ത്, കടപ്പുറത്തൊക്കെ ഭയങ്കര. അപ്പൊ ഈ അളിയൻ അവിടെ ഇവിടെയൊക്കെ പോയിട്ടൊക്കെ വരുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഒത്തിരി ശത്രുക്കളുണ്ട്. അങ്ങനെ എനിക്ക് രാത്രി ഉറങ്ങാനൊക്കത്തില്ല, കാലിനൊക്കെ ഭയങ്കര നീരാണ്, ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഞാനിപ്പോ 10ാം ക്ലാസ് എഴുതാൻ വേണ്ടി ഭയങ്കര തയ്യാറെടുപ്പിലൊക്കെയാണ്, ഞാൻ വരുന്ന പരിപാടിയില്ല, എനിക്ക് വരാനൊക്കത്തില്ല. എനിക്ക് ഉള്ളിൽ ഈ ദേഷ്യമാണ്. പുള്ളിക്കാരത്തിയ എഴുതിയ ആ എഴുത്ത് ഇപ്പോഴും ഹൃദയത്തിന് ഭയങ്കര മുറിപ്പെടുത്തുന്ന വചനമായിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, ഞാൻ വരാനൊന്നും എനിക്ക് ഒക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇവര് അതിനുശേഷം 2ാമത് എനിക്ക് ലെറ്റർ അയച്ചു. ഈ 2ാമത് എഴുതുന്ന സമയത്തും ഇതുപോലെ തന്നെ, മോനെ, നീ വരണം, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി വന്ന് പ്രാർത്ഥിക്കണം. ഈ സമയത്ത് ഞാനിങ്ങനെ ഇരുന്ന് വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയമായിരുന്നു അന്ന്. അങ്ങനെ ഇരുന്ന് ഞാൻ വായിക്കുന്ന സമയം, കട്ടിലിങ്ങനെ ഇരുന്ന് വായിക്കുന്ന സമയത്ത് എന്നെ ഒന്ന് മയങ്ങിയ പോലെ തോന്നി. ആ മയക്കത്തില് എന്തൊക്കെയോ ചില ദർശനങ്ങളൊക്കെ കാണാനിടയായി.
തിരുവനന്തപുരത്ത് ഇവരുടെ വീട്ടിനടുത്തുള്ള ചില ദർശനങ്ങൾ, അതിൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു പൈശാചികമായിരിക്കുന്ന ഒരു രൂപം ഉയർന്നു പൊങ്ങി പാറയിൽ അടിച്ച് വീഴുന്നത് പോലെയും രക്തം ചിന്നുന്നതായിട്ടും അവർ അട്ടഹസിക്കുന്ന അട്ടഹസം, ഇതൊക്കെ വളരെ ഒരു വിചിത്രമായിട്ട് എനിക്ക് തോന്നാനിടയായി. ഇങ്ങനെ ഒരു ദർശനം എനിക്ക് കാണാനിടയായി. പക്ഷെ എനിക്ക് മനസ്സിലായില്ല ദർശനമാണ്. ഇതിന്റെ ഇടയ്ക്ക് ഒഴിവൂന്ന ഒച്ചയും ജ്യേഷ്ഠനും എൻ്റെ ജ്യേഷ്ഠത്തിയും അവർ സംസാരിക്കുന്ന ശബ്ദവും ഇതൊക്കെ കേൾക്കാൻ എനിക്ക്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് തന്നെ ഇതെല്ലാം കാണുന്നുണ്ട്. ഞാൻ ഇത് എന്താ പറ്റിയെന്ന് പറഞ്ഞു എണീറ്റ് അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ പറമ്പിലൊക്കെ പോയി കുറേയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിരിച്ച് വന്ന് വൈകുന്നേര സമയത്ത്, ഇത് രാവിലെ 10 മണിക്കാണെങ്കിൽ ഇത് വൈകുന്നേരം 4 മണിക്ക് വീണ്ടും ഇതുപോലെ ഞാൻ ഇരുന്ന് എന്തോ എടുത്ത് ഞാൻ വായിക്കുന്ന സമയത്ത് അറിയാതെ ഏകദേശം ഒരു 20 മിനിറ്റ് കൂടുതലായിട്ട് സെയിം ദർശനം എനിക്ക് വീണ്ടും ലഭിക്കാനിടയായി. അന്ന് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. ആ സമയത്താണ് ഇത് കണ്ടു കഴിഞ്ഞ സമയത്ത് എൻ്റെ ഉള്ളിൽ ഭയങ്കര ആരോ നെഞ്ചത്തട്ട അടിക്കുന്ന പോലത്തെ ഒരു വേദന, എനിക്ക് ഭയങ്കര പ്രശ്നം എനിക്ക് അനുഭവിക്കാനിടയായി. ഞാൻ വിചാരിച്ചു കർത്താവ് ഇത് എന്താന്ന് പറഞ്ഞ സമയത്ത് 1 സെക്കൻഡ് കൊണ്ട് എന്നോട് ആ ഭവനത്തിലെ കാര്യങ്ങളെല്ലാം എനിക്ക് വ്യക്തമായി ഗ്രഹിക്കത്തക്കവണ്ണം എനിക്കത് വെളിപ്പെട്ടു വന്നു. അവിടെ പിശാച് അവരെ തകർക്കാനായി ശ്രമിക്കുകയാണ്, നീ പോയി അവിടെ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു മെസ്സേജ് എൻ്റെ ഉള്ളിലേക്ക് അതെങ്ങനെ കിട്ടിയ 1 സെക്കൻഡിലുള്ളത് എനിക്കറിയില്ല. ഞാൻ മുട്ടുമേൽ താഴെ വീഴാനിടെ എൻ്റെ രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് ഞാൻ ഭയത്തോടെ ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാനിടയായി. അതിനുശേഷം ഞാൻ ജ്യേഷ്ഠൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ തിരുവനന്തപുരത്ത് പോവാം. അതിനുശേഷം പിന്നെ എൻ്റെ ചർച്ചിൽ ഞാൻ പറയാനിടയായി. ഈ ചിന്നായി ചേച്ചി എന്ന് പറയുന്ന ഈ സൗരിയോട് പറഞ്ഞു, അവരെൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം പോവുകയാണെങ്കിൽ അവിടെ പ്ലാമൂട് ഒരു AG ചർച്ച് ഉണ്ട്, അവിടെ പോകണം, അവിടെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനായിട്ട് ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, ഞാൻ ഏതെങ്കിലും പോവാം എന്ന് പറഞ്ഞിട്ട് എനിക്കിതൊന്നും അങ്ങനെ പരിചയമില്ലാത്ത സ്ഥലം. എനിക്ക് അവിടെ ഒരു CSI പള്ളി മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, മറ്റൊരു കാര്യങ്ങളും എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ എനിവേ ഞാൻ അന്ന് എനിക്ക് പോകണം. പക്ഷെ എൻ്റെ അടുത്ത് പൈസ ഇല്ലായിരുന്നു. ഞാൻ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ചു. എനിക്കൊരു വ്യക്തി ഇച്ചിരി പൈസ തരാണ്ടായിരുന്നു, 500 രൂപയോളം തരാനുണ്ടായിരുന്നു. അപ്പം അതേ എനിക്ക് തരേണ്ട, ഞാൻ ചെയ്ത പണിയുടെ കൂലിയാണ്, അപ്പൊ എനിക്ക് തരേണ്ടതാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു വന്നാൽ ഞാൻ തരാമെന്ന് പറഞ്ഞു. ശനിയാഴ്ച തരാമെന്ന് പറഞ്ഞു, തന്നില്ല. എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം മൺഡേ ഞാൻ തരാമെന്ന് പറഞ്ഞു. എനിക്ക് മൺഡേ ആണ് പോകേണ്ടത് എൻ്റെ സൗകര്യയുടെ അടുത്ത്. പക്ഷെ മൺഡേ ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് എൻ്റെ പ്രസ്സൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ്, ഒക്കെ മടക്കി പാക്ക് ചെയ്തു. പിന്നെ ഈ പൈസ കിട്ടിയാൽ മതി എനിക്ക് പോവാം. പക്ഷെ പൈസക്ക് എന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നെ വഞ്ചിച്ചു, തരാമെന്ന് പറഞ്ഞു ഇവിടെ നിൽക്കാൻ പറഞ്ഞു. പക്ഷെ പുള്ളി തിരിച്ചു വന്നില്ല. ഞാൻ വളരെ കയ്പ് നിറഞ്ഞവനായിട്ട്, ദുഃഖം നിറഞ്ഞവനായിട്ട് തിരിച്ചു വന്നു. ആ സമയത്ത് ഞാൻ വളരെ ദുഃഖിതനായി തീർന്നു. ഞാൻ പ്രാർത്ഥിച്ചു. അന്ന് ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ടായിരുന്നു. ആ ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിച്ചു. അതിനുശേഷവും ഞാൻ വളരെ ദുഃഖത്തിൽ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ കരഞ്ഞു. ഞാൻ എന്തുകൊണ്ട് ദൈവം എൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞു. ഞാൻ ഇന്ന് പോകേണ്ടതായിരുന്നു, എനിക്ക് പോകാൻ ഒത്തില്ലല്ലോ. അപ്പം കർത്താവ് എൻ്റെ അടുത്ത് ശാന്തമായിട്ട് സംസാരിക്കാനിടയായി. ആര് പറഞ്ഞു നിന്റെ അടുത്ത് പോകണം? ഞാൻ പറഞ്ഞു കർത്താവ് നീയാ പറഞ്ഞു. അപ്പം ഞാനാണ് പറഞ്ഞതെങ്കിൽ നീ എൻ്റെ വണ്ടിയുടെ കൂലിയുടെ കാര്യം ഞാനല്ലേ ചെയ്യുന്നത്, നീയല്ലല്ലോ ചെയ്യുന്നത്, നീ അതിനു വേണ്ടി നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ. പക്ഷെ അതോടൊപ്പം തന്നെ ദൈവാത്മാവിന്റെ അടുത്ത് പറഞ്ഞു, നീ ആദ്യമായിട്ട് ആ വ്യക്തിയോട് നിനക്ക് കയ്പുള്ളവനായിട്ട് നീ പറഞ്ഞല്ലോ, ആ കയ്പിനെ പോക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്ക്, നീ അതിനെ ക്ഷമിക്കണം, നിന്റെ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ പറഞ്ഞു. ഞാൻ അന്ന് അദ്ദേഹത്തോട്, എന്നെ വഞ്ചിച്ച ആ വ്യക്തിയോട് ഞാൻ ഹൃദയപൂർവ്വം ക്ഷമിപ്പാനായിട്ട് ഇടയായി. ഞാൻ നിലത്ത് കിടന്നിട്ട് ഞാൻ ഈ തലമുടിയൊക്കെ പിടിച്ച് പിച്ചി ചീന്തി ഞാൻ കരഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി 1 സെക്കൻഡ് കൊണ്ട് എൻ്റെ ജീവിതം മാറി. ഞാൻ അദ്ദേഹത്തോട് ക്ഷമ കൊടുത്തു, ഹൃദയപൂർവ്വം ക്ഷമിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ദൈവസന്നിധിയിൽ, പ്രഭു ഇനി എനിക്കൊന്നുമില്ല അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അതെല്ലാ കാര്യങ്ങളും മനസ്സിലായി. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ പോകും, ഇഷ്ടമില്ലെങ്കിൽ ഞാൻ പോകുന്നില്ല എന്നുള്ള രീതിയിൽ എൻ്റെ കാര്യങ്ങളായിരുന്നു. അതിന് നോർമലായിട്ട് പിന്നെ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല, പോകുന്നതിനെ കുറിച്ച് ഒരു ടെൻഷനും ഇല്ല. രാവിലെ സമയത്ത് ഏകദേശം ഒരു 11 മണിയായ സമയത്ത് എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ അടുത്ത് വന്നു. അദ്ദേഹം വിശ്വാസിയല്ലെന്ന് ഓർക്കണം. അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ പോകുന്നില്ലേ തിരുവനന്തപുരത്ത്? ഞാൻ പറഞ്ഞു പോകുന്നില്ല. പൈസ ഇല്ലാണ്ടാണ് എന്ന് പറഞ്ഞു. അദ്ദേഹം ഉടനെ ഒരു 250 രൂപ എൻ്റെ കയ്യിൽ എടുത്തു തന്നു. അദ്ദേഹം പറഞ്ഞു നിന്റെ ബോണസാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കോഫി പ്ലാന്റേഷൻ അതിൻ്റെ ഞങ്ങൾക്ക് വീതം വെച്ച അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെയായിട്ടുള്ള അദ്ദേഹത്തിന്റെ വീതവും എൻ്റെ വീതം ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് അത് ഉപയോഗിക്കുന്നത്. പുള്ളി പറഞ്ഞു നമുക്ക് കിട്ടിയ കോഫി ബോർഡിലാണ് നമ്മളത് കോഫിയൊക്കെ അന്ന് നമ്മൾ ഓപ്പൺ ആയിട്ട് നമ്മൾ കൊടുക്കത്തില്ലായിരുന്നു. ആ സമയത്ത് കോഫി ബോർഡ് മുഖാന്തരമാണ് നമ്മൾ കോഫിയൊക്കെ അവര് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ബോണസായിട്ട്
ഒരല്പം ഒരു തുക കിട്ടിയിരുന്നു. ആ രൂപ എനിക്ക് തരാനിട അന്ന് തന്നെ ഞാൻ തിരുവനന്തപുരത്ത് പോകാൻ ഞാൻ ചുരുക്കമായിട്ട് പറയട്ടെ, വളരെ പ്രശ്നങ്ങളും പ്രയാസങ്ങളുടെ മധ്യത്തിൽ എൻ്റെ ആ സൗകര്യം എൻ്റെ അടിയനും ഒരു വിശ്വാസത്തിലേക്ക് കടന്നു വരാനിടയായി. ഞാൻ ഏകദേശം 1 മാസത്തോളം ഞാൻ അവിടെ ഉണ്ടായിരുന്നു, പ്രാർത്ഥിച്ചു. എനിക്കറിയത്തില്ല നമ്മൾ പ്രാർത്ഥനയും കൊണ്ടൊന്നും ആരെങ്കിലും രക്ഷപ്പെടുമോ എന്നൊന്നും അറിയില്ല. പക്ഷെ എന്നാലും അവർ രക്ഷപ്പെടാനായിട്ട് ഇടയായി. എൻ്റെ അളിയൻ വളരെ മദ്യപാനിയായിരുന്നു, 1 മാസത്തോളം മദ്യപിക്കാതിരുന്നു. എന്നാൽ എന്നെ ട്രെയിൻ കയറ്റി വിടുന്ന സമയത്ത് പോലും നന്നായിട്ട് മദ്യപിച്ചിട്ടാണ് വീട്ടിലേക്ക് കടന്നു പോയത്. പക്ഷെ അന്ന് രാത്രി അദ്ദേഹം പറഞ്ഞ് ഞാൻ കിടന്നുറങ്ങിയിരുന്നു. കിടന്നുറങ്ങിയിട്ടില്ല, ഞാൻ വെറുതെ കിടക്കുകയുള്ളൂ. അദ്ദേഹത്തെ പേര് ചൊല്ലി ആരോ വിളിക്കുന്നതായിട്ടുള്ള ഒരു ശബ്ദം കേട്ടു. പുള്ളി എഴുന്നേറ്റ് മുട്ടന്മേൽ നിൽക്കുകയും ദൈവമേ എന്നോട് ക്ഷമിക്കണം, ഞാൻ മേലാൽ മദ്യപിക്കില്ല എന്ന് പറഞ്ഞ് താൻ അന്ന് പ്രാർത്ഥിച്ചിട്ട് ഇന്ന് വരെ ആ മദ്യം താൻ തൊടാതെ അദ്ദേഹം കുടുംബമായിട്ട് രക്ഷിക്കപ്പെടാനായിട്ട് ഇടയായി. അപ്പം കർത്താവ് എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന്, ഞാൻ ആദ്യമായിട്ട് വിശ്വാസത്തിൽ കടന്നു വന്നെങ്കിലും അതിനുശേഷം എൻ്റെ ഈ സഹോദരിയും കുടുംബമായിട്ട് അവർ രക്ഷിക്കപ്പെടാനിടയായി. പക്ഷെ എൻ്റെ ജ്യേഷ്ഠൻ അന്നും വിശ്വാസത്തിലില്ലായിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ എനിക്ക് ഏറ്റവും വലിയൊരു ശ്രേഷ്ഠമായിരിക്കും കാര്യം നടന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ് എനിക്ക് നടന്നത്. ഞാൻ ഒരിക്കൽ സുൽത്താൻ ബത്തേരിക്ക് അടുത്തൊരു മലയുണ്ട്, ഒരു എടയ്ക്കൽ ഗുഹയും അതിന്റെ പുറത്തേക്ക് വലിയൊരു മലയുണ്ട്. ഇന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ ഇതൊക്കെയാണ്. പക്ഷെ അന്നത്തെ സമയത്ത് അവിടെ യാതൊരു രീതിയിലുള്ള ഗവൺമെന്റ് പ്രൊട്ടക്ഷൻ അങ്ങനെ അവിടേക്ക് എന്തെങ്കിലും നിയമങ്ങളും നിയമ തടസ്സങ്ങളും അങ്ങനെയൊന്നുമില്ലായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരു 3 ദിവസം അതിന്റെ മേലെ പോയിരുന്ന് തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കടന്നു പോയിട്ടുണ്ടായിരുന്നു. എന്റെ മൂത്ത സഹോദരിയുടെ ഒരു മകൾ അന്ന് വിശ്വാസത്തിൽ വന്നിരുന്നു. അവള് അന്ന് ബത്തേരിക്ക് അടുത്തൊരു സ്ഥലത്തായിട്ട് ഞാൻ പോകുന്ന വഴിക്ക് ഈ സഹോദരി എൻ്റെ അടുത്ത് ചോദിച്ചു. അവളെന്റെ പെങ്ങളുടെ മോളാണ്, പക്ഷെ എൻ്റെ പ്രായമായിട്ട് വലിയ വ്യത്യാസമൊന്നും എന്നെക്കാട്ടിലും ഒരു 3 വയസ്സിന്റെ പ്രായക്കുറവ് മാത്രമേ ഉള്ളൂ. അപ്പൊ അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു, മാമൻ പോവാണല്ലോ, കൂടെ ആരാളുടെ? കൂടെ ഒരാളും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അത് കർത്താവ് മാത്രമേ ഉള്ളൂ, വേറെ ഞാനും കർത്താവുണ്ടല്ലോ, വേറെ ആരാളുടെ? അങ്ങനെ പോയിട്ട് ആ മലേന്റെ മേലെ രാത്രി സമയത്ത് അവിടെ ഇങ്ങനെ മേഘം വന്ന് മൂടുന്ന അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ഇടിവെട്ടും അതിന്റെ മേലെ ഭയങ്കര ശീതമായിരിക്കുന്ന കാറ്റും കോടമഞ്ഞ് മൂടിക്കിടക്കുന്ന ആ ഒരു ഇതായിരുന്നു. പക്ഷെ ഞാൻ ആ 3 ദിവസം ആ പാറയുടെ മുകളിൽ അവിടെ നിൽക്കുകയും ഞാൻ അവിടെ കർത്താവിന് വേണ്ടി ഒരു ചിട്ടി എഴുതാനിടയായി. കർത്താവ് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ദാനം വേണം എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ചെയ്യുന്ന പോലെ വിശ്വാസത്താൽ ഒരു പാറയുടെ വിള്ളലിൽ കൊണ്ടുപോയിട്ട് അവിടെ പോസ്റ്റ് ചെയ്യാനിടയായി. അതിനുശേഷം ഞാൻ പിന്നീട് ഞാൻ അവിടെ പോയിട്ട് അങ്ങനെ ഒരു കടലാസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടൊന്നും കാണാനൊന്നും നിർത്തില്ല. പക്ഷെ എങ്കിലും അതിനുശേഷം ഏകദേശം എക്സാക്ട്ലി 1 വർഷം കഴിഞ്ഞപ്പോഴേ ഈ 92-ൽ ഇങ്ങനെ ഒരു സംഭവം നടന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് ഒരു പ്രാർത്ഥന നടത്താനായിട്ട് ഒരു ദൈവദാസന് ഒരു പ്രേരണ തോന്നി. അദ്ദേഹം വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹം കൽപ്പണിക്കാരനാണ്, ഞാൻ അദ്ദേഹത്തിന്റെ ഒരു സഹായിയായിട്ട് കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഇദ്ദേഹം എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ്, ഒരു ആത്മീയ ഒരു കൂട്ടായ്മ നൽകുന്ന ഒരു ഞാൻ സ്നാനപ്പെട്ട സമയത്ത് എന്നെ വലങ്കര പിടിച്ചത് എൻ്റെ കൂട്ടായ്മയുടെ വലങ്കര എന്നോട് പറഞ്ഞ് എന്നെ കൈപിടിച്ച സഹോദരനാണ്. ഇന്ന് ജീവനോടെ ഇല്ല, കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു. എന്നാൽ ഈ സഹോദരൻ അദ്ദേഹം എൻ്റെ അടുത്ത് ഒരിക്കൽ പ്രാർത്ഥിച്ച സമയത്ത് പുള്ളി ഒരു ഭയങ്കര ശാസന അയച്ചു, ഞാൻ പിശാചിനെ കാണുന്നു, നിങ്ങളുടെ കുടുംബത്തിന് വിരോധം ഭയങ്കര ഒരു പോരാട്ടമാണ്, പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ അല്ല ബ്രദറെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വീട്ടിൽ വെച്ചൊന്ന് ആഴ്ചയിൽ 1 ദിവസം ഒന്ന് പ്രാർത്ഥിച്ചാലോ. അങ്ങനെ ഒരു ബുധനാഴ്ച വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ 1-2 ബുധനാഴ്ച ഞങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എൻ്റെ ജ്യേഷ്ഠനൊന്നും വിശ്വാസത്തിലൊന്നും ഇല്ല, അവരൊന്നും പ്രാർത്ഥിക്കുന്നുമില്ല, ഞങ്ങൾ തന്നെ 2 പേര് ഇരുന്ന് പ്രാർത്ഥിക്കും, അങ്ങനെയുള്ളൂ. അപ്പം ഒരു ആഴ്ചയിൽ ഞങ്ങൾ ഏകദേശം ഒരാഴ്ചയോ 21 ദിവസം കണ്ട് ചർച്ചിൽ വെച്ച് ഉപവാസം നടത്താനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സമയമായിരുന്നു. അപ്പം 1-ാമത്തെ ദിവസം തിങ്കളാഴ്ച ഞാൻ സഭയിൽ പോയി. 2-ാമത്തെ ദിവസം പോകുന്ന സമയം ഞാൻ വിചാരിച്ചു, നെക്സ്റ്റ് ഡേ ബുധനാഴ്ചയാണ്, എൻ്റെ വീട്ടിൽ വെച്ച് പ്രാർത്ഥന നടക്കുന്ന ദിവസമാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പാസ്റ്ററെ നാളെ ഞാൻ വരത്തില്ലേ എന്ന് പറയാൻ വേണ്ടി പോയതാ. അപ്പൊ എൻ്റെ മുമ്പിൽ ഒരു സഹോദരൻ, അന്ന് 2-ാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വളരെ അധികം ആളുകളിലായിരുന്നു. 1-ാമത്തെ ദിവസം ഒത്തിരി പേരുണ്ടായിരുന്നു, 2-ാമത്തെ ദിവസം കുറവാണ്.
എൻ്റെ പാസ്റ്റർ പേര് ജെറി സക്കറിയ എന്നാണ്. സുൽത്താൻ ബത്തേരി ഇന്നും അദ്ദേഹം ഉണ്ട്. കഴിഞ്ഞ ദിവസം പോയി പ്രാർത്ഥിക്കാനെല്ലാം കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. ഇന്ന് ഈ ദേവദാസൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ എൻ്റെ മുമ്പിൽ ഒരു സഹോദരൻ പറഞ്ഞു, പാസ്റ്റർ ഞാൻ നാളെ വരത്തില്ല കേട്ടോ പാസ്റ്റർ, എനിക്ക് ഇങ്ങനെ ഒരു അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ സഹോദരൻ ഏതായാലും വരുമല്ലോ. എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരൻ തീർച്ചയായിട്ടും വരുമല്ലോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നെ പിടിച്ച് എൻ്റെ കൈ പിടിക്കാനിടയായി. ഞാൻ പറഞ്ഞു, ശരി പാസ്റ്റർ ഞാൻ വരും. എനിക്ക് നാളെ വരത്തില്ല എന്ന് പറയാൻ വേണ്ടി പോയത്. പക്ഷെ എനിക്കന്ന് ഞാൻ അതുകൊണ്ട് പിറ്റേ ദിവസം ഞാൻ ഈ സഹോദരനോട് ക്യാൻസൽ ചെയ്യുന്ന വിഷയം പറയാൻ വേണ്ടി പോകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് മറ്റൊരു ദൈവദാസനെ കാണാൻ അദ്ദേഹം പറഞ്ഞു, ഇന്ന് ദൈവാത്മാവ് ഹേമിക്കുന്നു, ഇന്ന് രാത്രി എന്നോട് നമ്മ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഞാൻ അദ്ദേഹത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും രാത്രി സമയത്ത് പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കുകയും ചെയ്തു. ആ സമയത്ത് ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ അന്ന് തിരിച്ച് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഏകദേശം ഒരു 1 മണി 12:30 കാണും. പരിശുദ്ധാത്മാവിന്റെ ദാനം പ്രാപിച്ച അത് ഞാൻ ഈ ചിന്നായി ചേച്ചി ഉണ്ടായിരുന്ന അവര് ഇന്ന് ജീവനോടില്ല. അന്ന് ഒത്തിരി കാലം ജീവിച്ചു. അന്ന് ഡോക്ടറൊക്കെ മരിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ഒത്തിരി കാലം ജീവിച്ചിട്ടാണ് മരിച്ചത്. പക്ഷെ അന്ന് ആ സൗകര്യം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി. ആ ബൈബിൾ കോളേജിന്റെ ഒരു അറ്റത്തിരുന്ന ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന. അപ്പൊ ഈ ദേവദാസം പ്രാർത്ഥിച്ച സമയത്ത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു. ഇറങ്ങി വരുന്ന സമയം നോക്കുമ്പോൾ ആ മല കാണാം. 1 വർഷം മുമ്പ് ഞാൻ പോയിരുന്നു പ്രാർത്ഥിച്ച അതേ സിറ്റുവേഷൻ. ഇടി വെട്ടുന്നുണ്ട്, പൊള്ളിയാൻ മിന്നുന്നുണ്ട്, ആ ഓടമഞ്ഞിങ്ങനെ മൂടി മേൽഭാഗം മുഴുവൻ കാണാൻ കഴിയാതെ, എന്നാൽ അതേസമയം ചെറിയൊരു ചന്ദ്രന്റെ പ്രകാശത്തിൽ ചെറിയൊരു ഗ്ലൂമി ആയിട്ട് കാണാം ഇതെല്ലാം. അന്ന് ഞാനിങ്ങനെ ഓർത്ത് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഏകദേശം എക്സാക്ട്ലി അതേ സമയത്ത് ഞാൻ 1 വർഷം മുമ്പ് ഞാൻ അവിടെ ചെന്ന് ഫാസ്റ്റ് ഞാൻ അത് പ്രാർത്ഥിച്ചു. അത് വലിയൊരു ഒരു 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 ഗ്രേസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ 1 വർഷം മുമ്പ് ഞാൻ ഇപ്രകാരം ഒരു അനുഭവം ഉണ്ടായിട്ട് 1 വർഷത്തിന് ശേഷം ഇതേ സമയത്ത് എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എനിക്ക് അവിടെ പ്രാപിക്കാനിടയായി. അതിനുശേഷം പിന്നെ ഞാൻ ഈ പരീക്ഷ എഴുതി ഞാൻ ഇങ്ങോട്ട് വരുന്ന ആ സമയത്ത് എൻ്റെ വീട്ടിൽ വളരെ ചില പ്രശ്നങ്ങൾ കടന്നു വരാനുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ ചെറുപ്പം മുതൽ ഭയങ്കര കാട സ്വഭാവമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യത്വ രഹിതമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ നാട്ടുകാർക്കൊക്കെ നല്ല പ്രിയപ്പെട്ടവനൊക്കെ ആയിരുന്നു അന്ന്. പക്ഷെ ഞങ്ങൾക്കൊക്കെ വീട്ടുകാർക്കൊക്കെ ഭയങ്കര ഒരു പ്രശ്നവും തലവേദനയൊക്കെ ആയിരുന്നു. അപ്പം വീട്ടിൽ ആരുമായിട്ട് വലിയ സ്നേഹവും വലിയ കാര്യവും വലിയ അടുപ്പമൊന്നും ഇല്ലായിരുന്നു. ആരും ഒരു കാര്യം ഏൽപ്പിച്ചാൽ ചെയ്യത്തില്ല, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷെ ഇദ്ദേഹം അതിനുശേഷം എൻ്റെ പിതാവ് പലപ്പോഴും ഇദ്ദേഹത്തെ കഴ്സ് ചെയ്യായിരുന്നു, ശപിക്കുമായിരുന്നു. നീ ഒരിക്കലും നന്നാവത്തില്ല. അത് നേരിട്ടൊന്നും ശപിക്കില്ല, പോയി കഴിഞ്ഞതിന് ശേഷം. ഒരിക്കൽ വയലില് ഞങ്ങൾക്ക് അന്ന് ഡീസൽ എഞ്ചിൻ ഉണ്ട് നെൽവയലില്. അപ്പോൾ ഈ ഡീസൽ എഞ്ചിന് വേണ്ടിയിട്ട് അത് നന്നാക്കാനൊക്കെ ആയിട്ട് ഒരു 500 രൂപ, ഓർക്കണോ ഇന്നത്തേക്ക് ഒരു 40 വർഷം മുമ്പുള്ള ഒരു സംഭവമാണ്. ഒരു 500 രൂപ കൊടുത്തിട്ട് നന്നാക്കാനുള്ള കാര്യം പുള്ളി ഏകദേശം 300 രൂപ ചെലവാക്കിയിട്ട് ബാക്കി 200 രൂപ നീ നന്നാക്കിയോ? ഇല്ല. പൈസ എവിടെ? പൈസ 200 രൂപ കൊടുത്തിട്ട് പറയുക ബാക്കിയുള്ള ചെലവായി പോയി എന്ന് പറയുമ്പോൾ അപ്പനൊന്നും പറയത്തില്ല. പുള്ളി അവിടെ മാറിക്കഴിയുമ്പോൾ ശപിക്കുമായിരുന്നു. ആ പുള്ളി മിക്കവാറും ചില സമയത്തൊക്കെ അപ്പന്റെ മുമ്പിൽ ഇരുന്നിട്ട് കഞ്ചാവ് പൊതിഞ്ഞിട്ട് അത് ഉണ്ടാക്കി സൗരിമാര് പറഞ്ഞാലും ആരും ഒരു കാട സ്വഭാവമായിട്ട് നിൽക്കുകയായിരുന്നു. ആര് പറഞ്ഞാൽ അനുസരിക്കാത്ത കൂട്ടാക്കാത്ത അവസ്ഥയിലൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാൽ എൻ്റെ ജ്യേഷ്ഠൻ വിവാഹം കഴിച്ചതിന് ശേഷം സ്വഭാവമൊക്കെ മാറി. പുള്ളി നന്നായിട്ട് ജീവിക്കുന്നത് താല്പര്യപ്പെട്ടു. മദ്യപാനമൊക്കെ ഒരുവിധമൊക്കെ കളഞ്ഞു. ചില സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, എന്നാലും ഒരുവിധമൊക്കെ നല്ലതായിരിക്കുന്ന സ്വഭാവത്തിലൊക്കെ വന്നു. പക്ഷെ പുള്ളിക്ക് ഒരു സംഭവം നടന്നു. പുള്ളി ചെയ്യുന്ന എല്ലാം പരാജയപ്പെടുമായിരുന്നു. പുള്ളി ജോലി ചെയ്യാൻ ചെയ്യുമ്പോൾ അതെല്ലാം നഷ്ടപ്പെടും. ചില സമയം പുള്ളി സ്പ്രേ പെയിന്റിങ്ങും വെൽഡിങ്ങും ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു. എന്നാൽ അതൊക്കെ പുള്ളിക്ക് അത് കണ്ണിന് ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. പലതരത്തിലുള്ള പ്രയാസം. ഓട്ടോ ഓടിക്കുകയായിരുന്നു, ഡ്രൈവറായിരുന്നു. ഓട്ടോ ഓടിക്കുന്ന സമയത്ത് ഓട്ടോ പുള്ളിനെ വന്ന് ഇടിച്ചിടുകയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒത്തിരി നടന്നു. അതിന് പുള്ളിക്ക് ഒരു കാര്യം ചെയ്യാനൊക്കെ ഒക്കത്തില്ല, ചെയ്യുന്ന എല്ലാം പരാജയം. ഈ സമയത്ത് പുള്ളി ഒരു തടിക്കച്ചവടം നടത്തി. ആ തടിക്കച്ചവടം നടത്തിയിട്ട് ആ തടിക്കച്ചവടം പരാജയപ്പെട്ടു. എല്ലാവരും ചെയ്യുമ്പോൾ അത് സക്സസ് ആകുന്നുണ്ട്, ഇദ്ദേഹം ചെയ്യുമ്പോൾ അത് പരാജയപ്പെട്ടു പോകുന്നു. ഇതൊരു മരം കണ്ടിട്ട് ഇത്രയും രൂപ എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ അവസാനം വെട്ടി നോക്കുമ്പോൾ അത് കൊള്ളയായി കാണുന്നു. ആരുടെയും വാങ്ങി വെട്ടി വിൽക്കുന്ന ഇങ്ങനെയുള്ള ഇതൊക്കെയായിരുന്നു. പക്ഷെ
അങ്ങനെ പരാജയപ്പെട്ട് പുള്ളി ഒരു ദിവസം ഇത് വളരെ എൻ്റെ ജ്യേഷ്ഠത്തി അവര് കരയുന്നതായിട്ട് ഒരിക്കൽ ഞാൻ കണ്ടു. ഞാൻ പോകുന്ന സമയത്ത് പുള്ളിക്കാരത്തി കരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, എന്താ സംഭവിച്ചെന്താ ചേച്ചി എന്തിനാ കരയുന്നത്? പുള്ളിക്കാരത്തി പറഞ്ഞു, ഇത് നിന്റെ ജീവിതത്തിലായിരുന്നു, നീ എന്ത് ചെയ്യായിരുന്നു? പറഞ്ഞു, അമ്മാന്റെ ജീവിതത്തിലാണെങ്കിൽ ഞാന് ഒരു 2-3 ദിവസം ഉപവാസം എടുക്കും. പാസ്റ്റർമാരുടെ അടുത്ത് അന്ന് ലെറ്റർ ആയിരുന്നു. ഞാൻ പറയും, ഇവരുടെ അടുത്തൊക്കെ ആയിട്ട് ലെറ്റർ എഴുതും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയും. കർത്താവ് ഞങ്ങൾക്ക് വിടുതൽ തരും, അത്രേ ഉള്ളൂ. പുള്ളിക്കാരത്തി ഒരു ചെറിയൊരു ആശ്വാസം. പുള്ളിക്കാരത്തി ജ്യേഷ്ഠന്റെ അടുത്ത് എന്ന് പറഞ്ഞു. ഞങ്ങൾ തമ്മിൽ അത്ര ഒരു അടുപ്പമില്ലാത്ത അടുപ്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓപ്പൺ ആയിട്ട് ഞങ്ങൾ സംസാരിക്കും. ഇന്നും അത്ര ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് അങ്ങനെ സംസാരിക്കാറില്ല. ഇപ്പോഴും ഇച്ചിരി ഡിസ്റ്റൻസ് വെച്ചിട്ടൊക്കെയാണ്. അപ്പൊ അന്ന് ജ്യേഷ്ഠത്തി എന്ന് പറഞ്ഞു, ഇങ്ങനെ അനിയൻ പറയുന്നൊന്ന് ഉപവസിച്ചാലോ പ്രാർത്ഥിക്കും. എനിക്കങ്ങനെ ഉപവസിക്കുന്നു, നമ്മളും ക്രിസ്ത്യനല്ലേ, നമ്മളും പ്രാർത്ഥിച്ചാലൊക്കെ ദൈവം കേൾക്കുമല്ലോ എന്നൊക്കെ പറയാനിടയായി. എന്നാൽ അതിനുശേഷം കാര്യങ്ങളൊന്നും ഇദ്ദേഹം മുട്ടുകുത്തി ഇരുന്ന് പ്രാർത്ഥിക്കുന്നൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ കാണും. ഇങ്ങനെ മുട്ടുകുത്തി ഇരുന്നിട്ട് ഭയങ്കര ഭക്തിയോടെ പ്രാർത്ഥിക്കും. പക്ഷെ എന്നിട്ടും കാര്യം നടന്നില്ല. അപ്പൊ ഇങ്ങനെ വന്ന സമയത്ത് ഒരു ദിവസം എനിക്കിതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല. പിന്നീട് ഈ കാര്യം എനിക്ക് മനസ്സിലാവും. ഇദ്ദേഹം എൻ്റെ ജ്യേഷ്ഠത്തിയെ അവരുടെ വീട്ടിൽ കൊണ്ടാക്കി. അന്ന് കുഞ്ഞു മോളുണ്ട്, ഏകദേശം ഒരു 5-6 മാസം പ്രായമുള്ള ഈ മോളെയും കൂടെ അവരുടെ വീട്ടിൽ കൊണ്ടാക്കി ഇദ്ദേഹം സൂയിസൈഡ് ചെയ്യാനായിട്ട് ഒരു സ്ഥലം ആദ്യം ഫിക്സ് ചെയ്ത്, ഇന്ന സ്ഥലത്ത് ചെന്നിട്ട് ഞാൻ ഇന്ന രീതിയിൽ ഞാൻ മരിക്കും എന്നൊക്കെ തീരുമാനമെടുത്തു. അങ്ങനെ ആ സ്ഥലത്ത് പോയി നിൽക്കുന്നു. അദ്ദേഹത്തിന് ടൗണിൽ കൂടെ വരാൻ പേടിയാണ്. കാരണം അദ്ദേഹം ഒത്തിരി കടക്കാരനായതുകൊണ്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളായിരിക്കുന്ന ചില സേട്ടുമാര്, അതായത് അവിടുത്തെ ഭയങ്കര പണം പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ ഇദ്ദേഹത്തെ പൊക്കിയെടുത്തോണ്ട് പോകാൻ വേണ്ടി പലപ്പോഴും വീടുകളിലൊക്കെ വാഹനമായിട്ടൊക്കെ വരാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരെ ഇന്ന് രക്ഷപ്പെട്ടൊക്കെ പോകാനൊക്കെ ആയിട്ടാണ് പുള്ളി ശ്രമിക്കുന്നത്. ചില സമയത്ത് വനത്തിൽ അന്ന് ഫോറസ്റ്റ് ഗാർഡായിട്ട്, അല്ല ഫോറസ്റ്റ് വാച്ചറായിട്ട്, ഫയർ വാച്ചറായിട്ട് പുള്ളിക്ക് അന്ന് ജോലി ഉണ്ടായിരുന്നു, ചെറിയൊരു ജോലി കിട്ടി. പുള്ളി അവിടുന്ന് ചില സമയത്ത് ആന ഓടിക്കുന്ന സമയത്ത് ആനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടുന്നു. ഈ സമയത്ത് അദ്ദേഹം ആന വന്ന് എന്നെ ചവിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞ് കിടക്കുകയായിരുന്നു. പക്ഷെ ആന പോലും വരത്തില്ല പുള്ളിനെ ചവിട്ടാൻ. അന്ന് നേരത്തെ മുമ്പൊക്കെ ആയിരുന്നു ഈ ആനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുമായിരുന്നു. ആനേനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആന വരത്തില്ല. അങ്ങനത്തെ ഒരു സംഭവം. അങ്ങനെ പുള്ളി ടൗണിൽ കൂടെ വരാൻ പേടിച്ചിട്ട് പുള്ളി സൈഡിൽ കൂടെ ഒരു പോക്കറ്റ് റോഡ് കൂടെ അങ്ങനെ വന്ന് മറ്റൊരു സ്ഥലത്ത് പോയി നിന്ന് താൻ ആത്മഹത്യക്ക് വേണ്ടി ഒരു സ്ഥലം ഫിക്സ് ചെയ്തു. ആ സമയത്ത് ദൂരത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നതായിട്ട് പുള്ളിക്ക് അനുഭവപ്പെട്ടു. യേശു നിന്നെ വിടുവിക്കും, യേശു നിന്നെ വിളിക്കുന്നു, കടന്നു വരിക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിക്കുക. പുള്ളി വിചാരിച്ച് പെന്തിക്കോസ്തുകാരെന്തോ ഒരു മീറ്റിംഗ് നടക്കുക. അങ്ങനെ പുള്ളിയിൽ ഒരു ആഗ്രഹം, ചെന്നൊന്ന് കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ഈ ശബ്ദം കേൾക്കുന്നത്. ഈ രാത്രി സമയത്ത് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. അങ്ങനെ ആ ഒരു പ്രത്യേക ഏരിയയിൽ നടന്നു പോയി അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നുമ്പോൾ ഈ ശബ്ദം വന്ന് വെച്ചു. അപ്പൊ ഈ സമയത്ത് ഈ പോക്കറ്റ് റോഡില് ഈ സൈഡിലൊരു വീട്ടിൽ വെച്ച് ആരോ കുറച്ചു പേര് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ശബ്ദം കേൾക്കാം. അങ്ങനെ പുള്ളി ഈ മുറ്റത്ത്, അതായത് ആ റോഡിൽ നിന്ന് ഇറങ്ങി മുറ്റത്തേക്ക് കയറി, മഴ പെയ്യുന്നുണ്ട്, ആ മുറ്റത്ത് മുട്ടുമടക്കി ഇന്ന് പുള്ളിക്ക് അകത്ത് പോകാനൊരു പേടി, പോകാനുള്ള ഒരു ധൈര്യമില്ല. പക്ഷെ പുള്ളി മുറ്റത്തുനിന്ന് മുട്ടുമേൽ നിന്ന് താൻ പ്രാർത്ഥിക്കും, യേശുവെ രക്ഷിക്കണം എന്ന് പ്രാർത്ഥിച്ചു. നീ മരിക്കില്ല എന്ന് ദൈവം, ഒരു കർത്താവ് തനിക്ക് ഒരു അഷുറൻസ് കൊടുത്തു, ഒരു ഉറപ്പ് കൊടുത്തു, നിനക്ക് ഒന്നും സംഭവിക്കില്ല. അങ്ങനെ അദ്ദേഹത്തിന് ഒരു ധൈര്യം ലഭിക്കുകയും താൻ അവിടുന്ന് എഴുന്നേറ്റ് കർത്താവിനെ രക്ഷിക്കും എന്നുള്ള ഒരു ധൈര്യത്തോടെ കടന്നു വരികയും അതുപോലെ തന്നെ ചേട്ടത്തിയമ്മയൊക്കെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയൊക്കെ ചെയ്തു. അതിനുശേഷം ഒരാഴ്ചയ്ക്കുള്ളിൽ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, തയ്യാറാണ്, നമുക്ക് ഉപവസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പാസ്റ്റർ, ഞാൻ ഉപവസിക്കുന്ന സമയത്ത് ജെറി പാസ്റ്റർ, ഒരുപക്ഷെ ഈ സാക്ഷ്യം കേൾക്കുന്നുണ്ടെങ്കിൽ ഓർമ്മയുണ്ടായിരിക്കും, ജെറി പാസ്റ്റർ ഇങ്ങനെ പറയാനിടയായി. അദ്ദേഹം ഇങ്ങനെ ഉപവാസ പ്രാർത്ഥനയുടെ ഇടയിൽ, എൻ്റെ ജ്യേഷ്ഠന്റെ പേര് രാജൻ എന്നാണ്. എനിക്ക് വിശ്വാസമുണ്ട്, കർത്താവിനാൽ അസാധ്യമായിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് ഇത്രയൊരു വിശ്വാസം വരുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കർത്താവ് നിനക്ക് പണം തരുന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഇങ്ങനെ മാറിപ്പോകുന്നൊന്നും അങ്ങനെ എനിക്കത്ര ഒരു വിശ്വാസമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാം, ആരെയും നിങ്ങളെ കത്തി കൊണ്ട് കുത്തിയാലോ അല്ലെ ജയിലിൽ കൊണ്ടുപോയിട്ടാലോ യേശു തരുന്ന സമാധാനം മാറിപ്പോകത്തില്ല എന്ന് പറയാനിടയായി. ഈ സമയത്ത് മറ്റൊരു മിറക്കിളും കൂടെ നടന്നത്,
എൻ്റെ ജ്യേഷ്ഠനോട് ഇങ്ങനെ പറഞ്ഞു, നീ യേശുവിനെ രക്ഷിതായിട്ട് സ്വീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അന്ന് ഇങ്ങനെ പറഞ്ഞ സമയത്ത് പുള്ളി പറഞ്ഞു, ഞാൻ യേശുവിനെ രക്ഷിതായി സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആശ്ചര്യമായിട്ട് തോന്നി. കാരണം എൻ്റെ ഈ പരീക്ഷയുടെ സമയത്ത് KPONന്റെ ഒരു മീറ്റിംഗ് മാനന്തവാടി വെച്ച് നടക്കുകയും, ഇത് 93-ലാണ്. 93-ല് ഈ ഏകദേശം മാർച്ച്, ആ പരീക്ഷ എഴുതുന്ന ആ സമയത്ത് മാർച്ച് മാസത്തോട് ബന്ധിച്ച് നെക്സ്റ്റ് ഡേയിൽ എനിക്ക് പരീക്ഷയാണെങ്കിൽ ഒരു ദിവസം മുമ്പ് ഞാനിവിടെ മീറ്റിങ്ങിന് പോയിട്ടുണ്ട്. പക്ഷേ ഈ സമയത്ത് എൻ്റെ ജ്യേഷ്ഠനും കൂടെ അവിടെ വരികയും, അത് എനിക്കറിയത്തില്ല പുള്ളി വന്നത്, സുൽത്താൻ ബത്തേരി മാനന്തവാടി പോയി ഈ മീറ്റിംഗിൽ വെച്ച് യേശുവിനെ താൻ രക്ഷിതായി സ്വീകരിച്ചു എന്നുള്ളത് എനിക്ക് അറിയുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന സമയത്താണ്. അദ്ദേഹം അവിടുന്ന് യേശുവിനെ സ്വീകരിച്ചു. അതിനുശേഷം ആ 3-ാമത്തെ ദിവസം ഞങ്ങൾ പ്രാർത്ഥനയിൽ ഇരുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് പുള്ളിക്ക് ഒരു വിളി എടുക്കുന്നു. ആ വിളി വന്നത് പുള്ളി ഉടനെ പാസ്റ്ററോട് പറഞ്ഞിട്ട്, ആ ബെനഡിക്ഷന്റെ സമയത്ത് എൻ്റെ ജ്യേഷ്ഠനില്ല അവിടെ, അതിനുശേഷമാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ പുള്ളിക്ക് എൻ്റെ ആ പ്രശ്നത്തിന്റെ പരിഹാരം ആകാനായിട്ട് കർത്താവ് ഇടയാക്കി. 3 ദിവസം കഴിയുമ്പോഴത്തേക്കും, 3-ാമത്തെ ദിവസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും പുള്ളിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ആ പണം കൊടുക്കാനുള്ള പണം തനിക്ക് ലഭിക്കാനും ഈ പ്രശ്നങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാനും, താൻ എന്തിനു വേണ്ടി ആത്മഹത്യക്കായി ശ്രമിച്ചോ അതിൽ നിന്നെല്ലാം വിടുതൽ പ്രാപിപ്പാനെല്ലാം കർത്താവ് സഹായിച്ചു. ഞാൻ ദൈവം എത്ര നല്ലവനാണ്. ഒരുപക്ഷെ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരുപക്ഷെ നിങ്ങളുടെ ഈ ക്യാമറയുടെ മുമ്പിൽ അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ മധ്യത്തിൽ ഈ കാര്യം ഷെയർ ചെയ്യാൻ എനിക്ക് ഇപ്രകാരം കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ഹിതവുതായിരുന്നു. ഞാൻ 10ാം ക്ലാസ് പാസ്സായത് ഒരു അത്ഭുതമായിരുന്നു. ഞാൻ നോക്കിയ പേപ്പറിൽ എൻ്റെ പേരില്ല. ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു, എൻ്റെ അടുത്തുള്ള എല്ലാവരുടെയും പേരുണ്ടെങ്കിലും എൻ്റെ പേര് കാണുന്നില്ല. അവസാനം 3 മണിക്കൂറിലധികം 3-4 മണിക്കൂർ ഞാൻ കഷ്ടപ്പെട്ടു. കാരണം ന്യൂസ് പേപ്പറിൽ എൻ്റെ പേരിൽ, എൻ്റെ മുമ്പിലും താഴെയുള്ള പേരുണ്ട്. അവസാനമായിട്ട് ഞാൻ നിരാശനായിട്ട്, വളരെ നിരാശനായിട്ട് ടൗണിൽ പോയി നിൽക്കുന്ന സമയത്ത് ഏതോ ഒരു പേപ്പറിൽ നോക്കിയപ്പോൾ, അറിയാതെ മേലെ ചെന്ന് നോക്കിയപ്പോൾ അവിടുത്തെ ക്ലാസ് ഡിവിഷൻ ലിസ്റ്റിലാണ് എൻ്റെ പേര് വന്നിരിക്കുന്നത്. നോർമൽ ലിസ്റ്റിൽ ഞാൻ പേര് അന്വേഷിച്ചിട്ട് ഒരു 3-4 മണിക്കൂർ ഞാൻ തോറ്റുപോയെന്ന് പറഞ്ഞു വളരെ കഷ്ടപ്പെട്ട് അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇത് തോറ്റതല്ലാതെ കർത്താവ് കൂടുതൽ മാർക്കോടെ പാസ്സാകാനാണ് കർത്താവ് സഹായിച്ചത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അങ്ങനെ 93-ല് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വിട്ടുപോരുന്നതിന് മുമ്പ് എൻ്റെ ജ്യേഷ്ഠ വിശ്വാസത്തിലേക്ക് കടന്നു വരാനിടയായി. മാത്രമല്ല ഇന്ന് സുൽത്താൻ ബത്തേരിയില് എൻ്റെ പേര് പറഞ്ഞിട്ട് ഞാൻ ആർക്കും അറിയത്തില്ല. എന്നാൽ രാജൻ പാസ്റ്റർ അനിയൻ എന്നുള്ള ഒരു ലേബർ ഉണ്ടെങ്കിൽ മാത്രം ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് രാജൻ പാസ്റ്റർ അനിയനാണ്. എൻ്റെ ജ്യേഷ്ഠൻ ഭയങ്കര ഒരു വിരോധിയായിട്ട്, ഒരു ഹാർഡടിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ അദ്ദേഹം ഞാൻ ബൈബിൾ കോളേജിൽ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ കൊടക്കീഴിൽ നിന്നിട്ട് താൻ പോയി സ്നാനപ്പെടാനും ഒക്കെ കർത്താവ് സഹായിച്ചു. കർത്താവ് എനിക്കൊരു അഷുറൻസ്, ഒരു ദൈവ സ്നേഹം, ദൈവത്താൽ അസാധ്യമായിട്ട് ഇത് എങ്ങനെ സംഭവിക്കും? നമ്മൾ ഇതിൽ പറയല്ലോ, എന്താ പറഞ്ഞ പാറയിൽ നിന്നും തേൻ പൊഴി എന്ന് പറഞ്ഞ പോലെ പാറയിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? വാസ്തവത്തെ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് കർത്താവ് എന്ത് തന്നെ ചെയ്യാം കഴിയും. കർത്താവ് എൻ്റെ ജ്യേഷ്ഠന്റെ ജീവിതം മാറി. എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, എടാ നിന്റെ അന്യ സ്നാനപ്പെട്ട സമയത്ത് നീ അതും ഇതൊക്കെ പറഞ്ഞു, നീ പോയി സ്നാനപ്പെട്ടു. വാസ്തവത്തിൽ അതൊക്കെ ഒരു വലിയൊരു സാക്ഷിയായി. പുള്ളി ഒരു രാഷ്ട്രീയ പ്രവർത്തനായിരുന്നു. പുള്ളി തൻ്റെ സ്ഥാനങ്ങളെല്ലാം ഉപേക്ഷിച്ചു. താൻ സാവകാശത്തില് ഒരു സൺഡേ സ്കൂൾ ടീച്ചറായിട്ടും പിന്നെ സഹസുവിശേഷകനായിട്ടും ഹെൽപ്പറായിട്ടും പല രീതിയിൽ അങ്ങനെ വന്ന് പുള്ളി ഒരു സഭാസുശേഷനായിട്ട് അവിടെ സുൽത്താൻ ബത്തേരി അടുത്ത സ്ഥലങ്ങളിലെല്ലാം തന്നെ സുവിശേഷനായിട്ട് തന്നെ ദൈവവേല ചെയ്യുന്നു. ഞാൻ ഓർത്ത് ഞാൻ ദൈവത്തെ 93-ലാണ് പാസ്റ്റർ ഞാൻ ബൈബിൾ സ്കൂളിലേക്കായിട്ട് കടന്നു പോകുന്നു. ഞാൻ 93-ല് തെങ്കാശിയിൽ ആദ്യമായിട്ട് കടന്നുപോയി. അവിടെ ചെന്ന് ബൈബിൾ വചന അധ്യയനം നടത്താനായിട്ട് കർത്താവ് സഹായിച്ചു. അതുപോലെ തന്നെ ഒത്തിരി സംഭവങ്ങളുണ്ട്. പക്ഷെ ഞാനത് സമയത്തിന്റെ അഭാവം നിമിത്തം ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം മുമ്പോട്ട് എനിക്ക് ഒത്തിരി സാക്ഷ്യം പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ അതെല്ലാം മൈനസ് ചെയ്യാണ്. ഞാൻ ബൈബിൾ കോളേജിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് അവിടുന്ന് പൈസ ഇല്ല എനിക്ക് തിരിച്ചു വരാൻ. അപ്പൊ പൈസ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു എനിക്ക് വണ്ടിക്കൂലിയില്ല. അവിടെ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ഫുഡൊക്കെ കിട്ടും, മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സ്വന്തമായിട്ട്. പക്ഷെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനൊന്നും ജ്യേഷ്ഠന്റെയും സ്ഥിതിയൊന്നും അല്ലായിരുന്നു. വളരെ പ്രയാസമുള്ള ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഈ സമയത്ത്
എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് പൈസ ഇല്ല, തിരിച്ചു വരാൻ ഉള്ള പൈസ ഇല്ല. ഈ സമയത്ത് ഞാനും എൻ്റെ കൂട്ടത്തിൽ 1-2 സഹോദരന്മാരും, ഒരു ഷമുവേൽ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു അദ്ദേഹം IPCയുടെ ഒരു പാസ്റ്ററാണ്, അതുപോലെ തന്നെ മറ്റ് ചില സഹോദരന്മാർ, അവരുടെ അടുത്തും പൈസ ഇല്ലായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് മാത്രം മാറ്റി നിർത്തി ഞങ്ങൾക്കുള്ള വണ്ടിക്കൂലി, അല്ലെങ്കിൽ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഞങ്ങൾ നടന്ന് വയനാട് വരെ നടന്നു പോകണം എന്നുള്ള മൊത്തമായിട്ടുള്ള ഒരു പ്ലാനൊക്കെ എടുത്തിട്ട് ഞാൻ അങ്ങനെയായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ഇതുപോലെ ഒരു പ്ലാൻ ചെയ്തിരുന്നു. എനിക്ക് തിരുവനന്തപുരത്ത് പോകാനുള്ള ഒരു ആഗ്രഹം വന്നു. ഞാൻ സാറിനോട് പെർമിഷൻ ചോദിച്ചു. ആ പെർമിഷൻ കിട്ടി. പക്ഷെ എനിക്ക് പോകാനുള്ള പൈസ ഇല്ലായിരുന്നു. പുള്ളി പെർമിഷൻ തന്നു, പക്ഷെ എനിക്ക് പോകണമെങ്കിൽ പൈസ വേണം. ഞാൻ കുറെ ട്രാക്റ്റൊക്കെ എടുത്തു അവിടെ നിന്നുള്ള ഒരു സഞ്ചിയിലൊക്കെ നിറച്ച് ഞാൻ നടക്കുകയാണ്. നടന്നു പോകുന്ന സമയത്ത് ഒരു ഫോൺ അടിക്കുന്നു. അപ്പം മറ്റേ വേറൊരു സാറുണ്ട്, ആ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, യേശുദാസിന് ഇപ്പൊ ഒരു ഫോൺ വന്നിരുന്നു, നിങ്ങളുടെ സഹോദരി അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുകയാണ്, ഇപ്പൊ തിരുവനന്തപുരത്തുണ്ട്, പെട്ടെന്ന് പോയിട്ട് എനിക്ക് കാണാം, അല്ലെങ്കിൽ അവര് തിരിച്ചു പോകും. അയ്യോ, എനിക്ക് ഭയങ്കര കഷ്ടമായിപ്പോയി. ഞാൻ വിചാരിച്ചു ഇനി ഞാൻ എങ്ങനെ പോകും? എന്റെ വാസ്തവത്തിൽ സൗകര്യം കാണണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ പോകുന്നു. പക്ഷെ അവര് ഇത്രയും പെട്ടെന്ന് വരുന്ന കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. അന്ന് ഈ ടെലിഫോൺ മറ്റ് സൗകര്യങ്ങളൊന്നും ഇത്ര അധികം ഇല്ലായിരുന്നല്ലോ. എനിക്ക് ഈ ടെലിഫോണിന് മാത്രമേ ആശ്രയിക്കാൻ കഴിയുള്ളൂ. പൈസ ഇല്ല, ഒറ്റ പൈസ. അപ്പം ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, ഒരല്പസമയം മുമ്പ് ഒരു സഹോദരൻ, അദ്ദേഹം നമ്മളെ നിലമ്പൂരിന്റെ പ്രദേശത്ത് IPCയുടെ ഒരു പാസ്റ്ററാണ്. ആ സഹോദരൻ എൻ്റെ അടുത്ത് എൻ്റെ പോക്കറ്റിലേക്ക് എന്തോ വെച്ച് തരുന്ന എനിക്ക് അനുഭവപ്പെട്ടു. അത് ഞാൻ പിന്നീട് ഇത് മുമ്പ് നടന്ന സംഭവം ഞാനൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഈ സമയത്ത് ഞാൻ നോക്കി, എൻ്റെ കയ്യിൽ എന്തോ പൈസയായിരിക്കും, അതെന്താന്നുള്ളത് എനിക്ക് അറിയില്ല. നോക്കി കഴിഞ്ഞപ്പോ 25 രൂപയോളം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ 25 രൂപ എനിക്ക് എക്സാക്ട്ലി എവിടെ പോകണമായിരുന്നു. എനിക്ക് തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള പൈസ എൻ്റെ അടുത്തുള്ളൂ. ഇത്രയും പൈസ ഉണ്ട് എനിക്ക് തിരുവനന്തപുരത്ത് വരെ എനിക്ക് കുഴപ്പം കൂടാതെ എനിക്ക് പോവാം. ഞാൻ ഓർത്തു, അതിന് 2 ദിവസം മുമ്പ് നമ്മളെ MA തോമസ് എന്ന് പറയുന്ന ഒരു ദേവദാസൻ, നമ്മളെ ഈ ഇമ്മാനുവൽ ബൈബിൾ കോളേജ് കോട്ടായിൽ നിന്നുള്ളതാണ്. അദ്ദേഹം വന്ന് പ്രസംഗിച്ചിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം പറഞ്ഞു, ദശാംശം കർത്താവിന് വേണ്ടി മാറ്റി വെക്കാം. ഞാൻ വിചാരിച്ചു ദശാംശം എടുത്ത് മാറ്റി വെക്കാം. 2 രൂപ ആയിരുന്നു, ദശാംശം പോയി. ബാക്കിയുള്ളത് എനിക്ക് പോകാൻ ഒക്കത്തില്ല. പിന്നെ ഞാൻ ചെന്നിട്ട് ഏകദേശം തെങ്കാശി വരെ നടന്നു പോയതിനു ശേഷം അവിടുന്ന് ബസ് പിടിച്ചിട്ട് നെടുമങ്ങാട് വരെ ഞാൻ ബസ്സിന് പോവുകയും, നെടുമങ്ങാടുന്ന് ഏകദേശം തിരുവനന്തപുരത്ത് എനിക്കൊന്ന് പേട്ട വരെ നടന്നുപോയി. അതിനുശേഷം പിന്നെ അങ്ങോട്ട് ബസ്സിന് അല്പം ഇതുണ്ടായിരുന്നുകൊണ്ട് എനിക്ക് അവരുടെ വീട് വരെ എനിക്ക് കടന്നു പോകാൻ എൻ്റെ സൗകര്യം കാണാൻ എന്നെ കർത്താവ് സഹായിച്ചു. അപ്പൊ ഇതൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊന്നും ഇല്ലെങ്കിലും പൈസ ഇല്ലാതൊക്കെയാണ്, പക്ഷെ എന്നാൽ ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത്, അത് എൻ്റെ കരുതല് എനിക്ക് തീർച്ചയായിട്ടും അതുപോലെ 100 കണക്കിന് അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ തിരിച്ച് 94-ൽ ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. 1 വർഷത്തെ ട്രെയിനിങ് അവിടെ. എൻ്റെ അടുത്ത് കുറ്റപ്പുഴയില് അവിടെ നിന്ന് ഡിഗ്രിക്ക് വേണ്ടി മുമ്പോട്ട് പഠിക്കാൻ എനിക്ക് അവസരം തരാമെന്ന് പറഞ്ഞെങ്കിലും അവസാന സമയത്ത് പറഞ്ഞു അത് ആ നിയമം എടുത്ത് കളഞ്ഞു, ഇപ്പൊ അങ്ങനെയില്ല. എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞു ഇവിടെ പഠിപ്പിക്കാന്ന് പറഞ്ഞു, പക്ഷെ ഈ സമയത്ത് പറഞ്ഞു അത് ഒക്കത്തില്ല, അത് ഓൾറെഡി ഫില്ലായി. അവിടുത്തെ ഈ കുറ്റപ്പുഴയ്ക്ക് അന്ന് KP യോഹന്നാന്റെ ബൈബിൾ കോളേജാണ്, അവിടെ ഞങ്ങൾക്ക് സാധ്യത ഇല്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഇറ്റാർസിക്ക് ട്രൈ ചെയ്തു. പക്ഷെ ഇറ്റാർസിയിൽ എനിക്ക് പഠിക്കാൻ അവിടെ ലിസ്റ്റിൽ പേരില്ലെന്ന് പറഞ്ഞ് എനിക്ക് അറിയിപ്പ് കിട്ടി. പിന്നെ അതിനുശേഷം കോട്ടായില് രാജസ്ഥാനിലെ MA തോമസ് എന്ന് പറയുന്ന ആ ദേവദാസനെ ഞങ്ങളുടെ ബൈബിൾ കോളേജിൽ ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു അഡ്രസ്സ് എടുത്ത് ഞാൻ അങ്ങോട്ട് വന്ന് അവിടുന്ന് കോൾ ലെറ്റർ എനിക്ക് ലഭിക്കാനിടയായി. പക്ഷെ വിഷയം ഇതാണ്, ഞാൻ തിരിച്ചു വന്ന ഈ സമയത്ത് എൻ്റെ അടുത്ത് ഒറ്റ പൈസയില്ല, പോകാനുള്ള വണ്ടിക്കൂലിയോ എനിക്ക് യാതൊരു രീതിയിലും പൈസയൊന്നും ഇല്ലാതെയായി. ഈ സമയത്ത് എൻ്റെ ജ്യേഷ്ഠൻ വിശ്വാസത്തിലാണ്. ആ സമയത്ത് ഞാൻ വീട്ടിൽ വന്നിട്ട് ഏകദേശം 1-2 മാസത്തോളം എനിക്ക് യാതൊന്നും മുമ്പോട്ട് പോകാനുള്ള യാതൊരു വഴിയില്ല. എനിക്ക് നോർത്ത് ഇന്ത്യയിൽ പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്, നോർത്ത് ഇന്ത്യയിൽ ദൈവവേല ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്, പക്ഷേ പോകാനുള്ള കുഴപ്പമൊന്നുമില്ല. ഈ സമയത്ത് എൻ്റെ അടുത്ത് ചില സഹോദരന്മാരൊക്കെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ് ബ്രദറെ, നിങ്ങള് സഭയിലൊന്ന് സാക്ഷിയൊക്കെ ഒന്ന് പറ. പക്ഷെ എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ബോധ്യം എനിക്ക് അന്നില്ല. എനിക്കത് തീർച്ചയായിട്ടും എനിക്കതൊന്നും
ഒക്കത്തില്ലായിരുന്നു, എനിക്ക് ഇങ്ങനെ പോകാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്ന്. ഈ പ്രാർത്ഥന, ഈ ഇതുപോലുള്ള ഒരു സാക്ഷ്യം എനിക്ക് ഇങ്ങനെ ഞാൻ എന്നെ തല്ലി കൊന്നാലും ഞാൻ അങ്ങനെ പറയത്തില്ല എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു അന്ന്. ഇതൊന്നും എനിക്ക് ഒക്കത്തില്ല. പക്ഷെ പിന്നെ എങ്ങനെ? അപ്പൊ ഞാൻ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ വിചാരിച്ചു, എൻ്റെ അപ്പൻ നല്ലൊരു ധനവാനായിരുന്നു, തീർച്ചയായിട്ടും എനിക്ക് പോകായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഒക്കത്തില്ലല്ലോ. എൻ്റെ അപ്പൻ്റെ അടുത്ത് ചോദിക്കാനുള്ള ഗഡ്സും ഇല്ല. കാരണം നമുക്ക് എല്ലാവരും ഡിവിഷനൊക്കെ കഴിഞ്ഞു, നമ്മളെല്ലാവരും സ്വന്തമാണ്. നമുക്ക് ജ്യേഷ്ഠനെ ഒന്നും ആശ്രയിക്കാൻ കഴിയത്തില്ല, ആരെയും ആശ്രയിക്കാൻ കഴിയില്ല. അപ്പൊ നമുക്ക് എങ്ങനെ പോകാൻ കഴിയും? ഇതൊക്കെ പണക്കാർക്കുള്ള പണിയാണ്, പാവപ്പെട്ടവരുടെ പണിയൊന്നല്ല ഈ ദൈവവചനം പഠിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വളരെ നിരാശപ്പെട്ടിട്ട് ഒരു ദിവസം ഞാൻ എൻ്റെ മൂത്ത സൗരിയുടെ അവിടെ നിന്ന് എനിക്ക് സുൽത്താൻ ബത്തേരി വരെ വരണം. എൻ്റെ മുമ്പില് ബസ് കണ്ട സമയത്ത് ഞാൻ സാറിന് ഓടുന്ന പോലെ ഓടി നോക്കി, പക്ഷെ എൻ്റെ അടുത്ത് പൈസ ഇല്ലല്ലോ. പിന്നെ ഞാൻ നടന്നു വരുന്ന സമയത്ത് എൻ്റെ ഉള്ളിൽ വളരെ ദുഃഖത്തിൽ വന്നു. ഞാൻ വീട്ടിൽ വന്ന അടുത്ത ദിവസം കോൾ ലെറ്റർ വന്ന് കിടക്കുകയാണ്. അടുത്ത ദിവസം എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ കൂടെ ഒന്ന് വാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറമ്പിലേക്ക് ഇറങ്ങി അങ്ങനെ പോയി ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒറ്റപ്പെട്ട ഒരു മരം മാത്രം നിൽക്കുന്നുണ്ട്. ആ മരം എനിക്ക് കാണിച്ചു. നല്ല കുരുമുളക് ഇങ്ങനെ പടർന്ന് നടക്കുന്നുണ്ട്. അപ്പൊ ഈ മരം കാണിച്ചു തന്നിട്ട് പറഞ്ഞു, ഈ മരം ഇപ്പൊ നമുക്ക് വെട്ടിയിരുന്ന മേലെ ഇത്തിക്കണ്ണി എന്ന് പറയുന്ന ആ ചെടികളൊക്കെ ഉണ്ട്, അതിങ്ങനെ വേരിറങ്ങി, ഒരു സൈസ് ആൽമരം പോലത്തെ അതിങ്ങനെ വേരിറങ്ങി ഈ മരം ഒന്ന് നശിപ്പിച്ച് കളയും. അപ്പൊ ഈ മരം ഇപ്പൊ വെട്ടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് വല്ല ഉപകാരമുണ്ടോ? ഒരു കാര്യം ചെയ്യാം, ഈ മരം വെട്ടി വിൽക്കുകയാണെങ്കിൽ നിനക്ക് ഇച്ചിരി പൈസ ചിലപ്പോൾ കിട്ടുമായിരിക്കും, ഒരു 2000 രൂപ എന്തായാലും കിട്ടാതിരിക്കത്തില്ല. എന്റെ ജ്യേഷ്ഠൻ അന്ന് അതിനു മുമ്പ് തടി ബിസിനസ് നടത്തിയിട്ട് അറിയാമല്ലോ, പുള്ളി പരാജയപ്പെട്ടിട്ട് ഇട്ട് കളഞ്ഞ വർക്കായിരുന്നു 1 വർഷം മുമ്പ്. പുള്ളി ഈ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ പറയുകയാണെങ്കിൽ ഞാനിത് വെട്ടി വിൽക്കാം, ഒരു 2000 രൂപയെങ്കിലും കിട്ടുമായിരിക്കും, നിനക്ക് അത് കാര്യമാവുമല്ലോ. ഞാനത് എന്ന് പറഞ്ഞു. പുള്ളി ഉടനെ തന്നെ പുള്ളിന്റെ പഴയ ആൾക്കാരെയൊക്കെ ഒന്ന് വിളിച്ചു കൊണ്ടുവന്നു. ഇതങ്ങ് വെട്ടി, ഈ മരം വെട്ടിയതിന് ശേഷം അത് വിറ്റ് കഴിഞ്ഞപ്പോൾ ഏകദേശം 3600 രൂപ എല്ലാവർക്കും പണി കൊടുത്തതിന് ശേഷം, പണിക്കുള്ള പൈസ കൊടുത്തതിന് ശേഷം ഏകദേശം 3500-ൽ കൂടുതൽ രൂപ എനിക്ക് ലഭിക്കാനിടയായി. അതിൽ നിന്ന് ദശാംശം കഴിഞ്ഞ ശേഷം എനിക്കത് ഒരു എമൗണ്ട് എനിക്ക് അന്ന് വളരെ ഒരു ഗ്രേസ്ഫുൾ ആയിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് വണ്ടി കയറുന്ന ഈ രാജസ്ഥാനിലെ കോട്ടായി മാനുവൽ. ഏത് വർഷമാ പാസ്റ്ററെ? ഏത് വർഷമാണത്? ഇത് 94-ലാണ്. 94-ലാ. ഓ, ഇനി ഒത്തിരി കഥ ബാക്കി കിടക്കുമോ അല്ലയോ? അതെ. മിനിസ്ട്രി അനുഭവങ്ങൾ കൂടെ വേഗത്തിൽ ഒന്ന് ചുരുങ്ങിയ സമയത്തിൽ പാസ്റ്റർ ഒന്ന് പറയുകയാണെങ്കിൽ അനുഗ്രഹമായിരിക്കും. ശരി. അപ്പൊ ഇങ്ങനെ ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനെയാണ് ഞാൻ ചെല്ലുന്നത്. 1 വർഷത്തോളം ഞാൻ അവിടെ ഇമ്മാനുവൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആയിത്തീരാൻ കർത്താവ് സഹായിച്ചു. അതിനുശേഷം എൻ്റെ ഉള്ളില് പ്രേരണ ലഭിക്കാനിടയായി. ഒരു പെന്റിക്കോസ്റ്റൽ ബൈബിൾ കോളേജിൽ ഒന്ന് പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്നു. ചില കാര്യങ്ങൾ കൊണ്ട് എൻ്റെ ഉള്ളിൽ അത് വളരെ ഒരു ദൈവത്തിന്റെ ഹിതത്തോടെയാണ് ഞാൻ അവിടെ ചെന്നതെങ്കിലും ഇറ്റ് ഈസ് ഇനഫ്, ഇത് മതി എന്നുള്ള ഒരു ചിന്ത വന്നു. അതിന് ഞാൻ വീണ്ടും ഇറ്റാർസിലേക്ക് ഞാൻ ട്രൈ ചെയ്തു. അങ്ങനെ ഞാൻ ഇറ്റാർസിൽ നിന്ന് എനിക്കൊരു ലെറ്ററും കിട്ടിയില്ല. ഞാൻ നേരിട്ട് രാജസ്ഥാനിൽ നിന്ന് ഇറ്റാർസിലേക്ക് കടന്നു വന്നു. ഇറ്റാർസിൽ ചെന്നിട്ട് ഞാൻ അവിടെ പറഞ്ഞു, ഞാനിങ്ങനെ അപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് അത് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ നിന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടുന്ന് ഓഫീസിൽ നിന്ന് അറിയിച്ചു, പേരുണ്ടെങ്കിൽ നോക്കാം, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ വെയിറ്റ് ചെയ്തു. അദ്ദേഹം ചെന്നിട്ട് ഇങ്ങനെ മാത്യു അങ്കിൾ എന്ന് പറയുന്ന ഒരു അങ്കിളാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ. അദ്ദേഹം ഇതിങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് പറഞ്ഞു, നിങ്ങളുടെ പേരുണ്ട് യേശുദാസ് എന്നല്ലേ? SD യേശുദാസ്. അദ്ദേഹം ആ പേര് വായിച്ച വാസ്തവത്തിൽ ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ ഓർക്കുകയായിരുന്നു, ഇവിടെ ഈ ലിസ്റ്റിൽ എൻ്റെ പേരില്ലെങ്കിൽ ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ തിരിച്ച് കേരളത്തിലേക്ക് പോകുന്നില്ല, ഏതായാലും കോട്ട വിട്ടു, പിന്നെ എവിടെയാ പോകുന്നത്, നെക്സ്റ്റ് ഓപ്ഷൻ എന്താ? ഞാൻ വിചാരിച്ചു അന്ന് ഒഡീസയിലോ മറ്റെവിടെയെങ്കിലും പോയി ദൈവവേല ചെയ്യണം. എങ്ങനെ ചെയ്യണം എന്നൊന്നും അറിയത്തില്ല, ഭാഷ അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ എന്നാലും ദൈവം സഹായിക്കുന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ പേര് അവിടെ വന്നു. ഞാൻ അങ്ങനെ അവിടെ പഠിക്കാനായിട്ട് ഇടയായി. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഡോക്ടർ കുര്യൻ തോമസ്, അദ്ദേഹമാണ് അവിടുത്തെ മെയിൻ ആയിരിക്കുന്ന, അവിടുത്തെ ഫൗണ്ടർ ആയിരിക്കുന്ന വ്യക്തി. അപ്പം ഞങ്ങൾ അപ്പച്ചൻ എന്ന് വിളിക്കും, കുര്യൻ തോമസ് അപ്പച്ചൻ. ഏറ്റവും സ്നേഹം നിറഞ്ഞ, ഏറ്റവും ഒരു സപ്പോർട്ടീവ് ആയിരിക്കുന്ന, ഒരു അപ്പനെക്കാളും ഉറ്റു സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് കുര്യൻ തോമസ് അപ്പച്ചനെ എനിക്ക് അടുത്ത് അറിയാനും
എന്നെ വളരെ കരം പിടിച്ച് ഉയർത്താനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെല്ലാം ദേവദാസൻ എന്നെ കർത്താവ് ഉപയോഗിച്ചു. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കേരളത്തിലേക്ക് പോകാൻ ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് എനിക്ക് പോകാൻ ഒക്കത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് എനിക്ക് തിരിച്ചു പോയാലോ എന്നുള്ള ഒരു ചിന്തയൊക്കെ വന്നു. പക്ഷെ എങ്കിലും ഞാൻ കേരളത്തിലേക്ക് പോകാൻ ഇടയായി. അതിന് പോകേണ്ടതല്ലായിരുന്നു. ഞാൻ എനിക്ക് കോട്ടയിലേക്ക് തിരിച്ച് ടിക്കറ്റ് എടുത്തതിന് ശേഷം നാഗ്പൂർ ട്രെയിൻ ഇറങ്ങി. ആ ട്രെയിൻ ഇറങ്ങിയിട്ട് അടുത്ത ട്രെയിനിൽ കയറിയപ്പോൾ അതെന്തോ എനിക്ക് എൻ്റെ ഒരു ദിശ ഭംഗം വന്നിട്ട് മറ്റൊരു ട്രെയിൻ കയറിയത് അതും കേരളത്തിലേക്കായിരുന്നു. അങ്ങനെ ഞാൻ എനിക്ക് 2 ടിക്കറ്റ് ഉണ്ട്, ഒന്ന് കോട്ടയിലേക്കും ഒന്ന് കേരളത്തിലേക്കും. അങ്ങനെ ആ ടിക്കറ്റ് കാണിച്ച് ഞാൻ അങ്ങനെ കേരളത്തിലെത്തി. അത് നന്നായി. അതുകൊണ്ട് എൻ്റെ പിതാവിനെ എനിക്ക് അന്ന് കാണാൻ കഴിഞ്ഞു. കാരണം 95 ഇത് 94 ലാസ്റ്റിലാണ്. 94 എനിക്ക് എൻ്റെ പിതാവിനെ പോയി കാണാനും 94 അവസാനത്തോളം എൻ്റെ പിതാവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാൻ ഇടയായി. എൻ്റെ പിതാവിനെ ജീവനോടെ എനിക്ക് കാണാൻ ഇടയായി. പിതാവിനെ എനിക്ക് രണ്ടുപേരുടെയും ഡെഡ് ബോഡി ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പക്ഷെ എങ്കിലും കർത്താവ് സഹായിച്ചു. പിതാവിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എൻ്റെ വിവാഹം എങ്കിലും നടന്നു കാണണം. പക്ഷെ അതിന് അദ്ദേഹത്തിന് ഒത്തില്ല. എന്നാലും പിതാവിന്റെ സ്ഥാനത്ത് എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ വിവാഹം മറ്റും നടത്താൻ കർത്താവ് സഹായിച്ചു. പക്ഷെ ഞാൻ എൻ്റെ പഠനം കഴിയുന്ന സമയത്ത് ഞാൻ എൻ്റെ ഇടയിൽ എൻ്റെ +2 എടുക്കാൻ കർത്താവ് സഹായിച്ചു. ഡിഗ്രി ഭോപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ബർക്കത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാനും കർത്താവ് സഹായിച്ചു. എൻ്റെ ഒരു പ്രാർത്ഥനയായിരുന്നു ബൈബിൾ കോളേജിലെ പഠനം കഴിഞ്ഞാൽ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. എൻ്റെ 2 ഓപ്ഷൻ ദൈവസന്നിധിയിൽ വെച്ചു. ഒന്ന്, എനിക്ക് ലക്നൌവിൽ പോകണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഈ OM ടീമിൽ ചെന്ന് വർക്ക് ചെയ്യാൻ എനിക്ക് വളരെ ഒരു താല്പര്യമായിരുന്നു. അങ്ങനെ ഞാൻ അതിനു വേണ്ടി ആപ്ലിക്കേഷൻ അയച്ചു. പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എൻ്റെ അടുത്തുണ്ടായിരുന്നത്, ഒരു ദൈവദാസൻ വന്ന് സാക്ഷ്യം പറഞ്ഞത് മുംബൈയിൽ നിന്നുള്ള ഒരു ദൈവദാസനായത്, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു എനിക്കൊരു അസിസ്റ്റന്റ് പാസ്റ്റർ ആവശ്യമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒക്കെയാണെങ്കിൽ ഇദ്ദേഹത്തെ ഒന്ന് തട്ടിമുട്ടി എങ്ങനെങ്കിലും ഒരു അസിസ്റ്റന്റ് പാസ്റ്റർ ആയിട്ടാണെങ്കിലും വർക്ക് ചെയ്യാം. ഈ 2 ഓപ്ഷൻ വെച്ച് ഞാൻ പ്രാർത്ഥിക്കാനിടയായി. അന്ന് ജൂൺ 10 ഞാൻ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാത്മാവിനോട് ഇടപെട്ടു. ഞാൻ നിന്റെ ഓപ്ഷൻ, അതായത് നിന്റെ ആഗ്രഹത്തെ അത് ഞാൻ നിവർത്തിക്കുകയാണെങ്കിൽ നീ എൻ്റെ ദാസനായിരിക്കത്തില്ല. എന്നാൽ നീ എൻ്റെ ആഗ്രഹത്തെ എൻ്റെ ഒരു കണ്ടീഷൻ ഇല്ലാതെ നീ എന്നെ അനുസരിക്കുകയാണെങ്കിൽ മാത്രമേ നീ എൻ്റെ ദാസനായി തീരത്തുള്ളൂ എന്നുള്ള ദൈവശബ്ദം ഞാൻ ആ വർഷം എനിക്ക് കേൾക്കാനിടയായി. ഇത് 98 98 ജൂൺ മാസം 10 ഈ ദൈവശബ്ദം കേൾക്കാനിടയായി. അങ്ങനെ ഞാൻ എൻ്റെ ഈ 2 ഓപ്ഷനുകളും ഞാൻ ക്യാൻസൽ ചെയ്ത ശേഷം ന്യൂട്രലായിട്ട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിടയായി. അതുപോലെ തന്നെ അതിനുശേഷം ഒരു മാത്യു സണ്ടർ എന്ന് പറയുന്ന അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കുന്ന ദേവദാസൻ, അദ്ദേഹത്തെ കാണാനായിട്ട് ഞാൻ ഓഫീസിൽ കടന്നു പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാനിടയായി, യേശുദാസേ, നിങ്ങൾ ഇനിയിപ്പം ദൈവവേലയ്ക്ക് വേണ്ടി എവിടെയാ പോകുന്നത് എന്ന് ചോദിക്കാനിടയായി. ഞാൻ പറഞ്ഞു, നിങ്ങൾ പ്രായമുള്ളവരാണ്, നിങ്ങളാണ് എന്നെ ഗൈഡ് ചെയ്യേണ്ടത് എന്ന് പറയാനിടയായ സമയത്ത് ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് താൻ ഒരു ലെറ്റർ ഇങ്ങനെ വായിച്ചതിന് റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഈ ലെറ്റർ കണ്ടോ, എനിക്ക് പല ലെറ്ററായിട്ട് എനിക്ക് കിട്ടുന്നതാണ്. ഈ അംലായി എന്ന് പറയുന്ന സ്ഥലത്ത് പാസ്റ്റർ ഇല്ല, ഞങ്ങൾക്ക് പാസ്റ്റർ വേണം. ഞങ്ങൾ പാസ്റ്റർ എവിടുന്നാണ് കുഴിച്ചെടുത്ത് കൊടുക്കുന്നത്, ഞങ്ങൾക്ക് പാസ്റ്റർ ഇല്ല. അപ്പൊ അതുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ഹിന്ദിയിൽ പ്രസംഗിക്കാനാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് നോർത്ത് ഇന്ത്യയിൽ മിനിസ്റ്റർ ചെയ്യണം, അപ്പൊ എനിക്ക് ഹിന്ദി തന്നെ എനിക്ക് പ്രസംഗിക്കും. ഇദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അംലായിൽ ഒരു പാസ്റ്റർ ഇല്ല, എനിക്ക് പോകാവൂ എന്ന് ചോദിച്ച സമയത്ത് അതൊരു ദൈവ വിളിയായിട്ട് എനിക്ക് അനുഭവപ്പെടാനിടയായി. അങ്ങനെയാണ് പാസ്റ്റർ ഞാൻ ഈ മധ്യപ്രദേശില് അംലായി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ജൂലൈ 31 വരെ ഞാൻ ഇറ്റാർസിയിൽ അവിടെ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഓഗസ്റ്റ് 1 ഞാനിവിടെ അംലായി എന്ന സ്ഥലത്തേക്ക് ഞാൻ വരികയാണ്. ഞാൻ ആ ചർച്ചില് ഞാൻ അവിടുത്തെ ഭാരം ഏറ്റെടുക്കുകയും ചെയ്യാനിടയെ അവിടുത്തെ ചർച്ചിലെ കാര്യങ്ങൾ നോക്കി നടത്താൻ തക്കൊണ്ട് കർത്താവ് സഹായിച്ചു. ഞാൻ വരുന്ന സമയത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതും പല കാര്യങ്ങളുണ്ട്. കർത്താവിന്റെ ദാസനായിരിക്കുന്ന കുര്യൻ തോമസ് അപ്പച്ചനായിരുന്നു. എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു, വിശ്വാസം നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് എന്തുണ്ട്, വല്ല നിവൃത്തിയുണ്ടോ? ഞാൻ പറഞ്ഞു, എല്ലാം ദൈവം നോക്കിക്കോളും. പക്ഷെ പുള്ളി എന്നെ വിളിച്ചുകൊണ്ടുപോയി ബജാറിൽ പോയിട്ട് എനിക്ക് വേണ്ടുന്ന എല്ലാ യൂട്ടൻസിൽസ് എല്ലാം വാങ്ങിച്ചു തന്നു, ഉപകരണങ്ങളെല്ലാം വാങ്ങിച്ചു തന്നു. പാത്രങ്ങളും പല ഭക്ഷണം ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും വാങ്ങിച്ചു തന്നതിന് ശേഷം
ബില്ലടക്കം എൻ്റെ അടുത്ത് വന്ന് ഏൽപ്പിച്ച് എന്നെ അയച്ച് പ്രാർത്ഥിച്ചയച്ച കർത്താവിന്റെ ദാസനാണ് ഈ ദേശത്തേക്ക് അയക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നു വരാനിടയായി. 1 വർഷത്തോളം ഞങ്ങൾ നല്ല അനുഗ്രഹമായിട്ട് ഇവിടുത്തെ മിനിസ്ട്രിയിൽ നടന്നുകൊണ്ടിരുന്നു. ഒന്ന്, എനിക്ക് ഭാഷ, ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് പ്രസംഗിച്ച് ഞാൻ ഇംഗ്ലീഷിലായിരുന്നു. ഒരു ദേവാസൻ ഉണ്ടായിരുന്നു, അദ്ദേഹം ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. 2ാമത്തെ ദിവസം ചിലരൊക്കെ ഇംഗ്ലീഷ് അറിയുന്നവരുണ്ടെങ്കിലും അവർ പറഞ്ഞു, പാസ്റ്റർ എന്നെ പ്രസംഗിച്ചാൽ മതി. എനിക്ക് അത് ഞാൻ പിന്നീട് അങ്ങനെ പ്രസംഗിക്കാൻ തുടങ്ങി. ഏകദേശം 3 മാസം കഴിഞ്ഞപ്പോൾ ഒരു സഹോദരി എഴുന്നേറ്റ്, ഗ്രാമത്തിൽ നിന്നുള്ള ഒരു സഹോദരി, അവർ പറഞ്ഞു, പാസ്റ്റർ പറയുന്നു ഒന്ന്, ഞാൻ വിചാരിക്കും ഭയങ്കര ഹിന്ദിയാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ പുള്ളിക്കാരത്തി എഴുന്നേറ്റ് പറയാണ്, പാസ്റ്റർ ഇങ്ങനെ ഞാനിങ്ങനെ ഈ ദൈവാസം വന്ന് പ്രസംഗിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊന്നും മനസ്സിലാകത്തില്ലായിരുന്നു. എന്നാൽ ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, കർത്താവൊക്കെ മനസ്സിലാക്കി തരാനുള്ള കൃപ തരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ കൃപയാണ്, അല്ലാതെ എന്റെ ഭാഷയും കൊണ്ടൊന്നുമല്ല. അപ്പൊ ഇതുപോലെ മറ്റൊരു സഹോദരി, അവര് ഒരു ഹെഡ് മിസ്ട്രസ് ആണ്. അവര് പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾക്ക് നല്ല ഭാഷയൊന്നും ഇല്ല എന്നൊക്കെ അറിയാം, ഇപ്പോഴും നല്ല ഭാഷയൊന്നും അല്ല, പക്ഷെ നിങ്ങൾ പറയുന്ന എന്താന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ദാറ്റ് ഈസ് ഇനഫ് ഫോർ us. ഞങ്ങൾക്ക് അത് മതി, നിങ്ങൾ പറയുന്ന മനസ്സിലാവുന്നുണ്ട്, അത് മതി. എന്നാ കർത്താവ് ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളെ അവിടെ കൊണ്ടുവന്ന് നിർത്താനും മിനിസ്ട്രിയിൽ മുമ്പോട്ട് പലയിടങ്ങളിലായിട്ട് സൺഡേ സ്കൂള് കാര്യങ്ങൾ നല്ല അനുഗ്രഹമായിട്ട് നടത്താനായിട്ട് കർത്താവ് സഹായിച്ചു. ഇതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു പ്രശ്നം വന്നത്, ഒരാൾ ഒരു കംപ്ലൈന്റ് അയച്ചു ഇടാർസിയിലേക്ക്, ഞങ്ങളുടെ കുര്യൻ തോമസ് പ്രസിഡന്റ് അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് വിവാഹം കഴിച്ച ഒരു പാസ്റ്റർ മതി, ഇദ്ദേഹം വിവാഹം കഴിക്കാത്ത ആളാണ്. അപ്പൊ ഞങ്ങൾക്ക് വിവാഹം കഴിച്ച, വാസ്തവത്തിൽ ഞങ്ങളുടെ ചർച്ചിലെ ഒരു വ്യക്തിയോ അല്ല ഈ ലെറ്റർ അയച്ചത്, മറ്റേതോ ഒരു ദേവാസന അവിടെ വന്നിട്ട് അദ്ദേഹത്തിന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ സഭ കിട്ടിയാൽ കൊള്ളാമെന്ന്. പക്ഷെ പുള്ളി ഇച്ചിരി ലേറ്റായി പോയി. അതിനു മുമ്പ് ഞാനിവിടെ വന്നുകൊണ്ട് അദ്ദേഹം വിചാരിച്ചു, ഇദ്ദേഹത്തെ എങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഞാൻ അവിടെ വരുമായിരുന്നു എന്നുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എനിവേ, ഞങ്ങളുടെ മറ്റൊരു പറഞ്ഞു, ഞങ്ങളുടെ ഇദ്ദേഹത്തിന്റെ അവിടെ ഒരു ഹെഡ് മിസ്ട്രസ് ആയിരിക്കുന്ന ഒരു സൗരിയുടെ പേരിലാണ് ലെറ്റർ പോയത്. ഒരു തോമസപ്പച്ചൻ പറഞ്ഞു, അവരൊരിക്കലും ആവാൻ സാധ്യത, കാരണം പഠിപ്പില്ലാത്ത ഒരു വ്യക്തിയുടെ ഒരു എഴുത്തായിട്ടാണ് എനിക്ക് കണ്ടിട്ട് മനസ്സിലായത് എന്ന് പറയാനിടേ. വാസ്തവത്തില് ഞാൻ പറഞ്ഞു വന്നെന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ വിവാഹത്തിന്റെ ഒരു ആവശ്യം വന്നു. കുര്യൻ തോമസ് അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞു, യേശുദാസ്, ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടെ ഒരു സൗകര്യമുണ്ട്, അത് ആന്ധ്രക്കാരത്തിയാണ്, നല്ല സൺഡേ സ്കൂളൊക്കെ നടത്തും, ഒരുവിധ ഇവിടെ ആൾക്കാരെയൊക്കെ കൂട്ടി വരുത്തി, അപ്പൊ മിനിസ്ട്രിക്ക് നല്ല ഉപകാരമായിരിക്കും, ഞാൻ നോക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അപ്പച്ച, എനിക്ക് എൻ്റെ അപ്പന്റെ സ്ഥാനത്ത് എൻ്റെ ഒരു ജ്യേഷ്ഠനുണ്ട്, അദ്ദേഹത്തിന് ഒരു അവസരം ഞാൻ കൊടുക്കും, അദ്ദേഹം അതുപോലെ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താന്ന് പറഞ്ഞാൽ ചെയ്യാം എന്ന് പറഞ്ഞു. ഞാൻ ദൈവകൃപയിൽ ഞാൻ ഷോർട്ടായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ 99 എൻ്റെ വിവാഹം എൻ്റെ ജ്യേഷ്ഠൻ മുഖാന്തരമായിട്ട് എൻ്റെ പിതാവിന്റെ സ്ഥാനത്ത് വെച്ച് എൻ്റെ വിവാഹം നടത്തി തരാനായിട്ട് ഇടയായി. ജീന സിസ്റ്റർ അവിടുത്തെ മീനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താണ് ജീനയുടെ വീട്. അദ്ദേഹത്തിന്റെ അപ്പനും അമ്മയും അവര് AG ചർച്ചിലെ വിശ്വാസികളാണ്. അവിടെ നിന്നാണ് ഞാൻ വിവാഹം കഴിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങൾ നടത്താനിടയായി. ഒന്നാമതായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി മിനിസ്ട്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി സ്ട്രഗിളും ഒത്തിരി കാര്യങ്ങളെല്ലാം അനുഭവിക്കാനിടയായി. ഇവളുടെ ദാരിദ്ര്യത്തിൻ്റെതായിരിക്കുന്ന ആരംഭ സമയത്ത് ഞങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ എല്ലാം ഉള്ളതായിട്ടൊക്കെ ഞങ്ങൾ ജീവിച്ചൊക്കെ പോന്നു. പലതരത്തിലുള്ള ഒറ്റൊരു റൂമില് വളരെ കഷ്ടതയുള്ള ഒരു ഇതൊക്കെയായിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ. പക്ഷെ എന്നാലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. കർത്താവിന്റെ വേലയിലാണെങ്കിൽ എല്ലാം ഞാൻ ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഒരു കട്ടിൽ പോലും ഇല്ലായിരുന്നു. കാരണം മുമ്പ് പോയിരുന്ന കർത്താവിന്റെ ദാസൻ എല്ലാ കാര്യങ്ങളും പലർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ശേഷം കാലിയായിട്ട് കിടന്ന്. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ ഒന്നുമില്ലായിരുന്നു. എന്നാൽ ദൈവം സാവകാശത്തിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യും, അനുഗ്രഹമായിട്ട് നടത്തുകയും എല്ലാം ചെയ്തു. അനേകരിലൂടെയൊക്കെ കാര്യങ്ങളെല്ലാം നടത്താനിടയായി. ഞങ്ങൾക്ക് പലപ്പോഴും ഇല്ലായ്മയുടേതായിരിക്കുന്ന അനുഭവങ്ങളെല്ലാം വന്നിട്ടുണ്ട്. എന്നാലും ദൈവം സഹായിച്ചു. എനിക്ക് 1-2 അനുഭവങ്ങൾ ഇങ്ങനെയുണ്ട്. ഒരിക്കലും ഒരു ഉമ എന്ന് പറയുന്ന ഒരു സഹോദരി, ഒരു വിശ്വാസി, അവര് കടന്നു വരാനായിട്ട് ഇടയായി. അവർക്ക് ഇങ്ങനെ ഭയങ്കര ബാധ ഏറ്റിരിക്കുന്ന എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെതായിരിക്കും ഒരു ബന്ധനത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയായിരുന്നു. പലപ്പോഴും ഇറങ്ങി ഓടി ട്രെയിൻ പാളത്തിലൊക്കെ പോയി അങ്ങോട്ടേക്കൊക്കെ ഓടിപ്പോയി അവരെ വിളിച്ചുകൊണ്ട് വരും. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിലായിരുന്നു. അവര് വന്ന് പ്രാർത്ഥിക്കുകയും അവർക്ക് വിടുതൽ ലഭ്യമാകുകയും ചെയ്തു. എനിക്ക് ഓർക്കുന്നുണ്ടെന്നും
ആ ആ സ്ത്രീയുടെ തലയൊക്കെ ജട പിടിച്ചിട്ട് അത് വളരെ ഭാരമുള്ള, എപ്പോഴും തലവേദനയായിട്ടും വളരെ ഭാരപ്പെട്ടിരുന്ന ജീന, എനിക്കത് ഒരിക്കലും ചെയ്യാൻ ഒക്കത്തില്ല. ജീന കത്രി എടുത്തിട്ട് ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ ഒരു വടിയെടുത്ത് ഇങ്ങനെ കുത്തി പൊക്കി ഇങ്ങനെ മുറിച്ച് ആ മുടിയൊക്കെ മുറിച്ചത് മാറ്റി അത് അവരെ ഒരുവിധം അത് ഇതാക്കി അത് കഴിഞ്ഞിട്ട് അവർക്ക് ഒരു വിടുതൽ ലഭ്യമാകാനിടയായി. അതിനുശേഷം ആ ഒരു സൗകര്യം ഉമാബായി എന്ന് പറയുന്ന ആ സൗകര്യം പഠിപ്പൊന്നുമില്ലാത്ത ഒരു സൗകര്യമാണ്. പക്ഷെ അവര് മുഖാന്തരം അനേകര് ആ ദേശത്ത് ദൈവത്തെ കടന്നു വരേണ്ടേ. അവര് ചിലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ചിലർക്ക് ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പിശാച് പിടിച്ച് ചിലപ്പോൾ ബോധം കെട്ട് കിടക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് ചിലരൊക്കെ ഇവിടെ ജാടുപ്പൂക്ക് എന്ന് പറയും, എന്ന് പറഞ്ഞാൽ താന്ത്രികമായിരിക്കുന്ന വില്ലേജിലെ താന്ത്രികമായിരിക്കാൻ കാര്യങ്ങൾ ചെയ്യുന്നു. അവർ ചെന്നിട്ട് അവർക്ക് വേണ്ടിയൊക്കെ ചെയ്യുമ്പോഴൊന്നും അതൊന്നും ശരിയെന്നില്ല. അപ്പൊ അവർ പറഞ്ഞു, ഈ പള്ളി പോകുന്ന ഒരു സൗകര്യം ഉണ്ടല്ലോ ഉമാബായി, അവരെ വിളിച്ചിട്ട് പോവാ. അവർക്കൊന്നും അറിയില്ല, പക്ഷെ എന്നാലും യേശുവിന്റെ നാമത്തിൽ അവർ സൗഖ്യമാട്ടെ എന്ന് പറയുമ്പോൾ അവർ സൗഖ്യമാകും. ഒരിക്കലും ഒരു കുഞ്ഞ് 14 ദിവസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ട് അവര് സൗഖ്യമാകാതെ ഇരുന്നിട്ട് അവസാനം അവരെ കൊണ്ടുവന്ന് ഞങ്ങളുടെ അവിടെ ഒരു ഭവനത്തിൽ കൊണ്ടുവന്ന് ഇടാനിടയായി. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഞാൻ ആദ്യമായിട്ട് പോയി പ്രാർത്ഥിച്ചു. ഞാൻ 2ാമത്തെ ദിവസം ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവർക്കൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. കഴിച്ചു കഴിഞ്ഞ ഉടനെ വൊമിറ്റ് ചെയ്യായിരുന്നു. ആ കുഞ്ഞ് അസ്ഥിവഞ്ചനം പോലെയായിരുന്നു. പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ഈ കുഞ്ഞിനെ അതിനെ കഞ്ഞി ഉണ്ടാക്കിയിട്ട് സ്പൂണില് വാരി കോരി കൊടുക്കുന്നതായിട്ട് കാഴ്ച കാണാനിടയായി. അതിനുശേഷം 1-2 ദിവസത്തിനുള്ളിൽ അവര് ബിൽക്കുൽ ഓൾറെഡി അത് ശരിയായിട്ട് പൂർണ്ണമായിട്ട് സൗഖ്യമായിട്ട് അവര് ഭവനത്തിലേക്ക് കടന്നു പോകാനായിട്ട് ഇടയായി. അതുപോലെ ഒത്തിരി അനുഭവങ്ങൾ പാസ്റ്ററെ ദൈവം പലരിലൂടെയും ചെയ്തു. ഒരിക്കൽ ഒരു സഹോദരി, പർണി ദേവി എന്ന് പറഞ്ഞ ഒരു സഹോദരി, അവരുടെ ഭർത്താവ്, അവരുടെ ഒരു കുഞ്ഞ് മരണപ്പെടാനിടയായി. അതിനുശേഷം ഒരു പ്രത്യേക തരത്തിലുള്ള രോഗം വന്നു, വയറുവേദന, പനി, ഇതൊക്കെ ആയിട്ട് വൊമിറ്റിംഗ് വരുമായിരുന്നു. അതിനുശേഷം അവർ മരിച്ചുപോയി. ആ മകൻ മരിച്ചതിന് ശേഷം അവര് ഗ്രാമത്തിൽ പോയത്, അവർ തിരിച്ചു വന്നതിന് ശേഷം അവരുടെ ഒരു മോളും കൂടെ മരണകരമായിരിക്കുന്ന രോഗത്താൽ ഭാരപ്പെട്ടു. അവര് ചെന്ന് ഏതൊരു താന്ത്രികന്റെ അടുത്ത് പോയി, അപ്പം മന്ത്രവാദിയുടെ അടുത്ത് പോയി. അവര് പറഞ്ഞു, നിങ്ങൾ ആശുപത്രി പോയി രക്ഷപ്പെടത്തില്ല, ഇന്നതൊക്കെ തരണം. അവര് പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു. അവരിതെല്ലാം കൊണ്ട് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും ഇവർക്ക് സൗഖ്യം വന്നില്ല. ഈ കുഞ്ഞ് മരിച്ചുപോയി. കുഞ്ഞ് മരിച്ചതിന്റെ പിറ്റേ ദിവസം, അന്ന് തന്നെ ഈ കുഞ്ഞിന്റെ ഈ മകള് മരിച്ചു. ആദ്യം മകൻ മരിച്ചു, ഒരു മോള് മരിച്ചു. മോള് മരിച്ചതിന് അന്ന് തന്നെ അപ്പനും തലകറങ്ങി അവിടെ വീണു, ബോധക്കേട്ടായി വീണു. അവരെ ഷഡോളിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് ആ അപ്പനും മരണപ്പെടാനായിട്ട് ഇടയായി, ആ കുടുംബനാഥൻ. ആ സമയത്താണ് ഞാൻ ഈ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. അതിന് മുമ്പ് ചെന്നപ്പോൾ ഞാൻ ഇവരെല്ലാവരും കണ്ടതാണ്. അതിന് ശേഷം ചെല്ലുന്ന സമയത്ത് ഞാൻ ഈ ഭവനത്തില് വെറും ഈ 3 പേരില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. ഈ സമയത്ത് ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനിടയായി. ഇവര് പറഞ്ഞു, ഇത് ഈ പിശാചിന്റെ, അതായത് പൈശാചിയുമായിരിക്കുന്ന ബന്ധനമാണെന്ന് മനസ്സിലായി. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്ത് ദൈവാത്മാവ് എന്നോട് ഇപ്രകാരം സംസാരിക്കാനിടയായി, പിശാചി ഭവനത്തെ മുഴുവനായിട്ടും നശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഞാൻ മുട്ടുകുത്തി, ഞാൻ അവരുടെ വീട് അന്ന് ഡെഡ് ബോഡി എടുത്തു മാറ്റിയതേ ഉള്ളൂ. അപ്പൊ ആ വീടൊന്ന് കഴുകി ഇങ്ങനെ വൃത്തിയാക്കി, ആ നനഞ്ഞിരിക്കുന്ന വീട്ടിൻ്റെ അകത്ത് ഞാൻ കയറി പ്രാർത്ഥിച്ചപ്പോ ദൈവം എനിക്ക് അഷുറൻസ് തന്നു, ഈ ഭവനത്തിൽ ഇനിയും ഇതുപോലെ ഒന്നും സംഭവിക്കത്തില്ല. ഞാൻ അവർക്ക് വേണ്ടി ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം മുതൽ ഞങ്ങൾ രാവിലെയും ഉച്ചയ്ക്കൊക്കെ ആയിട്ടൊക്കെ പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ കുടുംബം പൂർണ്ണമായിട്ട് ഈ രോഗത്തിൽ നിന്ന്, എല്ലാവർക്കും രോഗമായിരുന്നു. ആ സഹോദരിക്ക്, അതായത് ആ പർണി ദേവി എന്ന് പറയുന്ന, അവർക്കും ഇതുപോലെ പനിയും വയറുവേദനയും ഉണ്ടായിരുന്നു. മകൻ ഈ പനിയാൽ ഭാരപ്പെട്ടിരുന്നു. ഒരു മോളും ഇതുപോലെ തന്നെ രോഗത്തിലായിരുന്നു. എന്നാൽ അവർക്കൊക്കെ സൗഖ്യമാകാനൊക്കെ കർത്താവ് ഇടയാക്കി. ആ കുടുംബം രക്ഷപ്പെട്ട വലിയൊരു സാക്ഷ്യത്തിന്റെ കാരണമായി തീർന്നു. അതിനുശേഷം സംഭവിച്ചത്, ഒരു കുഞ്ഞ് ഇതുപോലെ തന്നെ ഞങ്ങള് ഈ സമയത്ത് എനിക്ക് തോന്നുന്നു 2002 ഞങ്ങൾ ഒരു ഗ്രാമത്തിൽ കടന്നു വന്നിട്ട്, ഞങ്ങളുടെ ഒരു സഭയിലെ ഒരു സഹോദരൻ, അദ്ദേഹത്തിന്റെ ദേശത്തേക്ക്, അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് ഞങ്ങളെ
വിളിച്ചു കൊണ്ടുപോകാനായിട്ട് ഇടയായി. അപ്പൊ ഞാൻ സൈക്കിൾ ഏകദേശം 55 കിലോമീറ്ററോളം ഞങ്ങൾക്ക് യാത്രയാണ് ചെയ്തിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവരെ പോയി കാണാനായിട്ട് ഇടയായി. തിരിച്ചു വരുന്ന സമയത്ത് ദൈവാത്മാവ് ഏൽപ്പിക്കാനിടയായി. ഈ ഗ്രാമങ്ങളിലൊക്കെ ആര് സുവിശേഷം അറിയിക്കും. ഞാൻ ദൈവത്തോട് സംസാരിച്ച സമയത്ത് ദൈവാത്മാവ് പറഞ്ഞു നീയാണ് ചെയ്യേണ്ടത്. അന്ന് ഞങ്ങൾ അതിനുശേഷം ഞങ്ങൾ ഒരു ടീം രൂപീകരിക്കാനിടയായി. ഒരു ക്രൂസൈഡ് ടീം ഞങ്ങൾ രൂപീകരിച്ചു. 2002-ലാണ്. അതിനുശേഷം പല ഗ്രാമങ്ങളിൽ ഞങ്ങൾ കടന്നു പോകാനും സുവിശേഷം അറിയിക്കാനും കർത്താവിനെയാക്കി. അപ്പൊ ഇതിൻ്റെ ഇടയിൽ തന്നെ പല അത്ഭുതങ്ങൾ കർത്താവ് നടത്താനിടയായി. ചിലരൊക്കെ മരണകരമായിരിക്കും രോഗത്തിൽ നിന്ന് കർത്താവ് വിടുവിക്കാനായിട്ട് ഇടയായി. 93-ലാണ് തോന്നുന്നു ഞങ്ങളൊരു ഗ്രാമത്തിൽ കടന്നു പോയപ്പോൾ ഒരു സഹോദരൻ, ദിനേശ് പ്രസാദ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരനാണ്. ഇദ്ദേഹം ഞങ്ങളുടെ കൂട്ടത്തില് ക്രൂസൈഡിന് പോയിട്ട് കടന്നു വരാനായിട്ട് ഇടയായി. ആ സമയത്ത് ഞങ്ങളുടെ കൂട്ടുകാരന്മാർ പറഞ്ഞു ഇദ്ദേഹത്തിനെ കൊണ്ടുവന്ന്, പുതിയ സഹോദരനല്ലേ, അവനൊന്നും കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു ഇദ്ദേഹം പോകണം. അപ്പൊ ഇദ്ദേഹം അവിടെ പോയി കഴിഞ്ഞ സമയത്ത് ഒന്നാമതായിട്ട് ആർക്കൊക്കെ വേണ്ടി, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ വൈഫ് ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സമയത്തും ഇദ്ദേഹം കൂടെ ഇന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഇദ്ദേഹത്തിന്റെ ഉള്ളൊരു പ്രേരണ കിട്ടി. എനിക്കും കൂടെ ഇവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു അനുഗ്രഹം കിട്ടി. എന്ത് നല്ലതായിരുന്നു. അന്ന് ഞാൻ ആ ഗ്രാമത്തിൽ വെച്ച് ഒരു ചെറിയൊരു ഒരു വിഷ്വൽ എയ്ഡ്സ് കാണിച്ചിരുന്നു. എന്താ രണ്ട് വഴി എന്ന് പറഞ്ഞാൽ ഒന്ന് അതിനെന്താ പറയുന്നത് ചൗഡ മാർഗ് സക്കര മാർഗ് എന്ന് പറഞ്ഞാൽ ഇടുക്കമുള്ള വഴിയും വിശാലമായ വഴിയും. ഇതിനെക്കുറിച്ച് ഞാൻ അവിടെ പറയാനായിട്ട് ഇടയായി. അപ്പൊ ഈ സഹോദരൻ അതിനുശേഷം ഈ ദിനേശ് പ്രസാദ് എന്ന് പറയുന്ന സഹോദരൻ അവിടെ വെച്ച് ഇദ്ദേഹത്തിന് ദൈവാത്മാവ് അദ്ദേഹത്തോട് സംസാരിക്കുകയും ചില ദിവസങ്ങൾക്കുള്ളിൽ അന്ന് തീരുമാനം എടുക്കാനിടയായി. അതിനുശേഷം എനിക്കൊന്ന് 26-ാം തീയതി ഡിസംബർ 26-ന് അദ്ദേഹം യേശുവിനെ സ്വന്തം രക്ഷകമായിട്ട് സ്വീകരിക്കാനായിട്ട് ഇടയായി. അത് വലിയൊരു അത്ഭുതമായിരുന്നു. ഇദ്ദേഹം വചനം കേൾക്കാതെ അവിടെ കടന്നു വന്നിട്ട് യേശുവിനെ സ്വീകരിക്കാൻ വേണ്ടി കൈ പൊന്തിച്ച സമയം പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ കടന്നു വരികയും അന്യഭാഷയോടെ ദൈവത്തെ ആരാധിക്കുകയും അതിനുശേഷം അദ്ദേഹം പൂർണ്ണമായിട്ട് ദൈവവേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹം ഇന്ന് ഛത്തീസ്ഗഡില് ചാമ്പ എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ IPCയുടെ അണ്ടറിൽ പുള്ളി നല്ലൊരു നിലയിൽ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഞങ്ങള് ഈ സമയത്ത് 2004-ല് കർത്താവ് ഒരു ദർശനം തരികയും ഞങ്ങളെ അനുപൂർണ ദേശത്തേക്ക് ഞങ്ങളെ കൊണ്ടുവരികയും ചെയ്തു. ഇത് കർത്താവിന്റെ ഒരു വലിയൊരു ഒരു വെളിപ്പാടായിരുന്നു. അതായത് ഈ ദേശത്തേക്ക് കൊണ്ടുവരുന്നത് ആദ്യമായിട്ട് ഞാൻ ഒരു വ്യക്തിയോട് സംസാരിക്കുക, എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ഒരു പുതിയ സ്ഥലത്ത് ഇന്ന് വേല ചെയ്യണം അനുപൂര് പോലെ എന്ന് പറയാനിടയായി. പിറ്റേ ദിവസം എനിക്ക് ഒരാൾ ഫോൺ ചെയ്യുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന സമയത്ത് ദൈവാത്മാവ് നിങ്ങളോട് പറയാനായിട്ട് ആവശ്യപ്പെട്ടു, അനുപൂരി എന്ന് വേല ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ അനുപൂരിലേക്ക് കടന്നു വരാനായിട്ട് തീരുമാനിച്ചത്. അങ്ങനെ ഇവിടെ കടന്നു വന്ന സമയത്ത് ഒത്തിരി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ വന്നിരുന്നു. ഒന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ആരും ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു. ആ സമയത്ത് ഒരു ബ്രാഹ്മണ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് ആരും ഇല്ലായിരുന്നു. അപ്പോൾ അവൾക്ക് പഠിക്കണമെങ്കിൽ യാതൊരു മാർഗമില്ലായിരുന്നു. അപ്പൊ ആ സമയത്ത് എൻ്റെ വൈഫ് അവരെ കൂടെ കൊണ്ടുവരികയും അവരെ പഠിപ്പിക്കുക. അവരിന്ന് ഛത്തീസ്ഗഡിൽ ഒരു സ്ഥലത്ത് അവരുടെ സ്വന്തമായിട്ട് ഒരു സ്കൂളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ അവരും ദൈവവാർത്തയിൽ കടന്നു വരുവാനെല്ലാം കർത്താവ് ഇടയാക്കി. അതും ഒരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ ഞങ്ങളിവിടെ കടന്നു വന്ന സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. ചില സമയത്ത് ക്രിസ്തീയ വിരോധികൾ ഞങ്ങളെ ഒരിക്കൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഞങ്ങളെ എന്നെ തടഞ്ഞു വെക്കുകയും എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ഞങ്ങൾ വന്ന വഴിക്ക് ഞങ്ങൾക്ക് വെട്ടിമുറിച്ച് പീസാക്കിയിട്ട് വന്ന അതേ ട്രെയിനിൽ കയറ്റി വിടാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞു. എന്ന സമയത്ത് കർത്താവ് ധൈര്യപ്പെടുത്തി പറഞ്ഞു, എൻ്റെ ജോലി ചെയ്യുന്നു, ഞാൻ യേശുവിന്റെ ശിഷ്യനാണ്, നിങ്ങളുടെ കാര്യം ചെയ്യുക, നിങ്ങൾ ഇത്രയും പേരുണ്ടല്ലോ, വെട്ടിമുറിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്യാലോ എന്ന് പറയാനിടയായി. എന്നാൽ എൻ്റെ വേല ഇതുവരെയും തീരാതെ കർത്താവ് ഇടയാക്കി മുമ്പോട്ട് നയിക്കുവാൻ കർത്താവ് ഇടയാക്കി. ഒരിക്കൽ ഛത്തീസ്ഗഡിൽ ഞാൻ വേല ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ ഒരു സഹോദരനും കൂടെ അന്ന്
പ്രൊജക്ടറിലൂടെ ഞാൻ അവിടെ സുവിശേഷം അറിയിക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു ടീമായിട്ട് ഏകദേശം 21 പേരോളം ചെറുപ്പക്കാർ അവിടെ കടന്നു വന്നു. അതിന് മുമ്പ് ഞാൻ ഫിലിം കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയം പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് എന്നോട് ഇടപെട്ടു. ഞാൻ അന്യഭാഷയിൽ ഞാൻ സംസാരിക്കും, എനിക്കറിയില്ല ഞാൻ എന്താ പറയുന്നതെന്ന്, പക്ഷെ ഞാൻ സ്തുതി ചെയ്തുകൊണ്ടിരിക്കുക. എന്താ സംഭവം എന്ന് എനിക്ക് അറിയുന്നില്ല, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് സ്പൗസ് ചെയ്തിട്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ഒരു ചെറിയ ടെസ്റ്റ് മണിയും അതിനെക്കുറിച്ചൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ മാറി നിന്നിട്ട് ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് 200 പേരോളം അവിടെ കൂടി വരുന്നുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞ ശേഷം ഉടനെ ഇത്രയും 21 പേര് അവിടെ കടന്നു വന്നു. അവര് അടിക്കാനായിട്ട് ഹോക്കി സ്റ്റിക്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു, വലിയ വടികളൊക്കെ ആയിട്ട്. എന്നാൽ ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങൾ ഒരു കൺഫ്യൂഷൻ അവർക്ക് കൊടുക്കുകയും ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരികയും ചെയ്തു. ആ കൺഫ്യൂഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇതിനുശേഷം ഞങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത്, ഒരു സ്ഥലത്ത് നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആരെയൊക്കെ അടിക്കാനായിട്ട് കുറെ പേര് ഇറങ്ങി വന്നു. ഞാൻ വിചാരിച്ച അവരുടെ കൂടെ ഞാനും പോയി അടി കൊള്ളണം എന്ന് പറഞ്ഞ് ഞാൻ ഓടി ചെല്ലുന്ന സമയത്ത് അതിലൊരു സമയം മീശക്കാരൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഒച്ചയുണ്ടാക്കി. നമ്മള് ഇങ്ങനെ തന്നെയാണ്, ഞാൻ ഓടി ചെല്ലുന്നു. ആ സമയത്ത് അവർ കൈ കൂപ്പിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഞങ്ങളുടെ ഗ്രാമം, ഞങ്ങളുടെ ദേവീന്റെ പേരിൽ വിട്ടു തന്നെ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ദൈവത്തിന്റെ വചനത്തിനെയോ നിങ്ങൾ ആരെയും സ്വീകരിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ ഇവിടെ പോയിട്ട് അങ്ങ് പോവാ. അപ്പൊ അവര് കൈ കൂപ്പിക്കൊണ്ട് അടിക്കാനായിട്ട് ഉപദ്രവിക്കാനായി കടന്നു വന്ന ആളുകള് അവര് കൈ കൂപ്പി ഞങ്ങളെ വിട്ടിട്ട്, അതുപോലെ ഭയങ്കര തടിയും മിടുക്കൊക്കെ ഉള്ള ആൾക്കാരാണ്, ഗ്രാമവാസികൾ. അവർ വന്നിട്ട് ഞങ്ങളെ ഇപ്രകാരമുള്ള അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മറ്റൊരു സമയത്ത് ഇവരുടെ ടീമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് എനിക്ക് രാത്രി സമയത്ത് ഒരു ഭയങ്കര സ്പിരിച്വൽ അറ്റാക്ക് സംഭവിക്കുകയും തലവേദന ഉണ്ടാവുകയും ചെയ്തു. ആരും എൻ്റെ അടുത്ത് ഇത് ഞങ്ങളുടെ ദേശമാണ്, ഈ ദേശം വിട്ടു പോകണം എന്നൊക്കെ പറയുന്നത് കേട്ടു. എന്നാൽ പിറ്റേ ദിവസം ഞങ്ങൾ ടീമായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് വളരെ വിരോധം ഉണ്ടായി. അവിടെ പോലീസിനെ വിളിക്കണം എന്ന് പറഞ്ഞു. സർപഞ്ചിനെ, അവിടുത്തെ ഗ്രാമത്തലവനെ വിളിപ്പിച്ചു. വിളിപ്പിക്കുന്ന സമയത്തൊക്കെ എനിക്ക് തലവേദനയാൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഓർമ്മ വന്നു, ഇങ്ങനെ ഒരു ദർശനം കിട്ടിയ കാര്യമൊക്കെ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആ പ്രശ്നം മാറിപ്പോയി. ഞങ്ങൾക്ക് ഗ്രാമത്തലവൻ പറഞ്ഞു, നിങ്ങൾ ശാന്തമായിട്ട് ചെന്നിട്ട് സുവിശേഷം അറിയിക്കാം എന്ന് അനുവാദം തന്നില്ലായിരുന്നു, ഞങ്ങൾക്ക് പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ അനുവാദം തരികയും ആ സമയത്ത് തന്നെ എൻ്റെ തലവേദന അതുവരെ ഉണ്ടായി, രാത്രി മുതലുള്ള തലവേദന മാറി. മറ്റൊരു ഗ്രാമത്തിൽ ഇതുപോലെ ഒരു സംഭവം നടന്നു. പാസ്റ്റേ, ഒരു അമ്മച്ചി അവർക്ക് വേണ്ടി അവരമ്മച്ചി ദൂരേക്ക് അവര് ഭയങ്കര ചീത്ത വിളിക്കുക, ഞങ്ങൾക്ക് യേശുവിന് വേണ്ടെന്നൊക്കെ പറഞ്ഞു. ഞാനൊരു സൗരിയോട് സുവിശേഷം പറയും, ദൂരെ മാറി നിന്നിട്ട് സാവകാശത്തിൽ പറയും, യേശു നിങ്ങൾക്ക് സമാധാനം തരും എന്ന് പറഞ്ഞ സമയത്ത് ദൂരെ നിന്നിട്ട് അവര് ഞങ്ങൾക്ക് ഇതിന്റെ സമാധാനമൊന്നും വേണ്ട എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് മനസ്സിലായി, അവരിൽ വ്യാപരിക്കുന്ന ഈ ഗ്രാമത്തിന്റെ ഒരു പൈശാചിക ശക്തിയാണ്. ഞാൻ സാവകാശത്തിൽ പറഞ്ഞാലും അത് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ആ സ്ത്രീയല്ല പറഞ്ഞ അവരുടെ ഉള്ളിലുള്ള പൈശാചിക ശക്തി. ഇതുപോലെ ഈ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പൈശാചികമായിരിക്കുന്നു. പ്രിയമുള്ളവര്, ഞാൻ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കുള്ള പോരാട്ടം എന്ന് പറയുന്നത് ജഡരക്തങ്ങളോടല്ല. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഈ കേൾക്കുന്ന സാക്ഷിയൊക്കെ കേൾക്കുമ്പോൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങൾ പോരാടി പ്രാർത്ഥിക്കുക. ദേശത്ത് പലതരത്തിലുള്ള വ്യാപാര ശക്തികൾ, ഞങ്ങൾക്ക് വിരോധമായി പലതരത്തിലുള്ള ശക്തികളുണ്ട്. അത് ഞങ്ങൾക്ക് വിരോധമായിട്ട് പോരാടിക്കൊണ്ടിരിക്കുന്നു. ദൈവം ഞങ്ങൾക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. എന്നാൽ കർത്താവ് ഇതുവരെ നിലനിർത്തി. എനിക്ക് തോന്നുന്നു സമയദേശം പാസ്റ്ററെ, ഈ അടുത്ത സമയത്ത് ഒരു ഈ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഈ പറഞ്ഞ ചെറിയ ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ചെറിയ ചാനലുകളൊക്കെ ഒത്തിരി ഭീഷണിപ്പെടുത്തുന്ന കോളുകൾ, അല്ലേ? അങ്ങനെയുള്ളൊരു സ്വഭാവം പലപ്പോഴും പാസ്റ്റർക്കും ഉണ്ടായതായിട്ട് ഞാൻ അറിയാനിടയായി തീർന്നല്ലോ. ഉണ്ട്. പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് ഈ RSS, ബജരംഗദൾ ഇങ്ങനെയുള്ള ടീമുകളിൽ നിന്ന് നമുക്ക് ഫോൺ വരാറുണ്ട്. അവർ പറയും ഞങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്, പിന്നെ അതിനുശേഷം നമ്മൾ പോലീസിന്റെ പ്രൊട്ടക്ഷനോടെ ഞങ്ങൾ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവം നടന്നിട്ടുണ്ട്. ഈ അടുത്ത സമയത്ത് ചിലര് നിങ്ങൾ നിർബന്ധമായിട്ട് ആരോടൊക്കെയോ മതപരിവർത്തനം നടത്താനായിട്ട് പൈസ കൊടുക്കാം എന്നൊക്കെ അവരെ വ്യാമോഹിപ്പിക്കുകയും അവരെ മതപരിവർത്തനത്തിന് വേണ്ടി നിർബന്ധിക്കുകയും ചെയ്യുന്നു എന്നുള്ള കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു പത്രക്കാരൻ വിളിക്കുകയും ഇവിടെ കടന്നു വരണം എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ച് ഞാൻ അവിടെ പോയി. അദ്ദേഹം ആദ്യം സ്നേഹമായിട്ടൊക്കെ ഇടപെടുകയും എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നൊക്കെ എനിക്ക് മനസ്സിലായത് പണത്തിന്റെ ആവശ്യത്തിനാണ് പറയുന്നത്. അത് ഏതൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു, ഇന്ന ആളാണ് കംപ്ലൈന്റ് ചെയ്ത്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തെ ആരാണെന്ന് ഒന്ന്
എന്തെങ്കിലും നമുക്കൊന്ന് അറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി, സംസാരിച്ചാൽ മതി. സത്യത്തിൽ അതൊക്കെ എന്ന് പറഞ്ഞാല് നമ്മളെ ചതിക്കാൻ വേണ്ടി അതെ 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 കാണിക്കുന്ന ഓപ്പറേഷൻസ് ആണ്. ഈ അടുത്ത സമയത്ത് ഒത്തിരി ഫ്രോഡ് കോളുകൾ നമുക്ക് വരുമല്ലോ, പല കാര്യം പറഞ്ഞ്. അത്തരത്തിലുള്ളൊരു പുതിയ തട്ടിപ്പാണ് ഞാൻ ആസാദിയുടെ പ്രേക്ഷകരോടൊക്കെ പറയാം. നോർത്ത് ഇന്ത്യയിലൊക്കെ വേല ചെയ്യുന്ന ദേവദാസന്മാരെ കോൾ ചെയ്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുക. അത് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ പോലീസ് അതോറിറ്റീസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ RSS ബജറംഗ് ദൾ സംഘടനകളോ ഒന്നുമല്ല. ഇപ്പോൾ ഇതൊരു നല്ല അവസരമായിട്ട് കണ്ടിട്ട് ഭീഷണിപ്പെടുത്തി പത്രത്തിൽ കൊടുക്കും അല്ലെങ്കിൽ ന്യൂസിൽ കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ചെറിയ ചാനലൊക്കെ അവരുടെ കാണും. അവർ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന ഒരു പുതിയ പരിപാടിയും കൂടെ ആരംഭിച്ചതായിട്ട് എനിക്ക് മനസ്സിലാക്കുവാനിടയായി തീർന്നു. പാസ്റ്റർ അതിൻ്റെ അകത്ത് ഒരു അനുഭവസ്ഥനാണ്, അതുകൊണ്ടാണ് അത് പറയാനിടയായി തീർന്നത്. എന്തായാലും പാസ്റ്റർ പോലീസുമായിട്ട് ബന്ധപ്പെട്ടു അല്ലേ ഈ ഒരു കോൾ വന്നപ്പോൾ? ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിരുന്നു. ഇതിനു മുമ്പ് ഞങ്ങളുടെ ആരാധനയ്ക്ക് വിരോധമായിട്ട് ഇതുപോലെ ഒരു ചെറിയൊരു വെല്ലുവിളി വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്തു. പിന്നെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് CID ഞങ്ങളുടെ അടുത്ത് പല പ്രാവശ്യം വരികയും ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ പറഞ്ഞ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. ഞാൻ ഇപ്രാവശ്യം വിളിച്ചിരുന്നു. അപ്പൊ അദ്ദേഹം ഈ പത്രക്കാരനെ വിളിച്ചിട്ട് അദ്ദേഹത്തെ അവർ പറഞ്ഞു ഞാൻ വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആരെങ്കിലുമൊക്കെ വഴക്ക് പറയാൻ നമ്മുടെ ഭാഗത്ത് നിൽക്കാൻ CID ആണെങ്കിലും കർത്താവ് അവരെയൊക്കെ നമുക്ക് വേണ്ടി സപ്പോർട്ടീവായിട്ട് വെക്കുന്നതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം അദ്ദേഹം വഴക്ക് പറഞ്ഞ സമയത്ത് ഇദ്ദേഹത്തിന് ഇച്ചിരി ചൂടായി. അദ്ദേഹം പറഞ്ഞു ഇനിയിപ്പം നിങ്ങൾ അവരെ ഇവിടെയൊക്കെ വിളിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് ഇനി ഞങ്ങളുടെ ഭാഗത്തിന് നടത്താം, നിങ്ങൾ നിങ്ങളുടെ പോലെ നടത്തിക്കോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിയൊക്കെ ചെയ്യുന്നുണ്ട്. അത്തരം കോളുകളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഭയന്ന് രഹസ്യമായിട്ട് വെക്കാതെ നമ്മളെ സഹായിക്കാനുള്ള ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസുമായിട്ട് ബന്ധപ്പെടണം. അതുപോലെ തന്നെ പോലീസ് അധികാരികളുമായിട്ട് ബന്ധപ്പെടണം. കാരണം പോലീസ് അധികാരികൾ അത്രത്തോളം നമുക്ക് അനുകൂലമല്ലെങ്കിൽ പോലും നമ്മൾ പോലീസ് അധികാരികളെ നേരിട്ട് ബന്ധപ്പെടുമ്പോൾ, നമ്മുടെ അസോസിയേഷൻസിൻ്റെ ആളുകളൊക്കെ സഹായിക്കുമ്പോൾ അതിൻ്റെതാകുന്ന ആശ്വാസവും ഒക്കെ നമുക്ക് കിട്ടും. കാരണം ഇന്ത്യ ജനാധിപത്യ രാജ്യമാണല്ലോ, ഇവിടെ ഭരണഘടനയുണ്ടല്ലോ, അതിൻ്റെ അവകാശങ്ങൾ നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് നമ്മൾ രഹസ്യമായിട്ട് ഭയന്ന് ഇവരുടെ ബ്ലാക്ക് മെയിലിങ്ങിന് കീഴടങ്ങൽ, ഇതൊന്നും ഈ പറഞ്ഞ പോലെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സംഘടനകളല്ല, മനുഷ്യൻ്റെ മുതലെടുപ്പാണെന്ന് മനസ്സിലാക്കണം. പക്ഷേ എനിക്കറിയാം ഒത്തിരി അനുഭവങ്ങൾ ഇനിയും പറയാനുണ്ടെന്ന്. പക്ഷേ സമയങ്ങൾ ഓടിപ്പോയത് കൊണ്ട് അത്യാവശ്യമായിട്ട് പാസ്റ്റർക്ക് പറയാനുള്ള 2 വാക്കുകൾ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്ത് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതെ അതെ അതെ, ഞാൻ പ്രാർത്ഥിച്ചു നിർത്തണം. അതെ പാസ്റ്ററെ, അതെ. ശരി. ഞാൻ ഇവിടെ പ്രാർത്ഥിച്ച് നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. പറയാൻ വിട്ടുപോയത് എന്തെങ്കിലും അത്യാവശ്യം പറയേണ്ടതുണ്ടെങ്കിൽ കൺക്ലൂഡ് ചെയ്ത് പറഞ്ഞ് പാസ്റ്റർക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു സാക്ഷ്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ ഞങ്ങൾക്ക് കാല് വെക്കാൻ സ്ഥലം തരാതെ വണ്ണം പിശാച് വെല്ലുവിളിച്ചിരുന്നു. ഞങ്ങള് വാടകയ്ക്ക് 14 വർഷത്തോളം ഞങ്ങൾ താമസിച്ചു. എന്നാൽ അതിനുശേഷം ഞങ്ങൾ ഈ ഒരു സ്ഥലം ഞങ്ങൾ സ്ഥലം വിറ്റ് 2011 ഞങ്ങൾ ഇവിടെ സ്ഥലം വാങ്ങിക്കാനിടയായി. എന്നാലും എങ്കിൽ പോലും ഞങ്ങൾക്ക് വെല്ലുവിളിയായിരുന്നു. എന്നാൽ 2017 കർത്താവ് വ്യത്യാസം വരുത്തിയും ഒറ്റൊരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് പെർമിഷൻ, അതുപോലെ തന്നെ സാമ്പത്തികമായിരിക്കുന്ന എൻ്റെ അടുത്ത ഒരു പ്ലോട്ടും കൂടെ വിൽക്കാനും ഞങ്ങൾക്ക് വെല്ലുവിളിയായിട്ട് നിന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ഞങ്ങളെ അപമാനിക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് അവരുടെ മുമ്പിൽ മാനിക്കുകയും പലതരത്തിൽ, ഞാനത് വിവരിക്കാൻ നമുക്ക് സമയമില്ലല്ലോ, എന്തുകൊണ്ട് ഞങ്ങൾക്ക് ദൈവകൃപയാൽ ഇവിടെ ഒരു ചെറിയൊരു ഹോളൊക്കെ ആയിട്ട് തന്നു. എന്നാൽ ഇപ്പോ ഞങ്ങൾക്ക് ഈ ഹോളിലൊന്നും ഇരിക്കാൻ സ്ഥലമില്ലാതെ വണ്ണം ആളുകൾ നിറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങൾ ഈ നോർത്ത് ഇന്ത്യയുടെ ഭാഗത്ത് ദൈവനാമത്തിന് വേണ്ടി നിലനിൽക്കാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. എനിക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. മൂത്ത മോൾ ഹെപ്സിബയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, 24 വയസ്സുണ്ട്. ഇളയ മോൻ 21 വയസ്സ് കഴിഞ്ഞു. അതുപോലെ ഏറ്റവും ഇളയ മോൻ 11 വയസ്സുണ്ട്. എൻ്റെ ഭാര്യ ജീന, അവൾ നേരത്തെ സ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു, എന്നാൽ റിസൈൻ ചെയ്ത് എന്നോട് ഒരുമിച്ച് ഞങ്ങൾ ദൈവവേല ചെയ്യുന്നു. ഞങ്ങൾ കൂടെ ഒരു 3 കുഞ്ഞുങ്ങൾ, അനാഥരായിരിക്കുന്ന അപ്പനില്ലാത്ത 3 കുഞ്ഞുങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പം ഞങ്ങളൊരു ചെറിയൊരു ബൈബിൾ സ്കൂൾ നടത്തുന്നുണ്ട്, അങ്ങനെ ബൈബിൾ ട്രെയിനിങ് നടത്തുന്നുണ്ട്. ഞാൻ ദൈവവേലയിലും മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. ഞങ്ങളുടെ ഈ ദേശത്തെ മിനിസ്ട്രി വേണ്ടി പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗസ്ഥ പിതാവേ,
ഈ സമയത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പ സമയം ഈ സാക്ഷ്യം പങ്കുവെക്കുവാൻ തൊക്കണം സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് ഇടയാക്കിയല്ലോ. ദൈവമേ നീയാണ് വിളിച്ചവനും നിലനിർത്തുന്നവനും. ദൈവമേ വിളിച്ചവൻ വിശ്വസ്തനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും നിലനിർത്തുന്നല്ലോ. ഈ സാക്ഷ്യം കേൾക്കുന്ന വ്യക്തികൾ, കേട്ട ഓരോ വ്യക്തികൾ, അവർ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തിരുമേനി അവിടുന്ന് സഹായിക്കണം. ആർക്കെങ്കിലും ദൈവവിളി കേട്ട് അത് വ്യക്തമായിരിക്കുന്ന ഒരു മാർഗദർശനം ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് വ്യക്തമായിട്ട് അവിടുന്ന് ആഗ്രഹിക്കുന്ന ദേശത്താക്കി തീർക്കുകയും അവിടുത്തെ കൃപ നൽകി അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവേ സ്തോത്രം, ദൈവവേലക്കാരിയിരിക്കുന്നവരെ നീ അനുഗ്രഹിക്കണം. ദൈവമേ ദാസന്മാരായിട്ട് ദേശവിദേശങ്ങളിൽ പലയിടങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവര് അനുഗ്രഹിക്കണം. അവര് ദൈവസന്നിധി സന്തുഷ്ടിയോടെ അവർ ജീവിപ്പാൻ, നിന്നെ സ്നേഹിപ്പാനും നിന്നെ സേവിപ്പാനും നിന്റെ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ജീവിപ്പാൻ അവിടുന്ന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ദൈവവേലക്കാരാണെന്ന് ഏറ്റുപറയുന്ന കർത്താവേ, ഞങ്ങളെ ഏൽപ്പിച്ച ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും അതെല്ലാം വിശ്വസത്തോടെ ചെയ്യുവാൻ തക്കണം ഓരോരുത്തർക്കും കൃപ നൽകണം. ആരെയും രോഗത്തിലോ ഭാരത്തിലോ കടഭാരത്തിലോ എല്ലാം ആയിരിക്കുമെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നീ അവരുടെ ഭാരങ്ങളെല്ലാം മാറ്റണം. സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കും, അനുഗ്രഹിക്കും, വിടുവിക്കും. ഞങ്ങളെ സകലവും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മാനവും മഹത്വവും അവിടുത്തെ തരുന്നു. പ്രാർത്ഥനയാൾക്കായി ജീവൻ വെച്ച നസറേനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയോടെ കേൾക്കുമാറാണ്. ആമേൻ, ആമേൻ, ആമേൻ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസം കാവൽ നമ്മെല്ലാവരുടെ മേലും പ്രത്യേകമായ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചപ്പോൾ യേശുദാസ് പാസ്റ്ററിന്റെ കുടുംബം ശുശ്രൂഷകളുടെ മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ. ഒരുപ്രാവശ്യം നന്ദി പറയാൻ അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവങ്ങൾ പാസ്റ്റർ ഞങ്ങളോടൊപ്പം പങ്കുവെച്ചു. കർത്താവ് ശുശ്രൂഷയെ മാനിക്കട്ടെ, ഇനിയും ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ. ദിവ്യമാകുന്ന ഒരു പ്രൊട്ടക്ഷൻ നോർത്ത് ഇന്ത്യയിലുള്ള എല്ലാ ദൈവദാസന്മാരുടെ മേലുണ്ടാകട്ടെ. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.